അപ്പൊ നിങ്ങൾ അടുത്ത ഹെഡിങ് എഴുതിക്കേ, റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. യെസ്, റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. എല്ലാവരും എഴുതിയോ? ഈ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ ഹെഡിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. പ്രൈമറി റൂൾസും രണ്ടാമത്തത് സെക്കൻഡറി റൂൾസും. പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കുമാണ്, ഇമ്പോർട്ടന്റും ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ നിന്ന് എക്സാമിന് സാധാരണ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ നോക്കിയിരുന്നത് ഇന്റേണൽ എയ്ഡ്സ് ഓഫ് അല്ലെങ്കിൽ ഇന്റേണൽ എയ്ഡ്സ് ടു ഇന്റർപ്രിട്ടേഷൻ, അത് ഇത് ഫുള്ള് കവർ ചെയ്തു. അത് കൂടാതെ എക്സ്റ്റേണൽ എയ്ഡ്സ് ഓഫ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ എയ്ഡ്സ് ടു ഇന്റർപ്രിട്ടേഷനും കവർ ചെയ്തു. ആണോ? ഇത് ഇത്രയായിരുന്നു നമ്മൾ കവർ ചെയ്തിരുന്നത് അല്ലേ? എക്സ്റ്റേണൽ എയ്ഡ്സ് ടു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷനും നമ്മൾ കവർ ചെയ്തിരുന്നു. യെസ്, ഇത്രയും കവർ ചെയ്തിരുന്നു. ഇനി നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഈ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും ബിഗിനിങ് ആയിട്ടുള്ള പോർഷൻസിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. കണ്ടോ, ഈ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, അതിൽ പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും പഠിപ്പിക്കാൻ പോയാൽ അപ്പൊ ബേസിക്കലി ഇതും ഇതും കവർ ആവും. ഇത് രണ്ടുമാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ്. ഇതും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല, പക്ഷെ എന്നാലും ഞാൻ അത് കവർ ചെയ്യും. ആദ്യം റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ പഠിപ്പിച്ചതിന് ശേഷം. എല്ലാവർക്കും ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ എഴുതിയ പോലെ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞൊരു ഹെഡിങ് കൊടുത്തിട്ട് രണ്ടായിട്ട് അത് ഡിവൈഡ് ചെയ്യണം. പ്രൈമറി റൂൾസും സെക്കൻഡറി റൂൾസും ഡിവൈഡ് ചെയ്തോ? ഡിവൈഡ് ചെയ്തതിനു ശേഷം ഈ ഒരു ചാർട്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് എഴുതണം. പ്രൈമറി റൂൾസ് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ഇത്രയും പ്രൈമറി റൂൾസ് ഉണ്ട്. 1, 2, 3, 4, 5, 6, 7. ഈ 7 പ്രൈമറി റൂൾസ് ഒന്ന് എഴുതിക്കുക ഓരോന്നോരോന്നായിട്ട്. ആദ്യം റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ, രണ്ടാമത്തെ റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ. അങ്ങനെ ഓരോന്നോരോന്നായിട്ടൊന്ന് എഴുതിക്കുക ഗൈസ്. പ്രൈമറി റൂൾസിനകത്ത് ആദ്യം വരുന്നത് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. യെസ്, അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എഴുതുക. ആ 7 എണ്ണം എഴുതും. ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് സ്ക്രീൻ കാണിച്ചു തരാം. റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ, റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ, റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, റൂൾ ഓഫ് മിസ്ചിഫ് റൂൾ അല്ലെങ്കിൽ ഹേഡൻസ് കേസിലുള്ള റൂള്. അപ്പോൾ റൂൾ ഇൻ ഹേഡൻസ് കേസ് ഓർ മിസ്ചിഫ് റൂൾ എന്ന് എഴുതിക്കും. അടുത്തത് റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ, പിന്നെ അടുത്തത് റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ, പിന്നെ അടുത്തത് റൂൾ ഓഫ് അഡ്ജസ്റ്റം ജനറിസ്. ഇതൊന്ന് എഴുതണേ. സെക്കൻഡറി റൂൾസ് അവിടെ നിൽക്കട്ടെ. സെക്കൻഡറി റൂൾസ് 2 എണ്ണം ഉണ്ട്. നോസിറ്ററി സോഴ്സസ് റൂളും പിന്നെ കണ്ടംപോറിയ എക്സ്പോസിറ്റർ. അതൊക്കെ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. വാക്കുകളുടെ അർത്ഥങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ തൽക്കാലം എന്ത് എഴുതിയാൽ മതി? പ്രൈമറി റൂൾസ് ഓരോന്നോരോന്ന് എഴുതിയാൽ മതി. എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം ഉണ്ട്. യെസ്, ഇതിൽ നിന്ന് മാർക്ക് ചോദിക്കാറുള്ളത്, ഐ മീൻ അത്യാവശ്യം മാർക്സ് ഇതിൽ നിന്ന് വരാറുള്ള ഈ പോർഷൻസിൽ നിന്ന് കേട്ടോ. അപ്പൊ എക്സ്റ്റേണൽ എയ്ഡ്സും ഇന്റേണൽ എയ്ഡ്സും പിന്നെ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, ഇത് മൂന്നുമാണ് ബേസിക്കലി ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട്സിൽ. യെസ്, റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ, റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ, റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, റൂൾ ഇൻ ഹേഡൻസ് കേസ് അല്ലെങ്കിൽ മിസ്ചിഫ് റൂൾ, റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ, റൂൾ ഓഫ് അഡ്ജസ്റ്റം ജനറിസ്, റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ. ഇത്ര എഴുതിയോ ഗൈസ്? യെസ്, എഴുതിയോ? എഴുതിയോ? എഴുതിയെങ്കിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയട്ടോ. ആദ്യം റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ ഒന്നും കൂടെ ഒന്ന് എഴുതണേ. ഈ കൺസ്ട്രക്ഷൻ എന്നുള്ള വാക്ക് എന്താണെന്ന് ചോദിച്ചാലേ ഇന്റർപ്രിട്ടേഷൻ എന്നുള്ള വാക്ക് തന്നെയാണ്. ഓക്കെ, തൽക്കാലം ഇന്റർപ്രിട്ടേഷനും കൺസ്ട്രക്ഷനും ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി.
അപ്പൊ നിങ്ങൾ ഒരു നിയമം വായിക്കുകയാണ്. ആ നിയമത്തിലുള്ള ഓരോ വാക്കുകളും ഓരോ കാര്യങ്ങളും എങ്ങനെ നിങ്ങൾ വ്യാഖ്യാനിക്കും, അല്ലെങ്കിൽ കോടതി എങ്ങനെ ഓരോ കാര്യങ്ങളെ വ്യാഖ്യാനിക്കും എന്നുള്ള ചോദ്യമാണുള്ളത്. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഈ റൂൾസ്. അപ്പൊ ഈ റൂൾസിൽ പറയുന്ന പ്രകാരം കോടതി അല്ലെങ്കിൽ നിയമം വായിക്കുന്ന ആള് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതിൽ ആദ്യത്തെ റൂളാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. ഈ റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷനിൽ എന്താണ് പറയുന്നത്? സി, ലെജിസ്ലേച്ചർ എന്ത് ചെയ്തു? ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കി. ആ നിയമം ഉണ്ടാക്കുമ്പോൾ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോ ലെജിസ്ലേച്ചറിന് എന്ത് പറയാനുണ്ട് അത് ഏതിലൂടെ കൺവേ ചെയ്യാണ് ലെജിസ്ലേച്ചർ? ആ വേർഡ്സിലൂടെ കൺവേ ചെയ്യാണ്. എന്നാൽ നിയമം വായിക്കുന്ന ആള് അതെങ്ങനെ മനസ്സിലാക്കണം? ആ വാക്കുകളിലൂടെ മനസ്സിലാക്കണം. അപ്പൊ വാക്കുകൾ എന്താണോ ആ അർത്ഥമേ നിങ്ങൾ കൊടുക്കാവൂ ആ പർട്ടിക്കുലർ വാക്കുകൾ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ. അപ്പൊ ആ വാക്കുകളുടെ അർത്ഥം എന്താണോ അതാണ് ലെജിസ്ലേച്ചർ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? ഫോർ എക്സാമ്പിൾ, ലെജിസ്ലേച്ചർ കമ്പനി എന്നുള്ള വാക്ക് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത് കമ്പനീസ് ആക്ടിൽ? കമ്പനി മീൻസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ. ഈ നിയമപ്രകാരം രൂപീകരിച്ച കമ്പനികളും പഴയ കമ്പനീസ് ആക്ട് പ്രകാരം, പഴയ കമ്പനീസ് ആക്ട് കുറെ എണ്ണം ഉണ്ടായിരുന്നു, അത് പ്രകാരം രൂപീകരിച്ച കമ്പനികളാണ് കമ്പനി. നിങ്ങൾ വേറെ ഒന്നും അതിനകത്ത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. വ്യക്തമായിട്ട് പറയാണ് കമ്പനി എന്താന്ന്. ഞാൻ പറഞ്ഞു പിടികിട്ടിയോ? യെസ് യെസ്. ചോദ്യതാണ് എന്താണ് പ്രിഫറൻസ് ഷെയർ? സെക്ഷൻ 43 വളരെ വ്യക്തമായിട്ട് പറയാണ്. പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ ഷെയർ ക്യാപിറ്റലുള്ള കമ്പനിയിൽ 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയറിനെയാണ് പ്രിഫറൻസ് ഷെയർ എന്ന് വിളിക്കുന്നത്. യെസ്, പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു പേയ്മെന്റ് ഓഫ് ഡിവിഡൻഡും പ്രിഫറൻഷ്യൽ റൈറ്റ് ആസ് ടു റീപേയ്മെന്റ് ഓഫ് ക്യാപിറ്റൽ. ഈ 2 പ്രിഫറൻഷ്യൽ റൈറ്റ് ഉള്ള ഷെയർസിനെയാണ് പ്രിഫറൻസ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. അപ്പൊ നിയമം വായിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് മനസ്സിലാക്കണം? പ്രിഫറൻസ് ഷെയർസിനെ, പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ആ അർത്ഥം മാത്രം നിങ്ങൾ കൊടുത്താൽ മതി വ്യാഖ്യാനിക്കുമ്പോൾ എന്നാണ് ഈ റൂളിൽ പറയുന്നത്. അപ്പൊ വാക്കുകൾക്ക് അതിൻ്റെതായ അർത്ഥം കൊടുത്തോണ്ട് നിങ്ങൾ അങ്ങ് വ്യാഖ്യാനിച്ചാൽ മതി. നിങ്ങൾ ഇല്ലാത്ത അർത്ഥം വരുന്ന രീതിയിൽ, ഇല്ലാത്ത കാര്യങ്ങൾ വരുന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കരുത് എന്ന് പറയുന്ന റൂളാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? അപ്പൊ റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെജിസ്ലേച്ചറിന് എന്താണോ പറയാനുള്ളത് അത് വാക്കുകളിലൂടെ ലെജിസ്ലേച്ചർ നിയമം ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ എന്താണോ മനസ്സിലാവുന്നത് അതാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്ത് ചെയ്യരുത്? അനാവശ്യമായിട്ട് ഇല്ലാത്ത അർത്ഥങ്ങൾ ആ വാക്കുകളിൽ കൊണ്ടുവരാൻ നോക്കരുത്. എസ്പെഷ്യലി വെൻ ആ വാക്കുകളുടെ അർത്ഥം വളരെ ക്ലിയർ ആണ്, യാതൊരു കൺഫ്യൂഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇല്ലാത്ത അർത്ഥങ്ങൾ കൊണ്ടുവരാൻ നോക്കരുത്. ചോദ്യം, ഇവിടെ ഞാൻ കമ്പനി എന്നുള്ള വാക്കിന്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി മീൻസ് എ കമ്പനി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഓർ അണ്ടർ എനി പ്രീവിയസ് കമ്പനി ലോ എന്നാണ് സെക്ഷൻ 2(20) പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ട്രസ്റ്റിനെ, ഒരു ട്രസ്റ്റ് ആകുന്ന എൻറ്റിറ്റിനെ കമ്പനി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതെന്തുകൊണ്ടാ? വാക്കുകൾ വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. കമ്പനി എന്ന് വെച്ചാൽ എന്താ? ഈ ആക്ട് പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളാണ് കമ്പനികൾ. അപ്പൊ ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചത് ട്രസ്റ്റുകൾ എന്താവില്ല? കമ്പനി ആവില്ല. അതെന്തുകൊണ്ടാ? ഈ വാക്കുകളുടെ അർത്ഥം നമ്മൾ അതിന്റെ യഥാരൂപത്തിൽ നമ്മൾ എടുക്കുമ്പോൾ എന്ത് വരില്ല? ട്രസ്റ്റ് ഒരു കമ്പനി ആയിട്ട് വരില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോ വളരെ ക്ലിയർ ആയിട്ടുള്ള വാക്കുകളിലൂടെ ലെജിസ്ലേച്ചർ എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആ അർത്ഥം മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. എന്തിന്? അത് വ്യാഖ്യാനിക്കാൻ എന്ന് പറയുന്ന റൂളാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. ഇനി അഥവാ വ്യക്തതയുള്ള വാക്കുകൾ ഉണ്ടായിട്ട് പോലും വേറൊരു അർത്ഥം വരാൻ വേണ്ടിയിട്ട് വേറെ ചില കാര്യങ്ങൾ ഇതിനകത്ത് വ്യാഖ്യാനത്തിലോട്ട് കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ലെജിസ്ലേച്ചറിന്റെ ജോലി ചെയ്യാൻ നോക്കിയാണ്. നിങ്ങൾ അത് ചെയ്യരുത്. ലെജിസ്ലേച്ചർ ആണ് ലെജിസ്ലേച്ചറിന്റെ ജോലി ചെയ്യേണ്ടത്, അതായത് നിയമം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ അനാവശ്യമായിട്ട് നിയമങ്ങളൊന്നും ഉണ്ടാക്കണ്ട, അനാവശ്യമായിട്ട് വ്യാഖ്യാനിച്ച് എന്ന് പറയുന്ന റൂളാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. എല്ലാവർക്കും റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്താണെന്ന് പിടികിട്ടിയോ? വളരെ സിമ്പിൾ ആണ്. ലെജിസ്ലേച്ചർ നിയമത്തിലൂടെ പല കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നു വാക്കുകളിലൂടെ. ആ വാക്കുകളുടെ അർത്ഥം വളരെ വ്യക്തമായിട്ടുള്ള അർത്ഥമാണെങ്കിൽ നിങ്ങൾ ആ അർത്ഥം വെച്ചുകൊണ്ടേ വ്യാഖ്യാനിക്കാവൂ. നിങ്ങൾ വേറെ അർത്ഥങ്ങളൊന്നും കൊണ്ടുവരാൻ നോക്കണ്ട എന്ന് പറയുന്ന റൂളാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. വളരെ സിമ്പിൾ അല്ലേ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? യെസ്.
അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് വായിക്കാം. Rule of literal construction. The first and primary rule of construction is that the intention of the legislature must be found in the words used by the legislature itself. Thus, if the words of a statute are capable of only one construction only, എന്ന് പറഞ്ഞാൽ എന്താ, ഒരേ ഒരു അർത്ഥമേ വരുന്നുള്ളൂ അത് വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ അർത്ഥം മാത്രമേ കൊടുക്കാവൂ. നിങ്ങൾ വേറെ അർത്ഥങ്ങൾ കൊടുത്ത് അതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പോകരുത്. Then it would not be open to the courts to adopt any hypothetical construction on the ground that such hypothetical construction is more consistent with the alleged object and policy of the act. ആക്ടിന്റെ ഉദ്ദേശം കിട്ടണമെങ്കിൽ ഈ അർത്ഥങ്ങളും കൂടെ വരണം എന്ന് കോടതിക്ക് വ്യാഖ്യാനിക്കാൻ അധികാരമില്ല. എന്തുകൊണ്ടാ? കാര്യം വാക്കുകൾക്ക് വ്യക്തതയുണ്ട്. എന്നാൽ ആ വാക്കുകൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥം മാത്രമേ നിങ്ങൾ കൊടുക്കാവൂ. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള വ്യാഖ്യാനത്തിലോട്ട് പോകരുത്. കാര്യം നിയമം ഉണ്ടാക്കേണ്ട ജോലി ലെജിസ്ലേച്ചറിന്റെ ആണ്. അവർ ആ വാക്കുകൾ കൊണ്ട് ആ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ വാക്കുകൾക്ക് വ്യക്തതയുണ്ട്. എന്നാൽ ആ വാക്കുകളുടെ അർത്ഥമല്ലാതെ വേറൊരു അർത്ഥം ഇതിനകത്തോട്ട് വലിച്ചഴിക്കാൻ നോക്കരുത് എന്ന് പറയുന്ന റൂളാണ് റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? ഇറ്റ് ഈസ് ദ കാർഡിനൽ റൂൾ ഓഫ് കൺസ്ട്രക്ഷൻ. കാർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താ? മോസ്റ്റ് ഇമ്പോർട്ടന്റ്. യെസ്, ദാറ്റ് a statute must be construed literally and grammatically, giving the words their ordinary and natural meaning. അപ്പോൾ ഒരു വാക്ക് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ അത് നാച്ചുറലി അതിന്റെ അർത്ഥം എന്താണോ ആ രീതിയിൽ തന്നെ ഇന്റർപ്രറ്റ് ചെയ്യണം. മനസ്സിലായോ? പക്ഷെ ഇതിനെ രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു വാക്കിന് ചിലപ്പോൾ ടെക്നിക്കൽ അർത്ഥം ഉണ്ടാവും, ഓർഡിനറി അർത്ഥം ഉണ്ടാവും. ടെക്നിക്കൽ ആസ്പെക്റ്റിലാണ് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടെക്നിക്കൽ അർത്ഥം കൊടുക്കണം. ഫോർ എക്സാമ്പിൾ, പ്രാക്ടീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം രണ്ടർത്ഥമുണ്ട്. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? പ്രാക്ടീസ് പറഞ്ഞാൽ ഒരു കാര്യം നിരന്തരമായിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതായിരിക്കാം. അതാണ് ഓർഡിനറി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം പ്രാക്ടീസിന്റെ. പക്ഷെ അതേ സമയത്ത് ഒരു പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ, അപ്പൊ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രാക്ടീസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം എന്താ? ആ പ്രൊഫഷനിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് നിരന്തരം ചെയ്യണമെന്നൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അഡ്വക്കേറ്റ്സ് ഹാവ് എ റൈറ്റ് ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർക്ക് ക്ലയൻസിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് കോടതിയുടെ മുന്നിൽ ഹാജരാകാം, ക്ലയൻസിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യാം എന്നാണ് അവിടെ പ്രാക്ടീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം. അല്ലാതെ എന്തല്ല, ഒരേ കാര്യം വീണ്ടും വീണ്ടും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളൊരു അർത്ഥത്തിലല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ലിറ്ററൽ കൺസ്ട്രക്ഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു വാക്കിന് രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്ന് ഓർഡിനറി അർത്ഥമുണ്ട്, ഒന്ന് അതിന്റെ ടെക്നിക്കൽ അർത്ഥമുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ആ ആക്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഓർഡിനറി അർത്ഥത്തിലുള്ള സെൻസിലാണോ അതോ ടെക്നിക്കൽ അർത്ഥത്തിലുള്ള സെൻസിലാണോ. ഫോർ എക്സാമ്പിൾ, വക്കീലന്മാർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആക്ട്, അഡ്വക്കേറ്റ്സ് ആക്ട്, അവിടെ പ്രാക്ടീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്തായിരിക്കും? ആ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാക്ടീസ് എന്നുള്ള അർത്ഥമായിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഒരു വാക്കിന് രണ്ട് അർത്ഥമുണ്ട്. ഏതൊക്കെയാണ് അർത്ഥം? ഒന്ന് അതിന്റെ ഓർഡിനറി മീനിങ്ങും മറ്റേത് അതിന്റെ ടെക്നിക്കൽ മീനിങ്ങും. നിങ്ങൾ എപ്പോ വേണം ടെക്നിക്കൽ മീനിങ് എടുക്കാൻ? ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു ആക്ട് ആണെങ്കിൽ. എപ്പോ വേണം നിങ്ങൾ ഓർഡിനറി മീനിങ് എടുക്കാൻ? അവിടെ ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നില്ല. അപ്പൊ ആ വാക്കിന് എന്ത് അർത്ഥമേ ഉള്ളൂ? അതിന്റെ ഓർഡിനറി അർത്ഥമേ ഉള്ളൂ. എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതാണ് ഈ ഓർഡിനറി നാച്ചുറൽ മീനിങ് എന്ന് ഉദ്ദേശിച്ചത്. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? യെസ്. അപ്പൊ റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ എന്താ? കാർഡിനൽ പ്രിൻസിപ്പിൾ ആണ്. ആ കാർഡിനൽ പ്രിൻസിപ്പിളിനകത്ത് എന്താ പറയുന്നത്? ലെജിസ്ലേച്ചർ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾക്ക് വ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ ആ അർത്ഥം മാത്രമേ കൊടുക്കാവൂ. വേറെ അനാവശ്യമായിട്ടുള്ള അർത്ഥങ്ങൾ നിങ്ങൾ വ്യാഖ്യാനിച്ച് കൊണ്ടുവരാൻ നോക്കരുത്. അത്രേ ഉള്ളൂ. മനസ്സിലായോ? Therefore, the language used in the statute must be construed in its grammatical sense. Construe ചെയ്യാന്ന് വെച്ചാൽ interpret ചെയ്യുക. To construe something means to interpret something. Understood? The correct course is to take the words themselves and arrive, if possible, at their meaning without reference to cases in the first instance. വേറൊരു റെഫറൻസ് ഒന്നും ഉപയോഗിക്കാതെ ആ വാക്കിന്റെ എന്താണോ അർത്ഥം ആ അർത്ഥം തന്നെ വെച്ചുകൊണ്ട് നിങ്ങൾ അങ്ങ് വായിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് പൊയ്ക്കോ. മനസ്സിലായോ? അപ്പോ ഇഫ് ദ ഫ്രേസോളജി ഓഫ് എ സ്റ്റാറ്റ്യൂട്ട്, വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നിയമത്തിൽ, സ്റ്റാറ്റ്യൂട്ട് എന്ന നിയമം ഇസ് ക്ലിയർ, വ്യക്തതയുണ്ട്, അൺആംബിഗസ്, അവ്യക്തതയൊന്നുമില്ല, ആൻഡ് ഇസ് കേപ്പബിൾ ഓഫ് വൺ ആൻഡ് ഓൺലി വൺ ഇന്റർപ്രിട്ടേഷൻ, ഒരേ ഒരു അർത്ഥമേ കൊടുക്കാൻ പറ്റൂ, then it would not be correct to extrapolate these words out of their natural and ordinary sense. എന്ന് വെച്ചാൽ എന്താ? അത് വലിച്ച് വേറൊരു അർത്ഥവും കൂടെ കൊണ്ടുവരുന്ന രീതിയിൽ കൊണ്ടുവരാൻ നോക്കുമ്പോൾ അത് തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇന്റർപ്രിട്ടേഷൻ ആണ്. അത് ചെയ്യരുത്. When the language of a statute is plain and unambiguous, it is not open to the court to adopt any other hypothetical construction simply with the view to carrying out the supposed intention of the legislature. ചിലപ്പോൾ ലെജിസ്ലേച്ചർ ഉദ്ദേശിച്ചത് ഇതായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു വാക്കിന് അനാവശ്യമായിട്ടുള്ള ഒരു അർത്ഥം കൊണ്ടുവന്ന് കോടതി അതിനെ വ്യാഖ്യാനിക്കാൻ നോക്കരുത്. എപ്പോ? വ്യക്തതയോടെ എഴുതിയിട്ടുണ്ടെങ്കിൽ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ?
യെസ്. അപ്പൊ ഒരു സെന്റൻസിന്റെ അർത്ഥം എന്താ? ആ വാക്കുകളിലൂടെ കൺവേ ചെയ്യുന്നതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. ആ സെന്റൻസ് വളരെ വ്യക്തതയുള്ള ഒരു സെന്റൻസ് ആണെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, വേറൊരു സഹായം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിനെ വ്യാഖ്യാനിക്കാനോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ. കാര്യം എന്താ? ആ സെന്റൻസിൽ കൊടുത്തിരിക്കുന്ന വാക്കുകൾ തന്നെ ധാരാളം എന്നാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ താഴെ ദിസ് പ്രിൻസിപ്പിൾ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലാറ്റിൻ മാക്സിം. അപ്പോ ഈ ഒരു പ്രിൻസിപ്പിൾ പണ്ട് ലാറ്റിനിലും വരെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. എന്താ? അബ്സല്യൂട്ട സെന്റൻഷ്യ എക്സ്പോസിറ്റോർ നോൺ ഇൻഡൈജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ എക്സ്പോസിറ്റോർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. എക്സ്പോസിറ്റോർ എന്നുള്ള വാക്കിന്റെ അർത്ഥം എക്സ്പ്ലനേഷൻ. സെന്റൻഷ്യ എന്നുള്ള വാക്കിന്റെ അർത്ഥം സെന്റൻസ്. സെന്റൻസ് അബ്സല്യൂട്ട് ആണെന്ന് വെച്ചാൽ എന്താ? വ്യക്തതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറെ ഒന്നും ഉപയോഗിച്ച് അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ആ വാക്കുകൾ തന്നെ ധാരാളം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? പ്ലെയിൻ വേർഡ്സ് റിക്വയർ നോ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ എന്താ? വ്യക്തതയുള്ള സെന്റൻസ് ആണെങ്കിൽ ഇനി അതിനെ വ്യാഖ്യാനിക്കാനോ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനോ വേറെ ഒന്നിന്റെയും സഹായം വേണ്ട. ആ വാക്കുകൾ തന്നെ ധാരാളം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? അപ്പൊ നിങ്ങൾ എന്ത് എഴുതണം? റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷന്റെ താഴെ ദ പ്രിൻസിപ്പിൾ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലാറ്റിൻ മാക്സിം എന്ന് പറഞ്ഞ് അബ്സല്യൂട്ട സെന്റൻഷ്യ എക്സ്പോസിറ്റോർ നോൺ ഇൻഡിജറ്റ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വിച്ച് ലിറ്ററലി മീൻസ് an absolute sentence or proposition എന്നാണ്. ഇവിടെ തെറ്റിപ്പോയി, പ്രീപൊസിഷൻ ആയിപ്പോയി, proposition എന്നാണ്. നീഡ്സ് നോട്ട് ആൻ എക്സ്പോസിറ്റർ. എക്സ്പോസിറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരാള്. അപ്പം വ്യക്തമായിട്ടുള്ള ഒരു സെന്റൻസിൽ എന്ത് വേണ്ട, വേറൊരു ആളുടെ സഹായം വേണ്ട അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. കാര്യം എന്താ? ആ വാക്കുകൾ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് എഴുതിക്കേ. അപ്പൊ നിങ്ങൾ എന്താ എഴുതിയത്? ആ റൂളിന്റെ പേര് എഴുതി. റൂളിന്റെ പേരിൽ അതിന്റെ ലാറ്റിൻ മാക്സിമം കൂടെ നിങ്ങളൊന്ന് എഴുതണം. ആ ലാറ്റിൻ മാക്സിം എന്താ? അബ്സല്യൂട്ട സെന്റൻഷ്യ എക്സ്പോസിറ്റോർ നോൺ ഇൻഡജറ്റ് എന്ന് വെച്ചാൽ എന്താ? വേറെ ഒന്നിന്റെയും സഹായം വേണ്ട, വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്ന വാക്കുകളും വളരെ വ്യക്തമായിട്ടുള്ള ഒരു സെന്റൻസും ആണെങ്കിൽ ആ വാക്കുകൾ തന്നെ ധാരാളം അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. അത്രയേ ഉള്ളൂ. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? യെസ്, അത്രേ ഉള്ളൂ. യെസ്. അങ്ങനെയാണെങ്കിൽ ഇതിന് മുമ്പുള്ള സെന്റൻസുകൾ ഞാൻ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ വായിച്ചു തരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് ചാടി അപ്പുറത്തോട്ട് പോയത്. Thus, it is a primary duty of the court to interpret the words used in legislation according to the ordinary grammatical meaning in the absence of any ambiguity or doubt. ഒരു ഡൗട്ടോ ഒരു വ്യക്തത കുറവോ ഇല്ലെങ്കിൽ എന്താണോ ആ സെന്റൻസിൽ ഉദ്ദേശിക്കുന്ന വാക്കുകൾ കൊണ്ട് അത് തന്നെയാണ് അതിന്റെ അർത്ഥം, വേറൊന്നുമല്ല. Normally, where the words of a statute are in themselves clear and unambiguous, then these words should be construed in their natural and ordinary sense, and it is not open to the court to adopt any other hypothetical construction. This is called the rule of literal construction. വീണ്ടും വീണ്ടും അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്യുന്നത്. കാര്യം എന്താ? അത് നിങ്ങളുടെ തലയിൽ ഉറയ്ക്കാൻ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസുകളാണ്. യെസ്. അടുത്ത എന്താ ഒരു സെന്റൻസ് പറയുന്നത്? Sometimes occasions may arise when a choice has to be made between two interpretations. രണ്ട് വ്യാഖ്യാനത്തിൽ ചിലപ്പം രണ്ട് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരാം. ഒരെണ്ണം എന്ന് പറയുന്നത് നാരോ ആയിട്ടുള്ള ഒരു വ്യാഖ്യാനം, മറ്റതെന്താ? വൈഡർ ആയിട്ടുള്ള വ്യാഖ്യാനം. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം ഇതാണ്: ഏത് വ്യാഖ്യാനം നിങ്ങൾ ചൂസ് ചെയ്യും? ഏത് വ്യാഖ്യാനം നിങ്ങൾ ചൂസ് ചെയ്യും? നാരോ ആയിട്ടുള്ളത് വേണോ, വൈഡ് ആയിട്ടുള്ളത് വേണോ? അപ്പോ ഇവിടെ എന്താണ്? ക്ലിയർ അല്ല അല്ലേ? കാര്യം എന്താ? രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാന്നാ പറയുന്നത് ഒരു സെന്റൻസിനെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ക്ലിയർ അല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും? ഏതാണോ ആക്ടിന്റെ ഉദ്ദേശം കിട്ടുന്നത് ആ രീതിയിൽ വ്യാഖ്യാനിക്കണം. അത് ചിലപ്പോൾ നാരോ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണോ വൈഡർ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണോ ആക്ടിന്റെ ഉദ്ദേശം കിട്ടുന്നത് ആ രീതിയിൽ വ്യാഖ്യാനിക്കണം. ഞാൻ പറഞ്ഞ പിടികിട്ടിയ? യെസ്. അപ്പോ in such a situation, if the narrower interpretation would fail to achieve the manifest purpose of the legislation, one should rather adopt the wider one. അതിന്റെ അർത്ഥം എന്താ? നാരോ ആയിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്താൽ ആ ആക്ടിന്റെ ഉദ്ദേശം കിട്ടത്തില്ല. അപ്പൊ അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം? വൈഡ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു ആക്ടിലെ പേഴ്സൺ എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷൻ, പേഴ്സൺ ഇൻക്ലൂഡ്സ്, വെറും കമ്പനി എന്നുള്ള വാക്ക് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. പേഴ്സൺ ഇൻക്ലൂഡ്സ് കമ്പനി. ഇതൊരു ടാക്സ് റിലേറ്റഡ് നിയമമാണ്. ഓക്കെ, അപ്പൊ ബിസിനസ് ചെയ്യുമ്പോൾ ടാക്സ് അടയ്ക്കണം എന്ന് പറയുന്ന ഒരു നിയമമാണ്.
അവിടെ ജസ്റ്റ് കമ്പനി എന്ന് മാത്രമേ പറയുന്നുള്ളൂ പേഴ്സന്റെ ഡെഫിനിഷനിൽ. അപ്പൊ ചോദ്യം ഇതാണ്, ഒരു ട്രസ്റ്റ് ബിസിനസ് ചെയ്താൽ ഈ ആക്ട് പ്രകാരം ടാക്സ് കൊടുക്കണോ? ഒരു LLP ബിസിനസ് ചെയ്താൽ ഈ ആക്ട് പ്രകാരം ടാക്സ് കൊടുക്കണോ? കൊടുക്കേണ്ടി വരും. കാര്യം ഈ നിയമത്തിലൂടെ ടാക്സ് പിരിക്കാനാ നോക്കുന്നത്. അപ്പൊ ഈ നിയമത്തിന്റെ ഉദ്ദേശം എന്താ? ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ ടാക്സ് തരണമെന്ന്. അങ്ങനെയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്നത് കമ്പനി രൂപത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ട്രസ്റ്റ് രൂപത്തിലും ചെയ്യാം, LLP രൂപത്തിലും ചെയ്യാം, പാർട്ട്ണർഷിപ്പ് രൂപത്തിലും ചെയ്യാം, HUF രൂപത്തിലും ചെയ്യാം. അപ്പൊ ഇവരെയൊക്കെ ഈ കാറ്റഗറി കൊണ്ടുവരേണ്ടി വരും, കമ്പനിയുടെ കാറ്റഗറിയിൽ വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിൽ പോലും. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? ഒരു വൈഡർ ഇന്റർപ്രിട്ടേഷൻ ചൂസ് ചെയ്തു. എന്തിന്? ഈ ആക്ടിന്റെ ഉദ്ദേശം കിട്ടാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനത്തിൽ പോയത്? കാര്യം ക്ലിയർ അല്ലാത്തത് കൊണ്ട്. ക്ലിയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല? വ്യാഖ്യാനത്തിലോട്ട് പോവില്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ലംഘിച്ചു? ലിറ്ററൽ കൺസ്ട്രക്ഷൻ നമ്മൾ ലംഘിച്ചു. എന്നിട്ട് ഏത് കൺസ്ട്രക്ഷനിലോട്ട് പോയെന്നറിയോ? റീസണബിൾ കൺസ്ട്രക്ഷൻ. അപ്പൊ ബേസിക്കലി ഈ ഒരു പാരഗ്രാഫില്ലേ സംടൈംസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് ബേസിക്കലി റീസണബിൾ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് അവർ പറയുന്നത്. അപ്പൊ റീസണബിൾ കൺസ്ട്രക്ഷൻ എന്താണെന്ന് ഞാൻ അടുത്തതിൽ പറഞ്ഞു തരും. അവർ ഇവിടെ വെച്ച് തന്നെ അങ്ങ് പറഞ്ഞു തന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? എല്ലാവർക്കും പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? യെസ്, എല്ലാവർക്കും പറയുന്നത് പിടികിട്ടുന്നു. അപ്പോ അടുത്ത തൊട്ട് താഴെ ഒരു എക്സാമ്പിൾ ആയിട്ട് അവർ കൊടുത്തിരിക്കുക. വെൻ വി ടോക്ക് ഓഫ് ഡിസ്ക്ലോഷർ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ്? ഞാൻ പഠിപ്പിച്ചു തന്നിരുന്നു. സെക്ഷൻ 102 നോട്ടീസിലൂടെ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റ് അറ്റാച്ച് ചെയ്യണം. എങ്ങനെയാണെങ്കിൽ സ്പെഷ്യൽ ബിസിനസ് വല്ലതും ഉണ്ടെങ്കിൽ ആ എക്സ്പ്ലനേറ്ററി സ്റ്റേറ്റ്മെന്റിനകത്ത് അവരവരുടെയൊക്കെ നേച്ചർ ഓഫ് ഇൻട്രസ്റ്റ് ഓർ കൺസേൺ ഡിസ്ക്ലോസ് ചെയ്യണം. ഡയറക്ടേഴ്സും KMPമാരും ഒക്കെ ആണോ? ഈ ഇൻട്രസ്റ്റ് എന്നുള്ള വാക്കിന് ഞാൻ എന്ത് അർത്ഥം നൽകിയിരുന്നു? ഓണർഷിപ്പ് ഇൻട്രസ്റ്റ് ആകാം, ഫിനാൻഷ്യൽ നേച്ചറിലുള്ള താല്പര്യമാകാം, ഓർ അതർവൈസ്. ഇതിന് ഞാൻ ഒരു എക്സാമ്പിൾ നൽകിയിരുന്നു. എന്താണ് ഞാൻ പറഞ്ഞത്? നമ്മളെ കമ്പനി ബിസിനസ് ചെയ്യാൻ പോകുന്ന വേറൊരു കമ്പനിയിൽ ആ കമ്പനിയിലെ CEO എന്റെ എന്താ? നമ്മളുടെ കമ്പനിയിൽ ഞാൻ MD യാ. നമ്മൾ ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മറ്റേ കമ്പനിയുടെ CEO എന്താ? എന്റെ ഫിയാൻസയാ. അപ്പൊ എനിക്കും ആ ഫിയാൻസയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അത് ഞാൻ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കണം, ബാക്കിയുള്ള മെമ്പേഴ്സിനെ അറിയിക്കണം. അത് എന്റെ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ് ആണ് സെക്ഷൻ 102 പ്രകാരം. അപ്പൊ അവിടെ എനിക്ക് മറ്റേ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ഒന്നുമില്ല, പക്ഷെ ഒരു താല്പര്യമുണ്ട്. എങ്ങനെ ഒരു താല്പര്യം സൃഷ്ടിച്ചു? എങ്ങനെ ഒരു താല്പര്യം വന്നു? ഒരു ചെറിയൊരു ബന്ധമുണ്ട്. അത് ലീഗലും ബ്ലഡ് റിലേഷനും ആയിട്ടില്ല. എന്റെ ഫിയാൻസയാണ്. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തിയാണ്. പക്ഷെ കല്യാണം കഴിക്കാൻ പോകുന്ന വ്യക്തി ആയതുകൊണ്ട് ചിലപ്പം ഞാൻ എന്താകാനുള്ള സാധ്യതയുണ്ട്, സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങളെയൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ആരെയും ചതിക്കുകയല്ല എന്ന് ഞാൻ തുടക്കത്തിലേ പറയുന്നത് കൊണ്ട്, ഡിസ്ക്ലോസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നാളെ നിങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിച്ചെന്നിരിക്കും, ഓഹോ മറ്റേ കമ്പനിയിൽ നിന്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണുണ്ടായിരുന്നല്ലേ CEO ആയിട്ട്, അതുകൊണ്ടാണല്ലേ നീ ആ കമ്പനിനെ ഫേവർ ചെയ്തത് എന്ന് നാളെ ആരും ചോദിക്കില്ല. കാര്യം എന്താ? ഞാൻ തുടക്കത്തിലേ അത് ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇവിടെ ഓർ അതർവൈസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോഴേ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം എന്നാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ഇന്റർപ്രിട്ടേഷനിലോട്ട് പോവുക. ഞാൻ പറഞ്ഞു മനസ്സിലായ കാര്യം? ലെജിസ്ലേച്ചറിന്റെ ഉദ്ദേശം എന്താ? കമ്പനിയുടെ KMPമാരും ഡയറക്ടേഴ്സും എന്ത് ചെയ്യണം? ആ കമ്പനിയുടെ മെമ്പേഴ്സിനെ എല്ലാം അറിയിക്കണം. അവർക്ക് വേറെ ഏതെങ്കിലും കമ്പനിയുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ, എന്നിട്ട് ആ കമ്പനിയുമായിട്ട് എന്തെങ്കിലും കോൺട്രാക്റ്റിൽ പോവുകയാണെങ്കിൽ നമ്മളുടെ കമ്പനി, അപ്പൊ അത് അറിയിക്കണം. അറിയിച്ചില്ലെങ്കിൽ നമ്മളെ കമ്പനിയിലെ മെമ്പേഴ്സ് എന്ത് പറഞ്ഞെന്നിരിക്കും? ഓഹോ നീ ആ കമ്പനിയുമായിട്ട് ചേർന്ന് നമ്മളെ കമ്പനിനെ ചതിക്കുകയായിരുന്നു അല്ലേ? അങ്ങനെ ഒരു ചോദ്യം വരാതിരിക്കാൻ ഫുൾ ഡിസ്ക്ലോഷർ നൽകിക്കൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ, പ്രവർത്തിക്കാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഈ അതർവൈസ് എന്നുള്ള വാക്ക് നിങ്ങൾ എങ്ങനെ വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ? വളരെ വൈഡ് ആയിട്ട് വേണം ഇന്റർപ്രറ്റ് ചെയ്യാൻ. എന്തെങ്കിലും ബന്ധം, അത് ഫിനാൻഷ്യൽ ബന്ധമാകാം, ഫിനാൻഷ്യൽ അല്ലാത്ത വേറെ എന്തെങ്കിലും ബന്ധമാകാം, ലീഗൽ ബന്ധമാകാം. അപ്പുറത്തിരിക്കുന്ന വേറൊരു ഡയറക്ടർ, അപ്പുറത്തെ കമ്പനി ഇരിക്കുന്ന വേറൊരു ഡയറക്ടർ എന്റെ അച്ഛനാണ്. ഞാൻ പറയണം നമ്മളുടെ ഈ കമ്പനിയിലെ മെമ്പേഴ്സിനടുത്ത്, എന്റെ അച്ഛനാണ് അപ്പുറത്തെ കമ്പനിയിൽ ഇരിക്കുന്ന ഡയറക്ടർ എന്ന് പറഞ്ഞ് ഞാൻ സ്വാധീനിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ് ഡിസ്ക്ലോഷർ കൊടുക്കണം. അപ്പൊ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല, നമ്മളെ കമ്പനിയുടെ മെമ്പേഴ്സിന് ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല. ഞാൻ കമ്പനിനെ ചതിക്കുകയാണെന്ന് ഒരിക്കലും മെമ്പേഴ്സ് പറയത്തില്ല. കാര്യം ഞാൻ എല്ലാം വെളിപ്പെടുത്തിയിട്ടാണ് ഞാൻ മുന്നിലോട്ട് പോയത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. വെൻ വി ടോക്ക് ഓഫ് ഡിസ്ക്ലോഷർ, ദ നേച്ചർ ഓഫ് കൺസേൺ, താല്പര്യം, ഇൻട്രസ്റ്റ്, അത് ഫിനാൻഷ്യൽ ആകാം, വേറെ ഏതെങ്കിലും താല്പര്യം ആകാം, ഓഫ് എ ഡയറക്ടർ ഓർ മാനേജർ ഓഫ് എ കമ്പനി ഇൻ ദ സബ്ജക്ട് മാറ്റർ ഓഫ് പ്രൊപ്പോസ്ഡ് മോഷൻ, എടുക്കാൻ പോകുന്ന തീരുമാനത്തിൽ, ആസ് റെഫേർഡ് ടു ഇൻ സെക്ഷൻ 102 ഓഫ് കമ്പനീസ് ആക്ട് 2013, we have to interpret in its broader sense of referring to any concern or interest containing any information and facts that may enable members to understand the meaning, scope, implications of the items of business and to take decisions thereon. What is required is a full and frank disclosure without reservation or suppression. As for instance, where a son or daughter or father or mother or brother or sister is concerned in any contract or matter,
the shareholders ought to be fairly informed of it and the material facts disclosed to them. Here, a restricted narrow interpretation would defeat the very purpose of the disclosure. അപ്പൊ നിങ്ങൾ എങ്ങനെ അത് കാണരുത്? റെസ്ട്രിക്ട് ചെയ്തിട്ടുള്ള ഒരു നാരോ ഇന്റർപ്രിട്ടേഷനിൽ അത് കാണരുത്. ഡിസ്ക്ലോസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻട്രസ്റ്റ് മാത്രം ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പോ നമ്മളെ കമ്പനി വേറൊരു കമ്പനിയുമായിട്ട് കോൺട്രാക്റ്റിൽ കയറാൻ പോയാൽ എന്നാൽ ആ വേറെ കമ്പനിയിലുള്ള ഏതെങ്കിലും ഷെയറോ ഡിബഞ്ചറോ വാങ്ങിച്ചിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം ഡിസ്ക്ലോഷർ കൊടുക്കുക. അങ്ങനെയല്ല, എന്തെങ്കിലും ബന്ധമാകാം, അത് ഫിനാൻഷ്യൽ ആകാം, വേറെ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമാകാം. അപ്പൊ നമ്മളുടെ കമ്പനിയിലെ ഡയറക്ടേഴ്സിന് മറ്റേ കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമാകാം, അത് ഫിനാൻഷ്യൽ ആകാം, എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമാകാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കമ്പനിയിലെ ഒരു ഡയറക്ടറിന്റെ റിലേറ്റീവ് അപ്പുറത്തെ കമ്പനിയിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഡയറക്റ്റ് ഫിനാൻഷ്യൽ ബന്ധമില്ല, പക്ഷെ ഇങ്ങനത്തെ ഒരു ബന്ധം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്ക്ലോസ് ചെയ്യണം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? പക്ഷെ ഇതിലോട്ടൊക്കെ എപ്പോഴാ പോകേണ്ടത്? ആംബിഗ്വിറ്റി വരുമ്പോ, വ്യക്തത കുറവ് വരുമ്പോ. കാര്യം വ്യക്തത കുറവ് വരുമ്പോഴേ ഏത് കൺസ്ട്രക്ഷനിലോട്ട് പോവാവൂ? റീസണബിൾ കൺസ്ട്രക്ഷൻ. അതുവരെ നിങ്ങൾ ഏത് കൺസ്ട്രക്ഷനിൽ തന്നെ ഇരിക്കണം? ലിറ്ററൽ കൺസ്ട്രക്ഷൻ. കാര്യം വാക്കുകൾ തന്നെ എന്താണ്? വ്യക്തത നൽകുന്നുണ്ട്. അപ്പൊ എന്ത് വേണ്ട നിങ്ങൾ തന്നെ വേറൊരു രീതിയിൽ അത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. വാക്കുകൾ തന്നെ വളരെ ധാരാളം അർത്ഥം കണ്ടുപിടിക്കാൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ വേറൊരു കാര്യം കൂടെ എഴുതാം. ലിറ്ററൽ കൺസ്ട്രക്ഷൻ ഒന്നും കൂടെ നടുക്കുന്ന എഴുതണേ. എന്നിട്ട് അതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്തേ. ഒരു വേർഡിന് രണ്ട് ടൈപ്പ് മീനിങ് ഉണ്ടാവും. ഒന്ന് ഓർഡിനറി മീനിങ്, മറ്റത് ടെക്നിക്കൽ മീനിങ്. ഗൈസ്, ഞാൻ പ്രാക്ടീസ് എന്നുള്ള ഒരു വാക്കിന്റെ ടെക്നിക്കൽ മീനിങ്ങും ഓർഡിനറി മീനിങ്ങും പറഞ്ഞു തന്നു. അതേപോലെ ക്വാളിഫിക്കേഷൻ എന്നുള്ളൊരു വാക്കിന്റെ ഓർഡിനറി മീനിങ് എന്താ? യോഗ്യത അല്ലേ? ക്വാളിഫിക്കേഷൻ എന്ന് യോഗ്യത. പക്ഷെ ടെക്നിക്കൽ മീനിങ് ഉണ്ട്. എസ്പെഷ്യലി ഓഡിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരുമ്പോ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബാഡ് റിമാർക്ക്, ഓഡിറ്റർ നൽകിയ ഒരു ബാഡ് റിമാർക്കിനെയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഏത് സാഹചര്യത്തിൽ മാത്രം? ആ ടെക്നിക്കൽ ആയിട്ടുള്ള സാഹചര്യത്തിൽ മാത്രം, റിലേറ്റഡ് ടു ഓഡിറ്റ്. അത് ആരാ നൽകുന്ന? ഓഡിറ്റർ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ലിറ്ററൽ കൺസ്ട്രക്ഷൻ എടുക്കുമ്പോൾ വാക്കുകൾക്ക് രണ്ട് അർത്ഥങ്ങൾ വരാം. ഒന്ന് അതിന്റെ ഓർഡിനറി മീനിങ്ങും വരാം, ഒന്ന് അതിന്റെ ടെക്നിക്കൽ മീനിങ് വരാം. നിങ്ങൾ സാഹചര്യം അനുസരിച്ച് അത് ഉപയോഗിക്കണം. ടെക്നിക്കൽ സാഹചര്യത്തിലാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ടെക്നിക്കൽ അർത്ഥമേ കൊടുക്കാവൂ. ഓർഡിനറി സാഹചര്യത്തിലാണ്, അതായത് ടെക്നിക്കൽ സാഹചര്യം അല്ല, അങ്ങനെയാണെങ്കിൽ അതിന്റെ ഓർഡിനറി അർത്ഥം മാത്രം കൊടുത്താൽ മതി. അത്രേ ഉള്ളൂ. മനസ്സിലായോ? The rule of literal interpretation can be read and understood under the following headings: natural and grammatical meaning. Statutes are to be first understood in their natural or ordinary or popular sense and must be construed according to their plain, literal, grammatical meaning. If there is inconsistency, എന്തോ പ്രശ്നം വരുന്നു, അങ്ങനെ നാച്ചുറൽ മീനിങ് കൊടുക്കുമ്പോൾ അതിന് എന്തോ പ്രശ്നം വരുന്നു, അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്നിക്കൽ മീനിങ് കൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു അർത്ഥം കൊടുക്കേണ്ടി വരും ആ വാക്കിന്. കാര്യം നിയമത്തിലോട് അത് യോജിക്കുന്നില്ല ആ വാക്കിന്റെ നോർമൽ മീനിങ്. യെസ്. If there is any inconsistency with any express intention or declared purpose of the statute, or it involves any absurdity, ഭയങ്കര വിചിത്രമായിട്ടുള്ള അർത്ഥം, repugnancy, inconsistent ആയിട്ടുള്ള അർത്ഥം, then the grammatical sense must be modified, extended or abridged only to avoid such inconvenience but no further. അപ്പൊ ഈ ഒരു അർത്ഥം, അതിന്റെ ഓർഡിനറി അർത്ഥം മാത്രം കൊടുക്കുകയാണെങ്കിൽ വിചിത്രമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ വരും. അങ്ങനെയാണെങ്കിൽ ആ ഓർഡിനറി അർത്ഥം കൊടുക്കാതെ വേറെ അർത്ഥം കൊടുക്കാം. യെസ്. തൊട്ട് താഴെ ടെക്നിക്കൽ വേർഡ്സ് ആർ ടു ബി അണ്ടർസ്റ്റുഡ് ഇൻ ടെക്നിക്കൽ സെൻസ്. അപ്പൊ രണ്ട് വാക്കുകളുണ്ട്. ഒരു വാക്കിനെ രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം. രണ്ട് വാക്കുകളല്ല, ഒരു വാക്കിനെ രണ്ട് രീതി വ്യാഖ്യാനിക്കാം. ഒന്നെങ്കിൽ അതിന്റെ നാച്ചുറൽ ഗ്രാമാറ്റിക്കൽ മീനിങ്ങിൽ, ഓർഡിനറി മീനിങ്ങിൽ, അല്ലെങ്കിൽ അതിന്റെ ടെക്നിക്കൽ മീനിങ്ങിൽ. ടെക്നിക്കൽ മീനിങ് എപ്പോൾ ഉപയോഗിക്കും? This point of literal construction is that technical words are to be understood in the technical sense only. അതെപ്പോഴാ? ആ ടെക്നിക്കൽ രീതിയിലാണ് അവർ ഉദ്ദേശിച്ചത് ലെജിസ്ലേച്ചർ. ഫോർ എക്സാമ്പിൾ, in construing the word practice in the Supreme Court's Advocates Act 1951, it was observed that practice of law generally involves the exercise of both the functions of acting and pleading on behalf of a litigant party. Litigant എന്ന് പറഞ്ഞാൽ, litigation എന്ന് പറഞ്ഞാൽ കേസ്. അപ്പോ ഒരു കേസിൽപ്പെട്ട പാർട്ടികൾക്ക് വേണ്ടിയിട്ട് കോടതിയിൽ പല കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തിയാണ് ഒരു അഡ്വക്കേറ്റ്. അയാൾ അങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്, അയാളുടെ പ്രൊഫഷൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? Then legislature confers upon an advocate the right to practice in a court.
ഒരു കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ അവകാശമുണ്ട്. എന്നാൽ എന്ത് ചെയ്യാം? ആ പാർട്ടിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാവോ കോടതിയുടെ മുന്നിൽ വന്ന് അപേക്ഷിക്കാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാം. കാര്യം അതാണ് അദ്ദേഹത്തിന്റെ പ്രാക്ടീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇറ്റ് ഈസ് ലെജിറ്റിമേറ്റ് ടു അണ്ടർസ്റ്റാൻഡ്. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ, ലീഗലി പ്രോപ്പർ. ലെജിറ്റിമേറ്റ് എന്ന് പറഞ്ഞാൽ ലീഗലി പ്രോപ്പർ. ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് എക്സ്പ്രഷൻ ആസ് ഓതറൈസിംഗ് ഹിം ടു അപ്പിയർ ആൻഡ് പ്ലീഡ് ആസ് വെൽ ആസ് ടു ആക്ട് ഓൺ ബിഹാഫ് ഓഫ് സൂട്ടേഴ്സ് ഇൻ ദാറ്റ് കോർട്ട്. എന്നുവെച്ചാൽ കേസ് കൊടുത്ത ആൾക്ക് വേണ്ടിയിട്ട് ഹാജരാവാനും ആൾക്ക് വേണ്ടിയിട്ട് പല ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യാനും ആൾക്ക് വേണ്ടിയിട്ട് കോടതിയുടെ മുന്നിൽ പ്ലീഡ് ചെയ്യാനും. പ്ലീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾ പറഞ്ഞ് കോടതിയെ ബോധിപ്പിക്കാനും ഈ അഡ്വക്കേറ്റിന് അവകാശമുണ്ട്. കാര്യം പ്രാക്ടീസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം അതായിരിക്കും. കാര്യം അത് ടെക്നിക്കൽ വേർഡ് ആണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. എന്നാലേ ഒരു നിയമത്തിലെ ഒരു സെയിൽസ് ടാക്സിന്റെ നിയമം, അതായത് GST, VAT അതുപോലത്തെ ഉള്ളൊരു നിയമം, അവിടെ ബീറ്റൽ ലീവ്സ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെ ടാക്സ് ചെയ്യുന്ന ഒരു കാര്യം പറ്റി പറയുന്നുണ്ട്. ഈ ബീറ്റൽ ലീവ്സ് എന്ന് പറഞ്ഞാലേ നമ്മളെ മുറുക്കാനില്ലേ, മുറുക്കാൻ, പാൻ എന്ന് പറയും നോർത്ത് ഇന്ത്യയില്. മുറുക്കാനില്ലേ, ആ മുറുക്കാൻ നമ്മള് മടക്കി വെക്കുന്ന ഒരു ഇലയില്ലേ, യെസ്, ആ പാനിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലയില്ലേ, ആ ഇലേനെയാണ് ഇവിടെ ബീറ്റൽ ലീവ്സ് എന്ന് ഉദ്ദേശിച്ചത്. ഞാൻ കാണിച്ചു ഇഷ്ടോ, ഇവിടെ ബീറ്റൽ ലീവ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിന്റെ ബൊട്ടാനിക്കൽ അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന സ്പീഷീസിലുള്ള പ്ലാന്റ് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല അവർ ഉദ്ദേശിച്ചത്. അവര് ഓർഡിനറി അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഏതാ? പാനിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ ഇല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോ പാന്റെ ഇല വിൽക്കുന്ന എല്ലാ സ്ഥാപനങ്ങളും എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ഇത് എന്ത് അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. ഇത് മറ്റേ ബൊട്ടാനിക്കൽ അർത്ഥത്തിലല്ല ഉദ്ദേശിക്കുന്നത്. ബൊട്ടാനിക്കൽ അർത്ഥത്തിലോട്ട് പോകണമെങ്കിൽ അത് ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ട് ആയിരിക്കണം. ആ ഒരു പർട്ടിക്കുലർ ചെടിയുടെ ഗുണങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം. അങ്ങനെയൊന്നുമല്ല. ആ ഒരു ചെടിയുടെ അതിന്റെ ലീവ്സ് ഉപയോഗിച്ച് നിങ്ങൾ പാൻ വേണ്ടി ഉണ്ടാക്കത്തില്ലേ, അപ്പൊ ബേസിക്കലി പാൻ റിലേറ്റഡ് ആയിട്ടുള്ള ലീവ്സ് ആകുന്ന ബീറ്റൽ ലീവ്സ് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. ഇൻ എ ക്വസ്റ്റ്യൻ ബിഫോർ ദ കോർട്ട് whether the sale of betel leaves was subject to sales tax, the Supreme Court held that betel leaves could not be given the dictionary, technical or botanical meaning when the ordinary and natural meaning is clear and unambiguous. എന്ന് വെച്ചാൽ എന്താ, ഇവിടെ അവർ ഉദ്ദേശിച്ചത് എന്തർത്ഥത്തില? പാൻ പൊതിയുന്ന അല്ലെ മുറുക്കാൻ പൊതിയുന്ന ആ ഇല എന്നുള്ള അർത്ഥത്തില, അല്ലാതെ എന്തല്ല അതിന്റെ ബൊട്ടാനിക്കൽ അർത്ഥത്തിലല്ല. യെസ്, being the word of everyday use, it must be understood in its popular sense by which people are conversant with it as also the meaning which the statute dealing with the matter would attribute to it. ഇവിടെ ആ നിയമം ഉദ്ദേശിക്കുന്ന ആ ഒരു അർത്ഥത്തില, പാൻ പൊതിയാൻ ഉപയോഗിക്കുന്ന ഇല എന്നുള്ള അർത്ഥത്തില, അല്ലാതെ അതിന്റെ ബൊട്ടാനിക്കൽ അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. അവര് ബീറ്റൽ ലീവ്സ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഉദ്ദേശിച്ചത് എന്താ? പാൻ പൊതിയാൻ ഉപയോഗിക്കുന്ന ആ ഇല. ഞാൻ പറഞ്ഞു കിട്ടിയ? യെസ്, എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? ചോദ്യം ഇതാണ്, എല്ലാവർക്കും റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ മനസ്സിലായോ? വളരെ സിമ്പിൾ ആണ്. വാക്കുകളുടെ അർത്ഥം വളരെ വ്യക്തമാണ്, എന്നാൽ ആ അർത്ഥം മാത്രമേ കൊടുക്കാവൂ. അത്രേ ഉള്ളൂ. വാക്കുകൾ തന്നെ ധാരാളം. എന്താ ഉദ്ദേശിച്ചത്? എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്നാൽ ആ അർത്ഥവും ആ എക്സ്പ്ലനേഷൻ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ. നിങ്ങൾ എന്ത് ചെയ്യരുത്? അനാവശ്യമായിട്ടുള്ള വ്യാഖ്യാനത്തിലോട്ട് പോകരുത്. കാര്യം വാക്കുകൾ തന്നെ ധാരാളം. അത്രേ ഉള്ളൂ. പിന്നെ ഒരു വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഏതൊക്കെ അർത്ഥം? ഒന്ന് അതിന്റെ ഓർഡിനറി അർത്ഥം, മറ്റതോ അതിന്റെ ടെക്നിക്കൽ അർത്ഥം. ചോദ്യതാണ് ഏത് അർത്ഥം നിങ്ങൾ ഉപയോഗിച്ചു, ഏത് സെൻസിലാണോ അവിടെ ഉദ്ദേശിക്കുന്നത് ആ അർത്ഥം നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ടെക്നിക്കൽ സെൻസിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നെങ്കിൽ ടെക്നിക്കൽ സെൻസിൽ, ഓർഡിനറി സെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഓർഡിനറി സെൻസിൽ. എല്ലാവർക്കും മനസ്സിലായോ റൂൾ ഓഫ് ലിറ്ററൽ കൺസ്ട്രക്ഷൻ? ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തൊക്കെ കോട്ട് ചെയ്യണോ എന്നുള്ളത് ഞാൻ അയച്ചുതരാം കേട്ടോ. യെസ്, ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ ഷോർട്ട് നോട്ട്സിനകത്തുള്ള മേജർ ആയിട്ടുള്ള പോർഷൻസ് ഞാൻ എഴുതി ആ ഷോർട്ട് നോട്ട്സിനകത്ത് തരാം. നിങ്ങൾ അത് പഠിച്ചാൽ മതി. ഇതിനകത്ത് ഇപ്പൊ കുറെ കാര്യങ്ങൾ പറയുന്നു, ഞാൻ തരാം, പിടിക്കണ്ട കേട്ടോ. യെസ്, ഓക്കെ. അടുത്ത റൂൾ എഴുതിക്കോ, റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ. റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ. ഇത് ഒരു രീതി പറഞ്ഞാലേ എന്തിന്റെ ഓപ്പോസിറ്റ് ആണെന്ന് അറിയാം? ലിറ്ററൽ കൺസ്ട്രക്ഷന്റെ ഓപ്പോസിറ്റാ. ലിറ്ററൽ കൺസ്ട്രക്ഷനിൽ എന്താ പറയുന്നത്? വാക്കുകളിൽ മാത്രം നിങ്ങൾ ചുരുക്കണം അതിന്റെ വ്യാഖ്യാനം. എന്നാൽ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ. വാക്കുകൾ കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും വ്യാഖ്യാനം മുന്നിലോട്ട് കൊണ്ടുപോകണോ? ദാറ്റ് ഇസ് യു വിൽ ഹാവ് ടു ട്രാവൽ
ബിയോണ്ട് ദ വേർഡ്സ്. കാര്യം വാക്കുകൾ പോരാതെ ഉള്ള ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. അപ്പൊ നിങ്ങൾ എന്തിലോട്ട് പോണം? വാക്കുകൾ മറന്ന്, അല്ലെങ്കിൽ വാക്കുകൾ മറക്കണ്ട, വാക്കുകളുടെ അപ്പുറം വ്യാഖ്യാനത്തിലോട്ട് പോകേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഞാൻ നൽകിയ എക്സാമ്പിൾ എന്തായിരുന്നു? നമ്മളുടെ മോട്ടോർ വെഹിക്കിൾസ് ആക്ടില് കാളവണ്ടി ഒരു മോട്ടോർ വെഹിക്കിൾ ആണോ അല്ലയോ? അതാ വാക്കുകളിൽ ഏതാ മോട്ടോർ വെഹിക്കിൾ എന്നുള്ള വാക്കിന്റെ ഡെഫിനിഷനിൽ വ്യക്തതയില്ല. അപ്പൊ കോടതി എന്ത് ചെയ്തു? ഇത് ഒരു മോട്ടോർ വെഹിക്കിൾ ആണെന്നുള്ള ഒരു വ്യാഖ്യാനത്തിൽ എത്തി. എന്തുകൊണ്ടാ? ആ നിയമം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? റോഡുകളിൽ നടക്കുന്ന ആക്സിഡൻസ് കുറയ്ക്കാനാണ്. അപ്പൊ കാളവണ്ടിയും റോഡിൽ കൂടെ ഓടുന്നത് കൊണ്ട് അതിനെയും ഇതിലോട്ട് കൊണ്ടുവന്നാലേ അത് മുഖാന്തരം ഉണ്ടാവുന്ന ആക്സിഡൻസ് കുറയ്ക്കാൻ പറ്റൂ, അല്ലേ? ഞാൻ പറഞ്ഞ പിടികിട്ടിയ? യെസ്. അപ്പൊ അവിടെ കോടതി എന്ത് ചെയ്തു? വാക്കുകൾ മാത്രം ചുരുക്കിയില്ല അവരുടെ ഇന്റർപ്രിട്ടേഷൻ. അവർ വാക്കുകളിൽ നിന്ന് വെളിയിൽ പോയിട്ട് ലെജിസ്ലേച്ചർ എന്താണോ ഉദ്ദേശിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ നോക്കി. വാക്കുകളിൽ മാത്രം ചുരുക്കിയില്ല. അപ്പൊ ലെജിസ്ലേച്ചറിന്റെ ഇന്റൻഷൻ എന്താണെന്ന് വാക്കുകളിൽ മാത്രം വ്യാഖ്യാനിക്കാൻ നോക്കാതെ പുറത്തു പോകാൻ നോക്കി. വാക്കുകളിൽ നിന്ന് പുറത്തു പോകാൻ നോക്കി. എന്നിട്ട് ആ വാക്കിനകത്ത് സാധാരണ രീതിയിൽ വരാത്തൊരു അർത്ഥവും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തു. എന്ത് പർപ്പസിന് വേണ്ടിയിട്ട്? ആ ലെജിസ്ലേച്ചർ ഉദ്ദേശിക്കുന്ന നിയമത്തിന്റെ പർപ്പസ് അച്ചീവ് ചെയ്യാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് റൂളാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ ലിറ്ററൽ കൺസ്ട്രക്ഷൻ അല്ല. കാര്യം വാക്കുകളിൽ മാത്രം ചുരുങ്ങിയില്ല, റീസണബിൾ കൺസ്ട്രക്ഷൻ ആണ് ഉപയോഗിച്ചത്. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? ബിക്കോസ് ഹിയർ ദ കോർട്ട് വിൽ ട്രാവൽ ബിയോണ്ട് ദ വേർഡ്സ്. വാക്കുകൾക്ക് അതീതമായി വെളിയിൽ പോകും, എന്നിട്ട് അർത്ഥം കൊണ്ടുവരാൻ നോക്കും. മനസ്സിലായോ? എല്ലാവർക്കും പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? According to this rule, the words of a statute must be construed ut res magnus valium quam periet, meaning thereby that words of a statute must be construed so as to lead to a sensible meaning. അതായത് വാക്കുകളിൽ മാത്രം ചുരുങ്ങരുതെന്ന്. Generally, the words or phrases of a statute are to be given their ordinary meaning. First rule pragaram, it is only when the words of an enactment are capable of two constructions that is there is a scope for interpretation or construction. Then the interpretation which furthers the object, എന്നുവെച്ചാൽ ഒബ്ജക്റ്റ് കിട്ടുന്ന രീതിയിൽ. ടു ഫർദർ മീൻസ് വാട്ട്? ഫർദർ എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന രൂപം, കിട്ടുന്ന രീതിയിൽ. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ദേശം. ലെജിസ്ലേച്ചർ ഉദ്ദേശ കാര്യം കിട്ടുന്ന രീതിയിൽ ആ വാക്കുകളുടെ ഒരു രീതി പറഞ്ഞാൽ വളച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും. Can be preferred to which is likely to defeat or impair the policy or object. അതായത് ലെജിസ്ലേച്ചറിന്റെ ഉദ്ദേശം കിട്ടാത്ത ഒരു ഇന്റർപ്രിട്ടേഷനിലോട്ട് പോകരുത്, കിട്ടുന്ന ഒരു ഇന്റർപ്രിട്ടേഷനിലോട്ട് പോകാം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഏതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്താലേ ആക്സിഡൻസ് കുറയത്തുള്ളൂ. മോട്ടോർ വെഹിക്കിളിന്റെ ഡെഫിനിഷനിൽ കാളവണ്ടീനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോഴാണ് റോഡുകളിൽ നടക്കുന്ന ആക്സിഡൻസ് മാക്സിമം കുറയ്ക്കാൻ പറ്റൂ. അതുകൊണ്ട് ഏത് വ്യാഖ്യാനത്തിലോട്ട് പോയി? കാളവണ്ടിയും ഒരു എന്താണെന്നുള്ള വ്യാഖ്യാനത്തിലോട്ട്, മോട്ടോർ വെഹിക്കിൾ ആണെന്നുള്ള ഒരു വ്യാഖ്യാനത്തിലോട്ട് പോയി. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്താണ് ചെയ്തത്? വാക്കുകളിൽ മാത്രം ചുരുക്കാതെ വാക്കുകളുടെ പുറത്ത് പോയിട്ട് ഉദ്ദേശം കിട്ടുന്ന രീതിയിൽ ആ വാക്കുകളെ ഒന്ന് വളച്ച് വ്യാഖ്യാനിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇത് എന്തിന്റെ ഓപ്പോസിറ്റാ? ലിറ്ററൽ കൺസ്ട്രക്ഷന്റെ ഓപ്പോസിറ്റാ. മനസ്സിലായോ? പക്ഷെ വാക്കുകൾക്ക് വ്യക്തതയുണ്ട്, ഒരു സംശയമില്ല. എടുത്തു പറയുക, മോട്ടോർ വെഹിക്കിൾസ് ആക്ടിനകത്ത് മോട്ടോർ വെഹിക്കിൾസ് ഡെഫിനിഷനിൽ എടുത്തു പറയാം, ദിസ് definition does not include any vehicle run using animals എന്ന് വ്യക്തമായിട്ട് പറയുക. എന്നാൽ കോടതി എന്ത് ചെയ്യരുത്? കാളവണ്ടീനെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യരുത്. കാര്യം വ്യക്തതയോടെ പറയുന്നുണ്ട്, മൃഗങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന വാഹനങ്ങൾ ഇതിനകത്ത് വരില്ല. അങ്ങനെയാണെങ്കിൽ അത് വരില്ല. പക്ഷെ അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ വ്യാഖ്യാനിക്കേണ്ട ഒരു ആവശ്യം വരും, അത് വരുവോ ഇല്ലയോ എന്ന്. അപ്പൊ ആക്സിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ദേശമാണ്. അപ്പൊ അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും എന്ന് കോടതി ഒരു നിഗമനത്തിലെത്തും. അതാണ് റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് വായിച്ചു കേട്ടോ. Similarly, when the grammatical interpretation leads to a manifest absurdity എന്ന് പറഞ്ഞാൽ എന്താ? വിചിത്രമായിട്ട്. Then the courts, വിചിത്രമായിട്ടുള്ള അർത്ഥം വരും വാക്കുകളിൽ മാത്രം ചുരുക്കുകയാണെങ്കിൽ. അപ്പൊ ആ വിചിത്രത മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കോടതികൾ വാക്കുകളിൽ നിന്ന് പുറത്തോട്ട് പോകും. Then the court shall interpret the statute so as to resolve എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ, ശരിയാക്കാൻ, the inconsistency and make the enactment a consistent whole. This principle is based on the rule that
words of a statute must be construed reasonably so as to give effect to the enactment rather than reduce it to a futility. Futile എന്ന് പറഞ്ഞാൽ എന്താ? ശൂന്യത, അല്ലെങ്കിൽ ഒരു പരിഹാരമില്ലാത്തത് എന്നുള്ളൊരു അർത്ഥമാണ് ഫ്യൂട്ടിലിറ്റി. അപ്പോ മോട്ടോർ വെഹിക്കിൾസ് ആക്ടിനകത്ത് കാളവണ്ടീനെയും കൂടെ കൊണ്ടുവന്നില്ലെങ്കിൽ ആ ആക്ട് എന്താവും? ഇൻഎഫക്റ്റീവ് ആകും. എന്ത് കുറയ്ക്കാൻ? ആക്സിഡൻസ് കുറയ്ക്കാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദിസ് പ്രിൻസിപ്പിൾ ഇസ് കണ്ടെയ്ൻഡ് ഇൻ ദ ലാറ്റിൻ മാക്സിം ഇന്റർപ്രറ്റേറ്റോ പെൻഡ എസ്റ്റ് ഉസ് റെസ് മാഗ്നസ് വാല്യൂം ക്വാം പെരിയേറ്റ്. യെസ്, കുറച്ച് ലാറ്റിനൊക്കെയാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്താണ് ഇതിനകത്തൂടെ മനസ്സിലാക്കാനുള്ളത്? വാക്കുകൾ ഉദ്ദേശം കിട്ടുന്നില്ലെങ്കിൽ ഉദ്ദേശം കിട്ടുന്ന രീതിയിൽ വാക്കുകളിനകത്ത് എക്സ്ട്രാ കാര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അതാണ് റീസണബിൾ കൺസ്ട്രക്ഷൻ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വാക്കുകൾക്ക് വ്യക്തത കുറവുണ്ടെങ്കിൽ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ട് ആ വാക്കുകളിനകത്ത് കുറച്ച് വ്യാഖ്യാനങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. മനസ്സിലായോ? യെസ്, ഈ റൂൾ ഒന്ന് എഴുതിക്കേ ഗൈസ്. ഇന്റർപ്രറ്റയോ ടെൻഡ എസ് റെസ് മാഗ്നസ് വാല്യൂം ക്വാം പെരിയേറ്റ് എന്ന് പറഞ്ഞു എഴുതിയേ. പെരിയേറ്റ്, അങ്ങനെയാണെന്ന് തോന്നുന്നു എന്റെ പ്രൊണൗൺസിയേഷൻ. ഞാൻ കുറച്ച് ലാറ്റിൻ പഠിച്ചിരുന്നു കൊച്ചുനാളില്. ചുമ്മാ പറഞ്ഞ ഞാൻ കുറച്ച് ഫ്രഞ്ച് പഠിച്ചിരുന്നു. ചുമ്മാ പറഞ്ഞ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. യെസ്, മാക്സിം എന്ന് പറഞ്ഞാൽ റൂൾ എന്നുള്ള ഒരർത്ഥമാണ്. ലാറ്റിൻ റൂൾ എന്നുള്ള ഒരർത്ഥമാണ് മാക്സിം. നിങ്ങൾ ഓൾറെഡി കുറച്ച് ലാറ്റിൻ മാക്സിംസ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാ? ക്വിഡ് പ്രോ കോ, നെമോ ദാറ്റ് ക്വാ നോൺ ഹാബിറ്റ്, പിന്നേതാ, അങ്ങനത്തെ കുറച്ച് റൂൾസ് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്യാവിയേറ്റ് ടെംപ്റ്റർ, യെസ്, അതുപോലത്തെ റൂൾസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലത്തെ ഒരെണ്ണമാണ്. Thus, when grammatical interpretation leads to certain absurdity, it is permissible, അത് അനുവദിക്കുന്നു എന്ത്? To depart therefrom. ഡിപ്പാർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അതിൽ നിന്ന് മാറി ചിന്തിക്കാന്ന്, ആ വാക്കിൽ നിന്ന് മാറി ചിന്തിക്കാന്ന്. And to interpret the provision of the statutes in a manner so as to avoid that absurdity. This departure from grammatical construction is permissible only to the extent it avoids such absurdity and no further. നിങ്ങൾ എന്തുകൊണ്ടാണ് വാക്കുകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്? കാര്യം ആ വാക്കുകൾ എന്തല്ല, ആ വാക്കുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല വ്യക്തതയോടെ, അല്ലെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ വാക്കുകളിൽ നിന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഈ റൂളിനെ ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്ന് വിളിക്കുന്നത്. കാര്യം ചില സമയത്ത് വാക്കുകളിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാര്യം ആ വാക്കുകൾ എന്ത് കിട്ടുന്നില്ല, ഉദ്ദേശം കിട്ടുന്നില്ല, അല്ലെ വാക്കുകളിൽ പ്രത്യേകിച്ച് അർത്ഥം വരുന്നില്ല. അങ്ങനെ ഈ വാക്കുകളിൽ നിന്ന് ട്രാവൽ ചെയ്യേണ്ടി വരും ബിയോണ്ട് ദ വേർഡ്. ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. അപ്പൊ ഏതാണ് ഗോൾഡൻ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ? റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ ആണ് ഗോൾഡൻ റൂൾ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? Thus, if the court finds that giving a plain meaning to the words will not be a fair or reasonable construction, it becomes the duty of the court to depart from the dictionary meaning, adopt the construction which will advance the remedy and suppress the mischief. ഇത് ബേസിക്കലി ഏത് റൂളിനെ പറ്റി പറയാണെന്ന് അറിയാം? മിസ്ചിഫ് റൂളിനെ പറ്റിയാ പറയുന്നത്. അപ്പം ഒരു രീതി പറഞ്ഞാൽ പല റൂൾസും തമ്മിൽ എന്തുണ്ട്? ഒരു ബന്ധമുണ്ട് പല റൂൾസും തമ്മിൽ. യെസ്, പക്ഷെ അതിൻ്റെതായ വ്യത്യസ്തമായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്, ബന്ധവും വരുന്നു. അതിലൊരു ബന്ധമാണിത്. എന്താണ് ബന്ധം? ആ ഒരു ബുദ്ധിമുട്ട് എന്താണോ ആ ബുദ്ധിമുട്ട് ഇല്ലാതാക്കാനാണ് നിയമം കൊണ്ടുവന്നത്. അപ്പൊ നിയമത്തിന്റെ വാക്കുകൾ കൊണ്ട് ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? ആ വാക്കുകളിൽ നിന്ന് മാറി ചിന്തിച്ച് ആ ബുദ്ധിമുട്ടുകൾ എങ്ങനെ ഇല്ലാതാക്കും എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നേ പറ്റൂ വ്യാഖ്യാനം. കാര്യം ആ നിയമം കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം തന്നെ ആ ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാൻ, ആ മിസ്ചിഫ് ഇല്ലാതാക്കാൻ, ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ. അങ്ങനെയാണെങ്കിൽ ആ വാക്കുകൾ കൊണ്ട് ആ പ്രശ്നം ഇല്ലാതാവുന്നില്ലെങ്കിൽ ആ വാക്കുകളിൽ നിന്ന് മാറി ചിന്തിച്ച് വ്യാഖ്യാനിച്ച് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കിയേ പറ്റൂ. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? അടുത്തത് റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. അടുത്ത ഹെഡിങ്ങിലേക്ക് റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. റൂൾ ഓഫ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. ഗൈസ്, ഈ ഹാർമണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഒരു യോജിപ്പ്, അത് യോജിച്ചു പോകുന്നു എന്നുള്ളൊരു അർത്ഥമല്ലേ ഹാർമണി എന്നുള്ള വാക്കിന്റെ അർത്ഥം? നമ്മൾ ഈ പാട്ടൊക്കെ പാടുമ്പോഴേ എല്ലാ നോട്ട്സും ഒരു ഹാർമണിയിലായിരിക്കണമെന്ന് പറയത്തില്ലേ? ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഒരു രീതി വായിക്കുന്നു, ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വേറെ രീതി വായിക്കുന്നു. ഇത് തമ്മിൽ എന്താ? താളമില്ല. താളമില്ലെങ്കിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നും അല്ലേ? അപ്പൊ ഹാർമണി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യോജിപ്പ്.
ഒരു യൂണിറ്റി. അതിനെയാണ് ഹാർമണി എന്ന് പറയുന്നത്. കമ്പനീസ് ആക്ടിലെ എത്ര സെക്ഷൻസ് ഉണ്ട്? 470 സെക്ഷൻസ് ഉണ്ട്. ഉണ്ടോ? അല്ലേ? ഈ സെക്ഷൻസുകളിൽ തമ്മിൽ തന്നെ എന്ത് വേണം? ഒരു യൂണിറ്റി വേണം. അതായത് ഫോർ എക്സാമ്പിൾ സെക്ഷൻ 19ലും സെക്ഷൻ 56ലും രണ്ട് വ്യത്യസ്ത കാര്യങ്ങളായിരിക്കും പറയുന്നത്. പക്ഷേ ഈ രണ്ടും എന്ത് വേണം? അത് ഹാർമണി വേണം ഇവർ രണ്ടുപേരും തമ്മിൽ. അതായത് ഇവിടെ പറയുന്നതിന്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് പ്രശ്നമുണ്ട്? ഒരു ആക്ടിൽ തന്നെ രണ്ട് വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. അപ്പോ സെക്ഷൻ 19 പാലിച്ചാൽ സെക്ഷൻ 56 ലംഘിക്കപ്പെടും. സെക്ഷൻ 56 പാലിച്ചാൽ സെക്ഷൻ 19 ലംഘിക്കപ്പെടും. അപ്പൊ ഒരു ബുദ്ധിമുട്ട് വരും. കാര്യം എന്താ? ഇവർ തമ്മിൽ ഒരു യോജിപ്പില്ല. അപ്പൊ എന്ത് ചെയ്യാൻ നോക്കണം നിങ്ങൾ? മാക്സിമം ഒരു ആക്ടിൽ തന്നെയുള്ള എല്ലാ സെക്ഷൻസും ഒരേ ഉദ്ദേശം കിട്ടുന്ന രീതിയിൽ വേണം വ്യാഖ്യാനിക്കാൻ. അല്ലാതെ എന്ത് ചെയ്യരുത്? ഒരെണ്ണം മാത്രം പാലിച്ച് ബാക്കിയെല്ലാം ലംഘിക്കുക, അല്ലെങ്കിൽ ബാക്കിയെല്ലാം പാലിച്ച് ഏതെങ്കിലും ഒരെണ്ണം ലംഘിക്കുക. അങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എല്ലാം പാലിക്കണം, എല്ലാം യോജിച്ച് വായിക്കണം, എല്ലാം ആ അർത്ഥം കിട്ടണം. ഏതാ ആക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്ന അർത്ഥം എന്നുള്ള രീതിയിൽ വേണം വ്യാഖ്യാനം കൊണ്ടുപോകാൻ. ഫോർ എക്സാമ്പിൾ, ഞാനേ സെക്ഷൻ 96 നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. ഏതായിരുന്നത്? ഏജ്യത്തിന്റെ സെക്ഷനാ. ഓർക്കുന്നുണ്ടോ? യെസ്, ഏജ്യത്തിന്റെ സെക്ഷൻ. അവിടെ എന്താ പറയുന്നത് ഗൈസ്? സബ്സീക്വന്റ് ഏജ്യം ആണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിൽ നടത്തണം? വിത്തിൻ 6 months. ഓർക്കുന്നുണ്ടോ? വിത്തിൻ 6 months ഫ്രം ദി എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഓർക്കുന്നുണ്ടോ? പക്ഷെ അതേ സെക്ഷനിൽ വേറൊരു റൂള് പറയുന്നുണ്ട്. തൊട്ട് മുമ്പ് നടന്ന ഏജ്യമും ഇനി നടക്കാൻ പോകുന്ന ഏജ്യമും തമ്മിലുള്ള ഗ്യാപ്പ് 15 മാസത്തിന്റെ മുകളിൽ പോകരുതെന്ന്. അല്ലേ? എന്നും പറയുന്നുണ്ട്. അല്ലേ? അങ്ങനെയാണെങ്കിലേ നിങ്ങൾ ഫിക്സ് ചെയ്യാൻ പോകുന്ന ഏജ്യത്തിന്റെ ഡേറ്റ് ഇത് രണ്ടും പാലിക്കണം. അതായത് അത് 6 മാസത്തിനുള്ളിലുള്ള ഒരു ഡേറ്റും ആയിരിക്കണം, എന്നാൽ 15 മാസത്തിന്റെ മുകളിൽ ഗ്യാപ്പ് വരുന്ന രീതിയിലും വരരുത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഏജ്യത്തിന്റെ ഡേറ്റ് വേണമെങ്കിൽ ഏത് ഡേറ്റ് വരെ ഫിക്സ് ചെയ്യാം? സെപ്റ്റംബർ 30th ലാസ്റ്റ് ഡേറ്റ് വരെ വേണമെങ്കിലും ഫിക്സ് ചെയ്യാം. പക്ഷെ ഒരു പ്രശ്നം, ഓഗസ്റ്റ് 30th ആണ് 15 months ഇടിച്ചു നിൽക്കുന്നത്. അപ്പൊ ഓഗസ്റ്റ് 30th കഴിഞ്ഞു കഴിഞ്ഞാൽ 15 monthsന്റെ മേളിൽ പോകും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന ഏജ്യത്തിന്റെ ഡേറ്റ് ഏതായിരിക്കണം? ഓഗസ്റ്റ് 30th ആയിരിക്കണം. ഓഗസ്റ്റ് 30th എന്ന് പറഞ്ഞാൽ 6 മാസത്തിനുള്ളിലും 15 മാസത്തിന്റെ ഗ്യാപ്പിന്റെ മുകളിൽ പോകുന്ന രീതിയിലും അല്ലാത്തൊരു ഡേറ്റ് ആവും. അപ്പോൾ ഓഗസ്റ്റ് 30th ആയിരിക്കും നിങ്ങൾ എന്തായിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്? ലാസ്റ്റ് ഡേറ്റ് ടു കണ്ടക്ട് ഏജ്യമായിട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇന്റർപ്രിട്ടേഷനിൽ നിങ്ങൾ വന്നത്? കാര്യം സെക്ഷൻ 96 പറയുന്ന പല കാര്യങ്ങളെയും നിങ്ങൾ എന്ത് ചെയ്തു? ഒരുമിച്ച് കൊണ്ടുപോയി പാലിക്കാനുള്ള ഒരു രീതിയിൽ ഡേറ്റ് കണ്ടുപിടിച്ചു. ഇതിനെയാണ് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു പിടിയോ? ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ആക്ടിലെ വിവിധ സെക്ഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ സെക്ഷൻസും പാലിക്കണം. എല്ലാ സെക്ഷൻസും കൂടെ യോജിച്ച് കൊണ്ടുപോകാൻ നോക്കണം. എല്ലാ സെക്ഷൻസും കൂടെ യോജിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് അർത്ഥം കിട്ടും? ആ അർത്ഥത്തിലോട്ട് നിങ്ങൾ പോകണം. അല്ലാതെ ഒരു സെക്ഷൻ വായിക്കുമ്പോൾ ആ സെക്ഷൻ മാത്രം പാലിച്ചാൽ മതി, മറ്റത് പാലിക്കേണ്ട, അങ്ങനെ ചിന്തിക്കരുത്. കാര്യം എല്ലാം ഒരു അമ്മയുടെ തന്നെ മക്കളാണ്. കമ്പനീസ് ആക്ടിന്റെ തന്നെ 470 മക്കളാണ്. എല്ലാ മക്കളെയും ഒരേപോലെ കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എല്ലാവർക്കും ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ മനസ്സിലായോ? എല്ലാവർക്കും ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ മനസ്സിലായോ? യെസ്, എല്ലാവർക്കും ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ മനസ്സിലായോ? പറയൂ. മനസ്സിലായെങ്കിൽ യെസ് എന്ന് പറയൂ. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ മനസ്സിലായോ? ഞാൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം പറയാം ഗൈസ്. സെക്ഷൻ 5 ഒരു കാര്യം പറയുന്നു, സെക്ഷൻ 50 വേറൊരു കാര്യം പറയുന്നു എന്ന് വിചാരിച്ചു. സെക്ഷൻ 5 പാലിച്ചാലേ സെക്ഷൻ 50 ലംഘിക്കപ്പെടും. പറഞ്ഞ മനസ്സിലായോ? അപ്പൊ സെക്ഷൻ 50 പാലിച്ചാലേ സെക്ഷൻ 5 ലംഘിക്കപ്പെടും. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിലേ, അങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാൻ ലെജിസ്ലേച്ചേഴ്സ് എന്ത് ചെയ്യുമെന്ന് അറിയോ? നിയമം എഴുതുന്ന ആൾക്കാർ അവർ സാധാരണ രീതിയിൽ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കും. ഒരു വാക്കാണ് നോട്ട് വിത്ത്സ്റ്റാൻഡിങ്. ഈ വാക്ക് നിങ്ങൾ ഫൗണ്ടേഷൻ തൊട്ടേ കേട്ടിട്ടുണ്ട്. എവിടെയാണ് നിങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ളത് ഈ വാക്ക്? നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ആക്ട് പഠിച്ചപ്പോ. പാർട്ട്ണർഷിപ്പ് ആക്ടിൽ സെക്ഷൻ 11 സബ്സെക്ഷൻ 2 ഉണ്ട്, സെക്ഷൻ 36 ഉണ്ട്. ഇവിടെയൊക്കെ ഈ വാക്ക് എടുത്തെടുത്ത് പറയുന്നു. അവിടെ ഏത് അർത്ഥത്തിലാ പറയുന്നത്? നോട്ട് വിത്ത്സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സെക്ഷൻ
27 ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവിടെ വെച്ച് നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ത് പറഞ്ഞുകൊണ്ട്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വെച്ച് ഏതെങ്കിലും ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷൻ ആണ് പവർഫുൾ. ഓർക്കുന്നുണ്ടോ? ഇത് ഞാൻ കമ്പനീസ് ആക്ടിലും ഒരു സ്ഥലത്ത് വന്നപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കെ. സെക്ഷൻ 50 ഇങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്ഷൻ 50, notwithstanding anything contained in section 5. Notwithstanding anything contained in section 5 എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? സെക്ഷൻ 5 പറയുന്നത് കേൾക്കണ്ട, സെക്ഷൻ 50 പറയുന്നത് വേണം കേൾക്കാൻ. കാര്യം സെക്ഷൻ 50 സെക്ഷൻ 5നെ ഓവർ റൈഡ് ചെയ്യൂ എന്ന് പറയും. അപ്പൊ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഉപയോഗിച്ച് ഒരു സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ആ സെക്ഷന് വിരുദ്ധമായിട്ട് കിടക്കുന്ന എല്ലാത്തിനെയും അതെന്ത് ചെയ്യും? ഓവർ റൈഡ് ചെയ്യും. അതിനെ എല്ലാത്തിനെയും ഇല്ലാതാക്കും. അപ്പൊ ആ ബാക്കിയുള്ളത് ഒന്നും കേൾക്കണ്ട, സെക്ഷൻ 50 മാത്രം കേട്ടാൽ മതി എന്നാണ് എന്റെ അർത്ഥം. ഈ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസ് എന്നും വിളിക്കും. എന്തെന്ന് വിളിക്കും ഗൈസ്? നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസ് അല്ലെങ്കിൽ ഓവർ റൈഡിങ് ക്ലോസ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത് എന്തെന്ന് വിളിക്കും? നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസ് എന്ന് വിളിക്കും. അപ്പോ ഒരു സെക്ഷനിൽ തന്നെ വേറെ സെക്ഷൻസിന്റെ പരാമർശം. എങ്ങനെ? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വെച്ചിട്ടുള്ള പരാമർശം. അങ്ങനെയാണെങ്കിൽ അതൊന്നും കേൾക്കരുത്, ഇത് കേൾക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? ഫോർ എക്സാമ്പിൾ, സെക്ഷൻ 52 അറിയോ? കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 52 എന്താ? സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ സെക്ഷനാണ്. അതിനകത്ത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 52 എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 and 2 ഓഫ് സെക്ഷൻ 52 എന്ന് സബ്സെക്ഷൻ 3ലും പറയുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കാണിച്ചു തരാം. ഏതാണ് സെക്ഷൻ ഗൈസ്? 52 സെക്യൂരിറ്റീസ് പ്രീമിയത്തിന്റെ സെക്ഷൻ. ഇത് കണ്ട സബ്സെക്ഷൻ 2 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻ 1 എന്ന് വെച്ചാൽ എന്താ? സബ്സെക്ഷൻ 1 പറയുന്ന കേൾക്കണ്ട, സബ്സെക്ഷൻ 2 പറയുന്ന കേട്ടാൽ മതി. എന്നിട്ട് സബ്സെക്ഷൻ 3 എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്? ദ സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് മേ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ സബ്സെക്ഷൻസ് 1 and 2. അതിന്റെ അർത്ഥം എന്താ? സബ്സെക്ഷൻ 3 വേണം കേൾക്കാൻ, സബ്സെക്ഷൻ 2 വേണം കേൾക്കണ്ട. കാര്യം സബ്സെക്ഷൻ 3 എന്താ? മോർ പവർഫുൾ. അപ്പൊ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വെച്ച് വേറെ സെക്ഷൻസിന്റെ പരാമർശം ഉണ്ടെങ്കിൽ ആ സെക്ഷനാണ് പവർഫുൾ. ബാക്കിയുള്ള എല്ലാ സെക്ഷനും, പരാമർശം കൊടുത്തിട്ടുള്ള വേറെ എല്ലാ സെക്ഷനും പവർഫുൾ അല്ല എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനെ എന്തെന്ന് വിളിക്കും? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഓവർ റൈഡിങ് അല്ലെങ്കിൽ നോൺ ഒബ്സ്റ്റാൻഡേ ക്ലോസ് എന്ന് വിളിക്കും. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? യെസ്, ജസ്റ്റ് കാണിച്ചു തരാം. ഇതെന്താ? നോട്ട് വിത്ത് സ്റ്റാൻഡിങ്. A clause that begins with the words notwithstanding anything contained is called a non-obstante clause. ഇത് എക്സാമിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. Unlike the subjective clause. അപ്പൊ യഥാർത്ഥത്തിൽ 3 ടൈപ്പ് ഉണ്ട്. Notwithstanding ഉണ്ട്, അതുപോലെ subjective എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഉണ്ട്, അതുപോലെ without prejudice to എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നതും ഉണ്ട്. അപ്പൊ ഇത് 3ഉം എന്താണെന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. യെസ്, ആദ്യം ഞാൻ പഠിപ്പിച്ചത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ആണ്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എന്റെ വിശ്വാസം. അടുത്തത് സബ്ജക്റ്റീവ് ആണ്. എന്താണ് സബ്ജക്റ്റീവ്? ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിലെ സെക്ഷൻ 31 ഇൻട്രൊഡക്ഷൻ ഓഫ് എ പാർട്ട്ണറിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങളുടെ ഫൗണ്ടേഷനിൽ പഠിച്ചത്? എങ്ങനെ ഒരു പുതിയൊരാളെ പാർട്ട്ണറായിട്ട് എടുക്കും? ഒന്നെങ്കിൽ കോൺട്രാക്റ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാ പാർട്ട്നേഴ്സിന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഒരു പുതിയൊരാളെ പാർട്ട്ണറായിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ആ ആക്ട് ഒന്ന് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് ക്ലാരിറ്റി വരും ഞാൻ എന്താ ഈ പറയുന്നതെന്ന്. യെസ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ റെഫറൻസ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും എന്തിന്റെ റെഫറൻസ് വേണം കൊടുക്കാൻ? നമ്മൾ അറിയുന്ന ഒരു കാര്യത്തിന്റെ റെഫറൻസ് വേണം കൊടുക്കാൻ, എന്നാലേ ഇച്ചിരിയും കൂടെ വ്യക്തത വരുത്തുള്ളൂ. യെസ്, അപ്പൊ ഞാൻ ഇത് ഏത് ആക്ടിലോട്ടാ പോയത്? പാർട്ട്ണർഷിപ്പ് ആക്ടിലോട്ട്. പാർട്ട്ണർഷിപ്പ് ആക്ടിന്റെ ഏത് സെക്ഷനിലോട്ടാ പോകാൻ പോകുന്നത്? സെക്ഷൻ 31 ആണോ? 31 എന്താ പറയുന്നത്? സബ്ജക്റ്റ് വെച്ചാ സ്റ്റാർട്ട് ചെയ്യുന്നത്.
Subsection 1. അല്ലേ? Subject to contract between the partners and to the provisions of section 30. എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത അതിന്റെ അർത്ഥം എന്നറിയാം. സെക്ഷൻ 31 വായിക്കുമ്പോഴേ ഏത് സെക്ഷനും കൂടെ ചിലപ്പോൾ പാലിക്കേണ്ടി വരും സെക്ഷൻ 30. അത് എപ്പോഴാ പാലിക്കേണ്ടി വരുന്നതെന്ന് അറിയോ? നിങ്ങൾ പുതിയതായിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർ ഇല്ലേ, അയാൾ ഒരു മൈനർ പാർട്ട്ണറാ. അയാൾ ഒരു മൈനർ പാർട്ട്ണർ ആണെങ്കിൽ സെക്ഷൻ 31 മാത്രം വായിച്ചിട്ടോ പാലിച്ചിട്ടോ കാര്യമില്ല, സെക്ഷൻ 30 വായിക്കണം. കാര്യം സെക്ഷൻ 30 എന്തിനെ പറ്റിയിട്ടാ പറയുന്നത്? മൈനേഴ്സ് അഡ്മിറ്റഡ് ടു ദ ബെനിഫിറ്റ്സ് ഓഫ് പാർട്ണർഷിപ്പിനെ പറ്റിയിട്ടാ പറയുന്നത്. അപ്പൊ അതും കൂടെ കേൾക്കേണ്ടി വരും. അപ്പൊ സബ്ജക്ട് ടു എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലേ അതിന്റെ അർത്ഥം ഇൻ അഡീഷൻ ടു. അപ്പൊ സബ്ജക്ട് ടു ദ പ്രൊവിഷൻസ് ഓഫ് ഇന്ന സെക്ഷൻ ഇന്ന സെക്ഷൻ ഇന്ന സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ സെക്ഷൻ പാലിക്കുമ്പോൾ ആ സെക്ഷൻസും കൂടെ ചേർത്ത് വായിച്ച് ആ സെക്ഷൻസും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് സബ്ജക്ട് ടുവിന്റെ അർത്ഥം. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയോ? അപ്പൊ സബ്ജക്ട് ടു എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ അഡീഷൻ ടു. അപ്പൊ ഏതെങ്കിലും ഒരു സെക്ഷൻ ഇൻ സബ്ജക്ട് ടു മറ്റേ സെക്ഷനും കൂടെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ സെക്ഷനും കേൾക്കണം ഈ സെക്ഷനും കേൾക്കണം. പറഞ്ഞു കിട്ടിയ. അങ്ങനെയാണെങ്കിലേ സെക്ഷൻ 60 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാ. സബ്ജക്ട് ടു സെക്ഷൻ 72 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സെക്ഷൻ 60 പാലിക്കുമ്പോൾ ഏതും കൂടെ പാലിക്കേണ്ടി വരും 73. അപ്പൊ സബ്ജക്ട് ടു എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ. അപ്പൊ സബ്ജക്ട് ടു എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു. മനസ്സിലായോ? അല്ലെങ്കിൽ അത് ആദ്യം പാലിച്ചിട്ട് ഇത് പാലിക്കുക എന്നാണ് അതിന്റെ അർത്ഥം സബ്ജക്ട് ടു. അപ്പൊ രണ്ടും പാലിക്കണം എന്നാണ് അതിന്റെ ഒരു ചുരുക്കമായിട്ട് പറയാൻ പറ്റുന്ന അർത്ഥം. എല്ലാവർക്കും അത് മനസ്സിലായോ? അപ്പൊ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വെച്ചിട്ട് രണ്ട് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരെണ്ണം പവർഫുൾ ആവും. സബ്ജക്ട് വെച്ചിട്ട് പറയുകയാണെങ്കിൽ രണ്ടും പാലിക്കേണ്ടി വരും. വിത്തൗട്ട് പ്രജുഡിസ് ഇത് നമ്മൾ LLP ആക്ടിൽ കണ്ടിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം LLP ആക്ടിൽ അതെവിടെയാ കണ്ടിട്ടുള്ളതെന്ന്. ഞാൻ ആ സമയത്ത് പറയുകയും ചെയ്തു ഇതിന്റെ അർത്ഥം അങ്ങനെയാണേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ഓർക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അത് എടുത്ത് കാണിച്ചു തരാം. കുഴപ്പമില്ല, ഇതിപ്പോ പ്രിന്റ് വരും. ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ സെക്ഷൻ 1331 ആ ഒരു ഭാഗം. ദാ 30 നോക്കിക്കേ ഗൈസ്. അൺലിമിറ്റഡ് ലയബിലിറ്റി ഇൻ കേസ് ഓഫ് ഫ്രോഡ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. LLPയുടെ പാർട്ട്നേഴ്സിന് സാധാരണ എന്ത് ലയബിലിറ്റി ഉള്ളൂ? ലിമിറ്റഡ് ലയബിലിറ്റി ഉള്ളൂ. പക്ഷെ അവർക്ക് എപ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി വരാം? അവർ LLPനെ വെച്ച് എന്തെങ്കിലും ഫ്രോഡ് കാണിക്കുകയാണെങ്കിൽ. ഓർക്കുന്നുണ്ടോ? അതിലെ സബ്സെഷൻ 3 ഒന്ന് നോക്കിക്കേ. വേറെ LLP or a partner or designated partner or employee of such LLP has conducted the affairs of the LLP in a fraudulent manner, then without prejudice to any criminal proceedings which may arise under any law for the time being in force. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ LLPനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഫ്രോഡ് കാണിച്ചു. യഥാർത്ഥത്തിൽ ഫ്രോഡ് കാണിച്ചാൽ LLP ആക്ട് പ്രകാരം മാത്രം ആയിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നത്. വേറൊരു ആക്ട് ഉണ്ട്, IPC സെക്ഷൻ 420 ഉണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്? ഫ്രോഡിന്റെ ശിക്ഷയാ പറയുന്നത്. അപ്പൊ ചിലപ്പം ആ ശിക്ഷയും കൂടെ കോടതി പരിഗണിച്ചെന്നിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ രണ്ടും കൂടെ ചേർത്ത് കിട്ടും എന്നൊക്കെയുള്ള ഒരു അർത്ഥമാണ് വരുന്നത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പോ വിത്തൗട്ട് prejudice എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ബാധിക്കാതെ. ഏതിനെ? സെക്ഷൻ 420 ഓഫ് IPCനെ ബാധിക്കാതെ. ബാക്കി പറയുക, the LLP and any such partner or designated partner or employee shall be liable to pay compensation to any persons who has suffered any loss or damage by reason of such conduct. അപ്പൊ ഫ്രോഡ് കാണിച്ച് മൂന്നാമതൊരാൾക്ക് നഷ്ടം വന്നാൽ ആ ഫ്രോഡ് കാണിച്ച പാർട്ട്ണറോ LLPയോ അല്ലെങ്കിൽ LLPയുടെ എംപ്ലോയിയോ ഫ്രോഡ് കാണിച്ച എംപ്ലോയിയോ അവരെന്ത് കൊടുക്കണം? ഡാമേജസ് കൊടുക്കണോ? വിത്തൗട്ട് prejudice എന്ന് വെച്ചാൽ എന്താ? സെക്ഷൻ 420 പറയുന്ന ശിക്ഷയും കൂടെ കിട്ടും, പ്ലസ് ഡാമേജസും കൂടെ കൊടുക്കേണ്ടി വരും ഈ സെക്ഷൻ പ്രകാരം LLPയുടെ. അപ്പൊ വിത്തൗട്ട് prejudice എന്ന് പറഞ്ഞാൽ എന്താ? അതിനെ ബാധിക്കാതെ. അപ്പൊ ആ ഒരു സെക്ഷനിൽ പറയുന്ന കാര്യവും റെലവെന്റാ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? കാര്യം അതിനെ ബാധിച്ചിട്ടില്ല. വിത്തൗട്ട് prejudice എന്നാ പറയുന്നത്. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ? ഇത് എന്തുകൊണ്ടാണ് ഈ വാക്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ വരാൻ. കാര്യം അല്ലെങ്കിൽ ഒരു സെക്ഷൻ വേറൊരു സെക്ഷനായിട്ട് വിരുദ്ധമായിട്ട് കടന്നാൽ പ്രശ്നമാവും. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ അത് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ സബ്ജക്റ്റ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ വിത്തൗട്ട് prejudice വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയ?
ക്ലിയർ ആണോ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞത്? എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ഒന്ന് യെസ് എന്ന് പറഞ്ഞ എല്ലാവരും ചാറ്റിലിട്ടെ. ക്ലിയർ ആണെങ്കിൽ എല്ലാവരും യെസ് പറഞ്ഞേ, ചാറ്റിലിട്ടെ. യെസ്, ചാറ്റിലിട്ടെ. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? വണ്ടർഫുൾ. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഏതാ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. യെസ് യെസ്, അതില് ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ ഞാൻ ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ എന്താ എഴുതിയിരിക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് വായിച്ചു വിടാം. ഓക്കെ, അപ്പൊ ഞാൻ തുടക്കം തൊട്ട് പോകാൻ പോയാണേ. ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ. ഇറ്റ് ഈസ് റെക്കഗ്നൈസ്ഡ് റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ഡീഡ്സ്. ഡീഡ്സ് എന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സ്റ്റാറ്റ്യൂട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുള്ളൂ. That the expressions used therein, expressions എന്ന് പറഞ്ഞാൽ വാക്കുകൾ, should ordinarily be understood in a sense in which they best harmonize with the object of the statute. അപ്പൊ വാക്കുകൾ എന്ത് അർത്ഥത്തിൽ വേണം വ്യാഖ്യാനിക്കാൻ? ആ നിയമത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം വരുന്ന രീതിയിൽ വേണം അതിനെ വ്യാഖ്യാനിക്കാൻ. ദി ഓപ്പോസിറ്റ് ഓഫ് ഹാർമണി ഈസ് കോൺഫ്ലിക്റ്റ്. അപ്പൊ വാക്കുകൾക്ക് ഒബ്ജക്റ്റ് ഓഫ് ദി ആക്ട് വെച്ച് നോക്കുമ്പോൾ കോൺഫ്ലിക്റ്റ് വരുന്നു. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിക്കരുത്. കാര്യം എല്ലാ സെക്ഷൻസും എന്ത് ഉദ്ദേശം കിട്ടണം? ആ ആക്ടിന്റെ ഉദ്ദേശം കിട്ടണം, ആ ആക്ടിന്റെ പർപ്പസ് കിട്ടണം, ആ ആക്ട് ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലോട്ട് നിങ്ങൾ ചെല്ലണം ആ വാക്കുകൾ വെച്ച്. Thus, this rule is applied when there is a conflict between two provisions of a statute. ഒരേ ആക്ടിനകത്തുള്ള രണ്ട് സെക്ഷൻസ് തമ്മിൽ വിചിത്രമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ അത് സോൾവ് ചെയ്യും? Similarly, this rule comes to our aid when there is a conflict between the provisions of a statute and the object which the legislature had in view. Thus, when an expression is susceptible of a narrow or technical meaning as well as a popular meaning, അപ്പൊ രണ്ട് അർത്ഥം വരാം. ഒന്ന് പോപ്പുലർ അർത്ഥം വരാം, അല്ലെങ്കിൽ ടെക്നിക്കൽ അർത്ഥം വരാം. നിങ്ങൾ ഏത് അർത്ഥം ഉപയോഗിക്കും? ഏത് അർത്ഥമാണോ ലെജിസ്ലേച്ചർ ഉദ്ദേശിക്കുന്ന ആ ഒരു ഒബ്ജക്റ്റ് കിട്ടുന്നത്, ആ അർത്ഥത്തിലോട്ട് കൊണ്ടുപോകേണ്ടി വരും. യെസ്, ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് വീണ്ടും പറയുകയാണെങ്കിൽ, ലെജിസ്ലേച്ചർ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? ആക്സിഡൻസ് കുറയ്ക്കാൻ. അപ്പൊ ആക്സിഡൻസ് കുറയ്ക്കുന്ന രീതിയിൽ വരുന്ന അർത്ഥം ഏതാണോ, അത് ടെക്നിക്കൽ അർത്ഥമാണോ പോപ്പുലർ അർത്ഥമാണോ, അതിലോട്ട് വ്യാഖ്യാനിക്കേണ്ടി വരും. The court would be justified in assuming that the legislature used the expression in the sense which would carry out its objects and to reject that which renders it invalid. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? It is a basic rule of interpretation that if it is possible to avoid a conflict between the two provisions on a proper construction thereof, then it is a duty of the court to construe them that they are in harmony with each other. എന്നുവെച്ചാൽ എന്താ? കോടതിക്ക് പറ്റുമെങ്കിൽ എല്ലാ സെക്ഷൻസിനെയും ഒരുമിച്ച് കൊണ്ടുപോകണം. എന്ത് ചെയ്യരുത്? ഒരെണ്ണം മറ്റതുമായിട്ട് പ്രശ്നത്തിൽ ഇരിക്കുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യാൻ കോടതി നോക്കണം. കാര്യം എല്ലാം ഒരേ ആക്ടിന്റെ മക്കളാണ്. ദ സ്റ്റാറ്റ്യൂട്ട് മസ്റ്റ് ബി റെഡ് ആസ് എ ഹോൾ. എന്നുവെച്ചാൽ എന്താ? ആ 470 സെക്ഷൻ ഒരുമിച്ചിരിക്കണം. And every provision of the statute must be construed with reference to the context and other clauses in the statute, so as to make the statute a consistent enactment and not to reduce it to a futility. But where it is not possible to give effect to both the provisions harmoniously, രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, എന്നാൽ ഇതിൽ ഏതാണോ ബെറ്റർ ഓപ്ഷൻ, അതായത് ഏതാണോ ആക്ടിന്റെ ഉദ്ദേശം കൂടുതൽ കിട്ടുന്നത്, അതിലോട്ട് കോടതി കൊണ്ടുപോകേണ്ടി വരും. Yes, but where it is not possible to give effect to both the provisions harmoniously, collision may be avoided by holding that one section which is in conflict with another merely provides for an exception or a specific rule different from the general rule contained in the other. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഗൈസ്, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്താണെന്ന് അറിയോ? ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ ഡെഫിനിഷൻ പഠിച്ചിരുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ എന്തൊക്കെ വരും? ബാലൻസ് ഷീറ്റ് വരും, P&L വരും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വരും, സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി വരും, നോട്ട്സ് വരും. ആണോ? ഇതല്ലേ ജനറൽ അർത്ഥം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ? പക്ഷെ നിങ്ങളൊരു OPCയോ സ്മോൾ കമ്പനിയോ ഡോർമെന്റ് കമ്പനിയോ ആണെങ്കിൽ എന്ത് വെക്കേണ്ട ആവശ്യമില്ല? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് വെക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ജനറൽ റൂളിനകത്ത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? OPC ആകുന്ന നിങ്ങൾ, സ്മോൾ കമ്പനി ആകുന്ന നിങ്ങൾ, അല്ലെങ്കിൽ ഡോർമെന്റ് കമ്പനി ആകുന്ന നിങ്ങളെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ കൂടെ ക്യാഷ് ഫ്ലോ വെക്കേണ്ട ആവശ്യമില്ല, അല്ലേ? അപ്പൊ ഒരു ജനറൽ റൂളിന്റെ കൂടെ ഒരു സ്പെസിഫിക് റൂൾ പറയുകയാണെങ്കിൽ ആ സ്പെസിഫിക് റൂൾ ഒന്നെങ്കിൽ ആ ജനറൽ റൂളിന്റെ എന്തായിരിക്കും? ഒരു എക്സെപ്ഷൻ ആയിരിക്കും. യെസ്, എന്നാണ് അവർ ഇവിടെ ഉദ്ദേശിച്ചത്. A specific rule will override a general rule. This principle is usually expressed by the maxim generally as specialibus non derogandum. എന്നുവെച്ചാൽ എന്താ?
സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതിന് ശേഷം. അപ്പൊ ആ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം ചിലപ്പോൾ എന്തായിരിക്കും? ആ ജനറൽ ആയിട്ട് പറഞ്ഞ കാര്യത്തിന്റെ ഒരു എക്സെപ്ഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായി? അപ്പൊ രണ്ടും കോൺഫ്ലിക്റ്റ് അല്ലേ? ഒരെണ്ണത്തിൽ പറയുന്നത് ചെയ്യരുതെന്ന്, ഒരെണ്ണത്തിൽ പറയുന്നത് ചെയ്യണമെന്ന്. അപ്പൊ കോൺഫ്ലിക്റ്റ് അല്ലേ? ആണ്. പക്ഷെ ഒരു എക്സെപ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ബട്ട് റിമെമ്പർ ദാറ്റ് ദിസ് റൂൾ ക്യാൻ be adopted only where there is a real and not merely an apparent conflict between the provisions, where the words of a statute on a reasonable construction thereof admit only one meaning only, then such natural meaning will prevail. ഒരർത്ഥമേ ഉള്ളൂവെങ്കിൽ ഒരർത്ഥമേ നിങ്ങൾ വ്യാഖ്യാനിക്കാവൂ. The court shall not attempt an interpretation based on equity and harmonious construction. എന്ത് ചെയ്യരുത് കോടതി? ബാക്കിയുള്ള കാര്യങ്ങളും ഈക്വലി വാലിഡ് ആണെന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടി ഇതിനകത്ത് കൊണ്ടുവരാൻ നോക്കരുത്. കാര്യം ഒരർത്ഥമേ വരുന്നുള്ളൂ. In some cases, the statute may give a clear indication as to which provision is subservient. വെച്ചാൽ ഏതാണ് താഴെ വരുന്നത്, ആൻഡ് വിച്ച് ഓവർ റൈറ്റ്സ് ഏതാണ് മേളി വരുന്നത് എന്ന് വ്യക്തത വരും. എങ്ങനെ? ഈ സബ്ജക്ട് ടു, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, വിത്തൗട്ട് പ്രിജുഡിസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ. ദിസ് ഇസ് ഡൺ ബൈ ദ യൂസ് ഓഫ് ടേംസ് സബ്ജക്ട് ടു, നോട്ട് വിത്ത് സ്റ്റാൻഡിങ്, വിത്തൗട്ട് പ്രിജുഡിസ്. സബ്ജക്ട് ടു എന്ന് വെച്ചാൽ എന്താ? അതും കൂടെ ചേർത്ത് എന്നല്ലേ എന്റെ അർത്ഥം? സബ്ജക്ട് ടു എന്ന് വെച്ചാൽ എന്താ? അതും കൂടെ ചേർത്ത്. ദി ഇമ്പാക്ട് ഓഫ് ദ വേർഡ് സബ്ജക്ട് ടു when used in a provision is that when the same subject matter is covered by that provision and by another provision or enactment subject to which it operates and there is a conflict between them, then the latter will prevail over the former. എന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ ഇപ്പോ സെക്ഷൻ 6 ഒരു കാര്യം പറയും, സെക്ഷൻ 300 വേറൊരു കാര്യം പറയുന്നു. ഇതിൽ പറയുന്ന ഓപ്പോസിറ്റ് ആണ് ഇവിടെ. അപ്പൊ ഇവിടെ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇത്. അപ്പൊ ഏത് പ്രിവെയിൽ ചെയ്യും? latter will prevail over the former എന്നാണ് പറയുന്നത്. കാര്യം നിയമം എഴുതി വന്നപ്പോ എല്ലാത്തിന്റെ ഒരു ഇമ്പാക്ട് ആലോചിച്ചിട്ടായിരിക്കും ചിലപ്പോൾ സെക്ഷൻ 300 എഴുതിയത്. അതായത് ഇതുവരെ എഴുതിയ 299 സെക്ഷൻസും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും സെക്ഷൻ 300 എഴുതിയത്. അപ്പൊ സെക്ഷൻ 300 ആവുന്ന latter will prevail over the former എന്നാണ് റൂൾ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഒരു രീതിയിലും സെക്ഷൻ 6 പ്രശ്നവും സെക്ഷൻ 300 ആ ഒരു കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് റിസോർട്ട് എന്താ കോടതിയുടെ? ഏതാണോ പിന്നീട് എഴുതിയ സെക്ഷൻ അത് നേരത്തെ എഴുതിയ സെക്ഷനെ ഓവർ റൈഡ് ചെയ്യും. ഒരു രീതിയിലും കോൺഫ്ലിക്റ്റ് ഒഴിവാക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലാറ്റർ ആയിട്ട് എഴുതിയ സെക്ഷൻ ഫോർമർ ആയിട്ട് എഴുതിയ സെക്ഷനെ പ്രിവെയിൽ ചെയ്യും. ഞാൻ പറഞ്ഞു മനസ്സിലായോ ആ റൂള്? എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായോ ആ റൂള്? പിന്നീട് എഴുതിയ സെക്ഷൻ നേരത്തെ എഴുതിയ സെക്ഷനെ ഓവർ റൈഡ് ചെയ്യും. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? യെസ്. എന്തുകൊണ്ടാ? പിന്നീട് എഴുതിയ സെക്ഷൻ ബാക്കിയുള്ള എല്ലാ സെക്ഷൻസും മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കും പിന്നീട് എഴുതിയത്. അപ്പൊ അതെല്ലാത്തിനും ഒരു ഇഫക്റ്റ് വരാനായിരിക്കും 300ാമത്തെ സെക്ഷൻ എഴുതിയത്. 299 വരെയുള്ള സെക്ഷൻസ് മനസ്സിലുണ്ടാവും. അതുകൊണ്ട് പിന്നീട് എഴുതിയതായിരിക്കും കൂടുതൽ പ്രസക്തി കൊടുക്കുന്ന കോടതി. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ വായിച്ചു തരാം ടെക്സ്റ്റ് ബുക്കിൽ. Then the latter will prevail over the former. Kando. This limitation cannot operate when the subject matter of two provisions are not the same. Thus, a clause that uses the word subject to is subservient to another. എന്ന് വെച്ചാൽ മറ്റതും കൂടെ പാലിക്കണമെന്ന്, മറ്റതും കൂടെ കേട്ടതിന് ശേഷം ഇത് എന്നാണ് സബ്ജക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ? ഇവിടെ ഒരു എക്സാമ്പിൾ 13 സബ്സെക്ഷൻ 2 ആ പറയുന്നത്. പക്ഷെ ഇത് എന്തിനെ പറ്റിയിട്ടുള്ള ഓൾട്ടറേഷൻ ഒക്കെ മെമ്മോറാൻഡവും ആർട്ടിക്കിൾസും ഒക്കെ ഇതൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഇത് എത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരേ. This implies that any change in the name, അത് ഞാൻ പിന്നെ പറഞ്ഞുതരേ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് ഞാൻ ഓൾറെഡി കുറച്ച് പറഞ്ഞു തന്നു. നോട്ട് വിത്ത് സ്റ്റാൻഡിങ്ങിലെ ബാക്കി വായിക്കാം. Unlike subject to clause, the notwithstanding clause has the effect of making the provision prevail over the others, overriding. When the term is used, then the clause will prevail over the other provisions mentioned therein. ഇവിടെ ചില എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. Notwithstanding anything contained in another section or subsection of that statute. എന്ന് പറഞ്ഞാൽ എന്താ? ആ അനദർ സബ്സെക്ഷനോ ആ അനദർ സെക്ഷനെയോ മറികടക്കും ഈ സെക്ഷൻ എന്നല്ലേ അതിന്റെ അർത്ഥം. ഇഫക്റ്റ് എന്താ? The clause will override such other sections and subsections. ഇവിടെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇവിടെ നല്ലൊരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് 42 സബ്സെക്ഷൻ 11. ഇത് മറ്റേ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. എന്താ പറയുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കാതെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് നടത്തിയാൽ അത് പബ്ലിക് ഓഫറിന് തുല്യമാവുമെന്ന് ആണോ? നോക്കിക്കേ സബ്സെക്ഷൻ 11. Notwithstanding anything contained in subsection 9, subsection 10, any private placement issue made in compliance of the provisions of not made in compliance of the provisions of subsection 2 shall be deemed to be a public offer.
അത് നമ്മൾ ഓൾറെഡി കവർ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ. നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ എ സ്റ്റാറ്റ്യൂട്ട് എന്ന് വെച്ചാൽ എന്താ, ഈ ആക്ടിൽ ഈ സെക്ഷന് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അതൊന്നും കേൾക്കണ്ടാന്ന്. അതാണ് നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് എന്ന് പറയുന്നത്. സെക്ഷൻ 8 ഓഫ് സബ്സെക്ഷൻ 8 അത് നമ്മളുടെ ചാരിറ്റി മറ്റേ നോട്ട് ഫോർ പ്രോഫിറ്റ് കമ്പനിയുടെ amalgamated with another company registered under this section and having similar objects നമ്മൾ പഠിച്ചിട്ടുള്ള then notwithstanding anything to the contrary contained in this act, ഈ ആക്ടിൽ വേറെ ഏതെങ്കിലും സെക്ഷനിൽ ഇതിന് വിരുദ്ധമായിട്ട് പറയുകയാണെങ്കിൽ അതൊന്നും കേൾക്കണ്ട, ഇതാണ് പവർഫുൾ എന്നാണ് അതിന്റെ അർത്ഥം. വേറെയോ notwithstanding anything contained in specific sections or subsections or all the provisions contained in another statute. ചിലപ്പോ ഫോർ എക്സാമ്പിൾ പാർട്ട്ണർഷിപ്പ് ആക്ടിൽ സെക്ഷൻ 11 സബ്സെക്ഷൻ 2 പാർട്ട്ണർഷിപ്പ് ആക്ടിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് എന്താ പറയുന്നത്, notwithstanding anything contained in പാർട്ട്ണർഷിപ്പ് ആക്ട്, notwithstanding anything contained in section 27 of Indian Contract Act 1872 എന്നാ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ 1872 ആക്ടിന്റെ സെക്ഷൻ 27 മറികടക്കുമെന്ന്. ഏത് സെക്ഷൻ? സെക്ഷൻ 11 സബ്സെക്ഷൻ 2. കാണിച്ചു തരാം. ഇതാ എങ്ങനെ എഴുതിയിരിക്കുന്നത്, സബ്സെക്ഷൻ 2 സെക്ഷൻ 11ന്റെ എങ്ങനെ എഴുതിയിരിക്കുന്നത്, notwithstanding anything contained in section 27 of Indian Contract 1872. അപ്പൊ വേറൊരു ആക്ടിന്റെ വേറൊരു സെക്ഷനെ മറികടക്കും. സെക്ഷൻ 11 സബ്സെക്ഷൻ 2 ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിന്റെ. മനസ്സിലായോ? യെസ്, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. പക്ഷെ അവർ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ സ്ക്രാ ആക്ടിന്റെ, അത് വേണ്ട. ഞാൻ ഓൾറെഡി ഏത് പറഞ്ഞു തന്നു, ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. നിങ്ങൾ പഠിച്ചൊരു ആക്ട് മതി, സ്ക്രാ ആക്ട് ഫൈനല്ല. അതിപ്പോ വായിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അടുത്തത് notwithstanding anything contained in any other law for the time being in force എന്ന് വെച്ചാൽ എന്താ, ഇപ്പൊ പറയുന്ന സെക്ഷന് വിരുദ്ധമായിട്ട് ഇന്ത്യയിലുള്ള ഒരു നിയമത്തിലും വിരുദ്ധമായിട്ട് പറയുകയാണെങ്കിൽ അതൊന്നും കേൾക്കണ്ടെന്ന് അതിന്റെ അർത്ഥം. അപ്പൊ ദിസ് ക്ലോസ് വിൽ ഓവർറൈഡ് ഓൾ അതർ ലോസ് ഇൻ ഇന്ത്യ. അന്ന് നിലവിലുള്ള എല്ലാ നിയമത്തിനെയും മറികടക്കും. അപ്പൊ വീണ്ടും സ്ക്രാ ആക്ടിന്റെ കാര്യമാണ് പറയുന്നത്, അത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞിട്ട് കിട്ടിയ. പിന്നെ വിത്തൗട്ട് പ്രെജുഡിസ് വന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതോ, when certain particular provisions follow general provisions and when it is stated that particular provisions are without prejudice to those general provisions, then the particular provisions would not restrict or circumscribe the operation and generality of the preceding general provisions. അത്രയേ ഉള്ളൂ. വിത്തൗട്ട് prejudice to എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്താൽ വേറെ ഒന്നിനെയും ബാധിക്കാതെ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ സെക്ഷൻ വേറെ ഒന്നിനെയും ബാധിക്കില്ല. അപ്പൊ വേറെ ഏതെങ്കിലും സെക്ഷനും ഈ സെക്ഷനുമായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ അതും ഓക്കെയാണ്, ഇതും ഓക്കെയാണ് എന്നാണ് അതിന്റെ അർത്ഥം. വിത്തൗട്ട് prejudice എന്ന് പറഞ്ഞാൽ അതിനെ ഒന്നും ബാധിക്കാതെ. In other words, the particular section shall operate in addition to and not in derogation of the general provisions. Example, section 4 subsection 3 of Companies Act 2013 without prejudice to the provisions of subsection 2. And എന്താ, subsection 2 നെ ബാധിക്കാതെ a company shall not be registered with a name എന്ന് പറഞ്ഞ് which contains, നമ്മൾ ഓൾറെഡി അത് ഡിസ്കസ് ചെയ്ത. ഓക്കെ, എല്ലാവർക്കും ഇത് പറഞ്ഞ് മനസ്സിലായോ? യെസ്. അടുത്ത റൂളാണ് ഹേഡൻസ് റൂൾ. ഹേഡൻസ് കേസ് ആകുന്ന റൂൾ നമുക്കൊന്ന് എഴുതാം. അടുത്ത റൂള് ഹേഡൻസ് ലോ എന്ന് പറയും, മിസ്ചിഫ് റൂൾ എന്ന് പറയും. അപ്പം ഫോർത്ത് റൂൾ കണ്ടെയ്ൻഡ് ഇൻ ഹേഡൻസ് കേസ് ഓർ മിസ്ചിഫ് റൂൾ എന്ന് പറയും. ഈ മിസ്ചിഫ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നം, ബുദ്ധിമുട്ട് എന്നല്ലേ മിസ്ചിഫിന്റെ അർത്ഥം. യെസ്. സി, ഒരു നിയമം കൊണ്ടുവരുമ്പോഴേ എന്താണ് ചെയ്യുന്നത്? എന്തോ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമം കൊണ്ടുവരുന്നത്, അല്ലേ? എന്തോ കാര്യങ്ങൾ സമൂഹത്ത് നടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടായിരിക്കും ആ നിയമം വരുന്നത്. യൂഷ്വലി അങ്ങനെയായിരിക്കും, ആണോ? ഫോർ എക്സാമ്പിൾ, മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 2019 ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് 2019 വന്നതിന്റെ ഉദ്ദേശം എന്താ? ഇന്ത്യയിൽ കുറെ ആക്സിഡൻസ് നടക്കുന്നു, ആ പ്രശ്നം മാറ്റാൻ വേണ്ടിയിട്ട്. എങ്ങനെ മാറ്റും? സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കും, സ്പീഡ് ലിമിറ്റ് ഒക്കെ നിർബന്ധമാക്കും, ലൈസൻസ് നിർബന്ധമാക്കും, റോഡ് ടെസ്റ്റ് ഇച്ചിരിയും കൂടെ പാടാക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് ഗുണം? ആക്സിഡൻസ് കുറയും, ആണോ? അപ്പൊ ആ നിയമം കൊണ്ടുവന്നതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്തായിരുന്നു ലെജിസ്ലേച്ചറിന്റെ? എന്ത് പ്രശ്നം ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ എന്ത് പ്രശ്നം കുറയ്ക്കാൻ, എന്ത് മിസ്ചിഫ് ഇല്ലാതാക്കാൻ? ആക്സിഡൻസ്. അപ്പോ എങ്ങനെ വേണോ ആ നിയമം വ്യാഖ്യാനിക്കാൻ? ഈ ഒരു ഉദ്ദേശം കിട്ടുന്ന രീതിയിൽ. ഏതാ? ആ ലെജിസ്ലേച്ചർ ഏത് മിസ്ചിഫ് ആണോ കുറയ്ക്കാൻ ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശം കിട്ടുന്ന രീതിയിൽ. അതിനെയാണ് റൂൾ ഇൻ ഹേഡൻസ് കേസ് അല്ലെങ്കിൽ മിസ്ചിഫ് റൂൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? ദാറ്റ് ഇസ് ടു സപ്രസ് ദ മിസ്ചിഫ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രശ്നങ്ങളെല്ലാം ഒതുക്കാൻ, എന്നിട്ട് അഡ്വാൻസ് റെമഡി, അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ മുന്നിലോട്ട് കൊണ്ടുവരാൻ. എന്ത്?
പരിഹാരങ്ങൾ. അപ്പൊ ആ രീതിയിൽ വേണം വ്യാഖ്യാനിക്കാൻ. എങ്ങനെ? സപ്രസ് ദ മിസ്ചിഫ് ആൻഡ് അഡ്വാൻസ് ദ റെമഡി എന്ന് പറഞ്ഞാൽ എന്താ? പ്രശ്നങ്ങൾ ഒതുക്കാൻ, പരിഹാരങ്ങൾ മുന്നിൽ കൊണ്ടുവരാൻ, ആ രീതിയിൽ വേണം വ്യാഖ്യാനിക്കാൻ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. Where the language used in a statute is capable of more than one interpretation, the most firmly established rule for construction is a principle laid down in Aiden's case. The intention of this rule is always to make construction as shall suppress the mischief and advance the remedy in according to the true intention of the legislation. അപ്പോൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആ എഴുതിയ റൂളിന്റെ താഴെ എഴുതിക്കോ. യെസ്, എന്തെഴുതും? സപ്രസ് ദ മിസ്ചിഫ് ആൻഡ് അഡ്വാൻസ് ദ റെമഡി എന്ന് പറഞ്ഞെഴുതും. സപ്രസ് ദ മിസ്ചിഫ് ആൻഡ് അഡ്വാൻസ് ദ റെമഡി എന്ന് പറഞ്ഞെഴുതൂ. എന്ന് പറഞ്ഞെഴുതൂ. യെസ്, എഴുതിയോ? ഇതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു പർട്ടിക്കുലർ റൂൾ ഓഫ് ഇന്റർപ്രിട്ടേഷന്റെ ലെജിസ്ലേച്ചർ എന്തോ പരിഹാരം കൊണ്ടുവരാനാ നോക്കുന്നത്, എന്തോ പ്രശ്നം കുറയ്ക്കാനാ നോക്കുന്നത്. അപ്പൊ എങ്ങനെ വേണം കോടതി ആ നിയമത്തിന് വ്യാഖ്യാനിക്കാൻ? മാക്സിമം അത് ആ പ്രശ്നങ്ങൾ ഇല്ലാതാവുന്ന രീതിയിൽ, പരിഹാരങ്ങൾ മുന്നിൽ വരുന്ന രീതിയിൽ വ്യാഖ്യാനിക്കും. അപ്പൊ ആക്സിഡൻസ് എങ്ങനെയൊക്കെ കുറയ്ക്കാം ആ രീതിയിലേ വ്യാഖ്യാനിക്കാവൂ, അല്ലേ? ഇൻ ഹേഡൻസ് കേസ് ഇറ്റ് വാസ് ലേഡ് ഡൗൺ ബൈ ദ ബാരൻസ് ഓഫ് ദി എക്സ്ചെക്കർ. ഈ ബാരൻസ് ഓഫ് ദി എക്സ്ചെക്കർ എന്ന് പറഞ്ഞാൽ, ഈ ബാരൻസ് എന്ന് പറഞ്ഞാല് ഒരു ടൈറ്റിലാ. ലോർഡ് എന്ന് പറയത്തില്ലേ, ലോർഡ്ഷിപ്പ്, അതേ ടൈറ്റിൽ പോലെയാണ് ബാരൻസ്. എക്സ്ചെക്കർ എന്ന് പറഞ്ഞാൽ ട്രഷറി എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? അപ്പൊ ഗവൺമെന്റിന്റെ ലോർഡ്സ് എന്നുള്ള രീതിയിൽ വിചാരിച്ചാൽ മതി. ഫോർ ദ ട്രൂ ആൻഡ് ഷുവർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഓൾ സ്റ്റാറ്റ്യൂട്ട്സ് ഇൻ ജനറൽ, 4 things are to be discerned and considered. ഡിസേൺ ചെയ്യാന്ന് വെച്ചാൽ അത് കീറി മുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളൊരു അർത്ഥം. ഡിസേൺ ചെയ്യുക, ഒരു കാര്യം കണ്ടുപിടിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ? വാട്ട് വാസ് എ ലോ ബിഫോർ മേക്കിംഗ് ഓഫ് ദി ആക്ട്? ഈ ആക്ട് ഉണ്ടാക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു നിയമം? എന്ത് പ്രശ്നം ഉണ്ടായിരുന്നു ഈ നിയമം വരുന്നതിന് മുമ്പ്? വാട്ട് വാസ് എ ഡിഫക്ട്, മിസ്ചിഫ്, ഹാർഡ്ഷിപ്പ് കോസ്ഡ് ബൈ ദി ഏർലിയർ ലോ? അപ്പൊ ഈ നിയമം അതിനൊരു പരിഹാരമായിട്ടായിരിക്കും വന്നത്, അല്ലേ? How does the Act of Parliament seek to resolve, പരിഹരിക്കാൻ, or cure, ശരിയാക്കാൻ, the mischief or deficiency? What are the true reasons for the remedy? ഈ 4 ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടിയാൽ നിങ്ങൾക്ക് ഏത് റൂൾ ഉപയോഗിക്കാൻ പറ്റും? റൂൾ ഇൻ ഹേഡൻസ് റൂൾ ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? ആ കേസ്, ഹേഡൻസ് കേസിൽ ആ റൂൾ ഉപയോഗിച്ച്, ഹേഡൻസ് കേസിലാണ് ആദ്യമായിട്ട് കോടതി ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വ്യാഖ്യാനിച്ചത്. അതായത് ലെജിസ്ലേച്ചർ എന്തെങ്കിലും പ്രശ്നം കുറയ്ക്കാനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനായിരിക്കും പുതിയ നിയമം കൊണ്ടുവന്നത്. അപ്പൊ ആ നിയമം വരുന്നതിന് മുമ്പ് ആ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ നിയമം വെച്ച് ആ പ്രശ്നങ്ങൾ തീരുവോ? തീർന്നില്ലെങ്കിൽ ഈ നിയമം അങ്ങനെ വ്യാഖ്യാനിക്കണം ആ പ്രശ്നങ്ങൾ തീരുന്ന രീതിയിൽ. ആൻഡ് ദെൻ ദ കോർട്ട് ഷാൽ മേക്ക് സച്ച് കൺസ്ട്രക്ഷൻ ആസ് വിൽ സപ്രസ് ദ മിസ്ചിഫ് ആൻഡ് അഡ്വാൻസ് ദ റെമഡി ആൻഡ് സപ്രസ് ദ സട്ടൽ ഇൻവെൻഷൻസ് ആൻഡ് ഇവേഷൻസ് ഫോർ ദ കണ്ടിന്യൂവൻസ് ഓഫ് ദ മിസ്ചിഫ്. അതായത് ആ പ്രശ്നം വീണ്ടും മുന്നിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വാതിലുകൾ കോടതി അടയ്ക്കണം അതെല്ലാം കോടതി അടയ്ക്കും. കാര്യം നിയമത്തിനകത്ത് ചിലപ്പോൾ എല്ലാ വാതിലുകളും അടയുന്ന സാഹചര്യം പറയുന്നില്ല. എന്നാലും കോടതി എന്ത് കൊണ്ടുവരും? കോടതി തന്നെ പല വാതിലുകൾ കൊണ്ടുവരും, എന്തടയ്ക്കാനും ഇല്ലാതാക്കാനും ആ പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞു മനസ്സിലായോ? Thus applying Hayden's case, courts will be bound to look at the state of the law at the time of the passing of the enactment. അപ്പൊ ആ നിയമം പാസ്സാക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു സാഹചര്യം? And not only as it then stood, but under previous statutes too. കാര്യം ഈ നിയമം വേറൊരു നിയമത്തിനെ റീപ്ലേസ് ചെയ്തായിരിക്കും. അപ്പൊ ആ നിയമത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഇല്ലായിരുന്നു? കാര്യം ഈ നിയമത്തിൽ ആ കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും വന്നത്. In India, Kanailal Paramnidhi, the Honorable Supreme Court held that the observations made by the Chief Baron and Barons of Exchequer in Hayden's case have been so frequently cited with approval by the courts administering provisions of welfare enactments that they now have attained the status of a classic on the subject and their validity cannot be challenged. Basically, കോടതി ഇത് പലതവണ ഈ റൂൾ വെച്ചുകൊണ്ടാണ് വ്യാഖ്യാനിച്ചത്. കാര്യം ഈ നിയമം വന്നില്ലാതെ ഈ പ്രശ്നങ്ങൾ വീണ്ടും തുടർന്നേനെ. അപ്പൊ ഈ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ഈ നിയമം കൊണ്ടുവന്നത്. അപ്പൊ ഈ നിയമം ആ വാക്കുകളിൽ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ ഞാൻ വാക്കുകളെ വളച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രീതിയിൽ വ്യാഖ്യാനിക്കും എന്ന് കോടതി പല സാഹചര്യങ്ങളിലും ഈ റൂൾ ഉപയോഗിച്ചിട്ടാണ് വ്യാഖ്യാനങ്ങൾ നൽകിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? യെസ്. ബട്ട് ദ മിസ്ചിഫ് റൂൾ ക്യാൻ ബി അപ്ലൈഡ് ഓൺലി ഇഫ് ദർ ഇസ് ആംബിഗ്വിറ്റി. ഞാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? വ്യക്തത ഇല്ലാത്തപ്പോഴേ ഇന്റർപ്രിട്ടേഷനിലോട്ട് പോകാവൂ. വ്യക്തത ഉണ്ടെങ്കിൽ ഇന്റർപ്രിട്ടേഷനിലോട്ട് പോകരുത്. ഇവിടെ താഴെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ആ എക്സാമ്പിൾ വായിക്കുന്നതിന് മുമ്പ് അടുത്തത് റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ ആണ്. യെസ്, ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഈ റൂളിലോട്ട് തിരിച്ചു വരാം, ഈ റൂളിന്റെ എക്സാമ്പിളിലോട്ട് തിരിച്ചു വരാം. അപ്പൊ അടുത്ത എഴുതിക്കോ ഗൈസ്.
റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ എഴുതിക്കോ. റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക ഗൈസ്. ഇപ്പോഴേ ബോണസ് ആക്ട് നിങ്ങൾക്കറിയാം, ഗ്രാറ്റുവിറ്റി ആക്ട്, PF ആക്ട്, ESI ആക്ട്, ഇതൊക്കെ എന്ത് നിയമങ്ങളാണെന്ന് വെച്ചാല് ലേബർ വെൽഫെയർ ലെജിസ്ലേഷൻസ് ആണ്. എന്ന് വെച്ചാൽ എന്താ, എംപ്ലോയീസിന് നല്ലത് വരുന്ന രീതിയിലുള്ള നിയമങ്ങളാണ്. ആണോ? അവർക്ക് ഗുണങ്ങൾ വരുന്ന രീതിയിലുള്ള നിയമങ്ങളാണ്. ആണോ? അപ്പൊ എന്ത് ചെയ്യണമെന്നറിയോ? എംപ്ലോയീസിന് ബോണസ് കൊടുക്കണം, അവർക്ക് ഗ്രാറ്റുവിറ്റി കൊടുക്കണം, PF കൊടുക്കണം, ESI കൊടുക്കണം, അല്ലേ? എന്നാലേ ഈ ബോണസും ഗ്രാറ്റുവിറ്റിയും PF-ഉം ESI-യും കൊടുക്കാതിരിക്കാൻ, അതായത് എംപ്ലോയീസിന് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാൻ ഈ എംപ്ലോയേഴ്സ് എന്ത് ചെയ്യുമെന്നറിയോ? പലപേരെയും കോൺട്രാക്ട് ബേസിസിൽ എടുക്കും. എന്ന് വെച്ചാൽ എന്താ, താൽക്കാലികമായിട്ട് എടുക്കും, ടെമ്പററി ആയിട്ട് എടുക്കും. ടെമ്പററി എന്ന് പറഞ്ഞാൽ കൂടിപ്പോയ 1 വർഷം. അതിന്റെ മുകളിൽ ഇവരെന്ത് ചെയ്യരുത്, ജോലിക്ക് നിർത്തരുത്. കാര്യം ടെമ്പററി അല്ലേ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഒരു 20-30 വർഷമായിട്ട് ആ എംപ്ലോയി എന്തായിരിക്കും, കോൺട്രാക്ട് ബേസിസിൽ വർക്ക് ചെയ്യായിരിക്കും. എന്ത് ബേസിസിൽ? ടെമ്പററി ആയിട്ട്. എങ്ങനെ ആയിരിക്കത്തില്ല വർക്ക് ചെയ്യുന്നത്? പെർമനന്റ് ആയിട്ടായിരിക്കത്തില്ല. അപ്പോ എംപ്ലോയീസിന്റെ രജിസ്റ്റർ എടുക്കുമ്പോഴേ കുറെ എംപ്ലോയീസ് ടെമ്പററി എംപ്ലോയീസ് ആണെന്ന്, പെർമനന്റ് അല്ല. അപ്പൊ അവർക്ക് എന്ത് കിട്ടത്തില്ല? ഈ ആനുകൂല്യങ്ങളൊന്നും കിട്ടത്തില്ല. അപ്പൊ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം പല എംപ്ലോയീസിനെയും എന്തായിട്ട് കാണിക്കും? ടെമ്പററി കോൺട്രാക്ച്വൽ ലേബറേഴ്സ് ആയിട്ട് കാണിക്കും. അവർക്ക് എന്ത് കൊടുക്കാതിരിക്കാൻ? ഈ ബോണസും കാര്യങ്ങളും കൊടുക്കാതിരിക്കാൻ. അങ്ങനെയാണെങ്കിൽ കോടതി എന്ത് ചെയ്യുമെന്നറിയോ? ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ എടുക്കും. എംപ്ലോയി എന്നുള്ള വാക്കില്ലേ, അതിനകത്ത് എന്തിനെയൊക്കെ ഉൾപ്പെടുത്തുമെന്നറിയോ? ടെമ്പററി വർക്കേഴ്സ്, കോൺട്രാക്ച്വൽ ബേസിസ് വർക്കേഴ്സ്, അവരെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യാൻ കോടതി നിർബന്ധിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ടെമ്പററി വർക്കേഴ്സിനും ഈ കാഷ്വൽ വർക്കേഴ്സിനും അവർക്കും കൂടെ ഈ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അവർക്കും കൂടെ എന്ത് കിട്ടും? ബെനഫിറ്റ് കിട്ടും. അതിനെയാണ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് മാക്സിമം ആൾക്കാർക്ക് ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഈ റൂൾ ഉപയോഗിക്കുന്നത്. അപ്പൊ കോടതി എംപ്ലോയി എന്നുള്ള വാക്കിൽ എന്തും കൂടെ ചേർത്ത് വ്യാഖ്യാനിച്ചു. ടെമ്പററി വർക്കേഴ്സിനെയും കാഷ്വൽ വർക്കേഴ്സിനെയും കോൺട്രാക്ച്വൽ വർക്കേഴ്സിനെയും കൂടെ ഉൾപ്പെടുത്തി. കാര്യം അവർക്കും ആ ബെനിഫിറ്റ് കിട്ടണം. അപ്പൊ എംപ്ലോയി എന്നുള്ള വാക്ക് ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്തു, അവർക്കും കൂടെ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ. അങ്ങനെയാണെങ്കിൽ ഏത് റൂളിന്റെ സഹായത്തോടെയാണ് അങ്ങനെ വ്യാഖ്യാനിച്ചത്? റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? എന്തിനാണ് കോടതി അങ്ങനെ ചെയ്യുന്നത്? കാര്യം ഒരു നിയമം കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും കിട്ടണം. അത് മനഃപൂർവ്വം ചില വിഭാഗക്കാരെ ഒഴിവാക്കാൻ നോക്കി അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടാത്ത രീതിയിൽ കൊണ്ടുപോകാൻ വല്ലവരും നോക്കിയാണെങ്കിൽ കോടതി അത് വ്യാഖ്യാനിച്ച് അവരെയും കൂടെ കൊണ്ടുവരാൻ നോക്കും. നിങ്ങൾ അങ്ങനെ എന്ത് ചെയ്യരുത്, അവരെ എന്ത് ചൂഷണം ചെയ്യരുത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ദിസ് ഇസ് സ്ട്രിക്ട്ലി സ്പീക്കിംഗ് നോട്ട് എ റൂൾ. ഇതൊരു റൂൾ അല്ല, ഒരു മെത്തേഡാണ് ഇന്റർപ്രറ്റ് ചെയ്യാൻ. എ പ്രൊവിഷൻ ലിബറലി so as to give effect to the declared intention of the legislature. Beneficial construction will be given to a statute which brings into effect provisions for improving the conditions of certain classes of people. Temporary workers in the condition improve ചെയ്യാൻ, who are underprivileged, ഒരു പാവങ്ങളോ, or who have not been treated fairly in the past. അവർക്ക് പണ്ട് ആനുകൂല്യങ്ങളില്ല, ഇപ്പോൾ ആനുകൂല്യങ്ങളില്ല. അത് ശരിയല്ല. അവർക്കും കൊടുക്കണം, അവർ ജോലി ചെയ്യല്ലേ. In such cases, it is permissible to give an extended meaning to words or clauses in enactments. But this can only be done when two constructions are reasonably possible and not when words of the statute are quite unequivocal. Unequivocal എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആണ്. ടെമ്പററി വർക്കേഴ്സിന് ഇത് വരില്ല എന്ന് എടുത്തു പറയും, എന്നാൽ അവരെ കേറ്റല്ലേ. ആർക്ക് പറ്റത്തില്ല അങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ? കോടതിക്ക്. കാര്യം വാക്കുകളിൽ വ്യക്തതയുണ്ട്, പക്ഷെ എംപ്ലോയി എന്ന് പറയുന്ന വാക്കിന് വ്യക്തതയില്ല. അതിനകത്ത് ടെമ്പററി വർക്കർ വരുമോ, കാഷ്വൽ വർക്കർ വരുമോ, പെർമനന്റ് അല്ലാത്ത എംപ്ലോയീസ് വരുമോ, അവരെയും കൂടെ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഉൾപ്പെടുത്തേണ്ടി വരുന്നു. കാര്യം എന്താ? ഇതൊരു വെൽഫെയർ ലെജിസ്ലേഷൻ ആണ്. അപ്പൊ എല്ലാവർക്കും നല്ലത് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ അവരെയും കൂടെ കോടതി ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. എല്ലാവർക്കും ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ മനസ്സിലായോ? എല്ലാവർക്കും ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ മനസ്സിലായോ? എല്ലാവർക്കും ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ മനസ്സിലായോ? യെസ്,
എല്ലാവർക്കും ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ മനസ്സിലായോ? മനസ്സിലായെങ്കിൽ എസ് എന്ന് പറ പ്ലീസ്. എസ് എന്ന് പറ. എല്ലാവർക്കും മനസ്സിലായോ? എന്നാലേ അടുത്ത എഴുതിക്കോ, റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ. എന്താണ് റൂൾ ഓഫ് എക്സെപ്ഷൻ കൺസ്ട്രക്ഷൻ? ഇവിടെ വാക്കിന്റെ ഓപ്പോസിറ്റ് മീനിങ് തന്നെ എടുത്തെന്നിരിക്കും ചിലപ്പോൾ കോടതി. ഫോർ എക്സാമ്പിൾ, മേ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ, ഷാൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായി. അപ്പൊ മേ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്ഷണല അല്ലേ? പക്ഷെ ഷാൽ എന്ന് പറഞ്ഞാൽ എന്താ? മാൻഡേറ്ററിയ ആണോ? എന്നാൽ ചില സാഹചര്യങ്ങളിലെ മേ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് കോടതി അത് ഷാലായിട്ട് വായിക്കും. അപ്പൊ അതിനെ ഓപ്പോസിറ്റ് ആയിട്ടല്ലേ വായിക്കുന്നേ? അങ്ങനെ ഒരു എക്സെപ്ഷണൽ സാഹചര്യം വന്നതുകൊണ്ട് അങ്ങനെ വായിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് ഇതിനെ റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ അപൂർവമായിട്ടുള്ള സാഹചര്യങ്ങളിൽ മേ എന്ന് പറഞ്ഞ് വായിച്ചാലേ, അതിന്റെ അർത്ഥം ഓപ്ഷണൽ എന്നുള്ള രീതിയിൽ വായിച്ചാലേ, എഴുതിയിരിക്കുന്ന മേ എന്ന് തന്നെയാ, പക്ഷെ അതിനെ ഓപ്ഷണൽ ആയിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിച്ചാലേ ഉദ്ദേശം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ ആ മേനെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഷാൽ എന്ന് പറഞ്ഞ് വായിക്കേണ്ടി വരും. ചില സമയത്ത് ഷാൽ എന്ന് പറഞ്ഞ് വായിച്ചാലേ അത് ശരിയാവത്തില്ല, പക്ഷെ മേ എന്ന് പറഞ്ഞ് വായിച്ചാൽ അത് ശരിയാവും. എന്നാൽ ഷാലിനെ മേ ആയിട്ട് വായിക്കേണ്ടി വരും. അതാണ് ഈ റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ. അത് ഏതൊക്കെയാണ് ആ സാഹചര്യം? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏത് ആക്ട് എടുത്താലും സെക്ഷൻ 1 എന്താ? ടൈറ്റിൽ, എക്സ്റ്റെൻഡ്, കമൻസ്മെന്റ്, ആപ്ലിക്കബിലിറ്റി ഓർക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിലേ കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 1 സബ്സെക്ഷൻ 1 എന്താ? ദിസ് ആക്ട് മേ ബി കോൾഡ് കമ്പനീസ് ആക്ട് 2013. അങ്ങനെയാണെങ്കിലേ ആ ആക്ടിനെ നിമിത്ത് ആക്ട് 2013 എന്ന് പറഞ്ഞ് വായിക്കാൻ പറ്റും. മേ എന്നല്ലേ പറയുന്നത്? വേണമെങ്കിൽ കമ്പനീസ് ആക്ട് 2013 എന്ന് വായിച്ചാൽ, വേണമെങ്കിൽ വേറെ എന്തെങ്കിലും വായിച്ചാന്നല്ലേ അതിന്റെ അർത്ഥം? വേണമെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ വായിക്കാന്നല്ലേ അതിന്റെ അർത്ഥം? അങ്ങനെ ഒന്നും വായിക്കരുത്. കാര്യം എന്താ? അവിടെ മേ ഉദ്ദേശിക്കുന്ന ഷാലായിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് കൺസ്ട്രക്ഷനിലോട്ട് പോയി? എക്സെപ്ഷണൽ. വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. സെക്ഷൻ 3 ഇല്ലേ കമ്പനീസ് ആക്ടിന്റെ? എങ്ങനെയാ പറയുന്നത് നോക്കിക്കേ. സെക്ഷൻ 3, കമ്പനീസ് ആക്ടിന്റെ സെക്ഷൻ 3, a company may be formed for any lawful purpose എന്നല്ലേ എഴുതിയിരിക്കുന്നത്? നോക്കിക്കേ, സെക്ഷൻ 3 സബ്സെക്ഷൻ 1, a company may be formed for any lawful purpose. അപ്പൊ അൺലോഫുൾ പർപ്പസിനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി ഇല്ല, പറ്റത്തില്ല. പക്ഷെ മേ എന്നല്ലേ പറയുന്നത്? നമ്മളിവിടെ മെയിനെ ഷാലായിട്ടാണ് വ്യാഖ്യാനിച്ചത്, അതുകൊണ്ടാണ്. അപ്പൊ ചില സാഹചര്യങ്ങളിൽ മെയിനെ എങ്ങനെ വായിക്കാം? ഷാലായിട്ടും. ചില സാഹചര്യങ്ങളിൽ ഷാലിനെ എങ്ങനെ വായിക്കാം? മേ ആയിട്ടും. അത് എപ്പോഴാണ് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത്? ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. കാര്യം മെയിനെ മേ ആയിട്ട് വായിച്ചാൽ വിചിത്രമായിട്ടുള്ള അർത്ഥം വരുമെങ്കിൽ അതിനെ ഷാലായിട്ട് വായിക്കേണ്ടി വരും. ഷാലിനെ ഷാലായിട്ട് തന്നെ വായിച്ചാൽ വിചിത്രമായിട്ടുള്ള അർത്ഥം വരുമെങ്കിൽ അതിനെ മേ ആയിട്ട് വായിക്കേണ്ടി വരും. വേറൊരു ഉദാഹരണം പറഞ്ഞുതരാം. GST ആക്ടിൽ ഇങ്ങനെയാ പറയുന്നത്. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. GST ആക്ടിൽ ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ പറയുന്നത്, ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. When aggregate turnover for a year exceeds 20 lakhs, a person may avail GST registration. Guys, എങ്ങനെയാ പറയുന്നത്? When aggregate turnover exceeds 20 lakh in a year, a person may avail GST registration. അപ്പോ ഒരു വർഷം 20 ലക്ഷത്തിന്റെ ടേൺ ഓവറിന്റെ മുകളിൽ പോയാൽ വേണമെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കാം GST എന്ന് പറഞ്ഞാൽ ലെജിസ്ലേച്ചറിന്റെ ഉദ്ദേശം കിട്ടുന്നുണ്ടോ? ഈ മേനെ മേ ആയിട്ട് തന്നെ വ്യാഖ്യാനിച്ചാൽ, അതായത് ഓപ്ഷൻ കൊടുക്കുക, വേണമെങ്കിൽ രജിസ്ട്രേഷൻ എടുത്താൽ മതി. പക്ഷെ അതൊരിക്കലും ശരിയാവില്ല. അങ്ങനെയാണെങ്കിൽ ആരും രജിസ്ട്രേഷൻ എടുക്കത്തില്ല അല്ലേ? ആർക്കെങ്കിലും ഒരു പുതിയൊരു തലവേദന എടുക്കണമെന്ന് താല്പര്യം ഉണ്ടാവൂ? ഒരിക്കലും ഇല്ല. അപ്പൊ ഈ മേനെ നിങ്ങൾ എന്തായിട്ട് തന്നെ വ്യാഖ്യാനിക്കും? ഇല്ലെങ്കിൽ ഇതൊന്നും ഈ നിയമം കൊണ്ടൊരു ഉദ്ദേശം തന്നെ ഇല്ലാതാവും. ഞാൻ പറഞ്ഞ മനസ്സിലായ? എല്ലാവർക്കും ഞാൻ പറഞ്ഞത് പിടികിട്ടിയ? യെസ്. അതാണ് ഈ എക്സെപ്ഷണൽ കൺസ്ട്രക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത്. We have already seen that words of a statute must be construed so as to give a sensible meaning to them if possible. They ought to be construed at res magnus valium qua pariet. ഇത് ഏതാ? റീസണബിൾ കൺസ്ട്രക്ഷൻ ഉദ്ദേശിച്ചത് രണ്ടാമത്തെ റൂള്. In fact,
Maxwell goes to the extent of stating, Maxwell എന്ന് പറഞ്ഞാൽ ഒരു ജഡ്ജി, notwithstanding the general rule, full effect must be given to every word, yet if no sensible meaning can be given to a word or phrase, or it would defeat the real object of the enactment, it may, or rather it should be eliminated. ആ വാക്ക് തന്നെ എടുത്തു കളയണമെന്ന്. ആ വാക്ക് കൊണ്ട് ഉദ്ദേശം കിട്ടുന്നില്ലെങ്കിൽ, ആ വാക്ക് കൊണ്ട് വിചിത്രമായിട്ടുള്ള അർത്ഥം വരെയാണെങ്കിൽ, ആ വാക്ക് കൊണ്ട് വിപരീതമായിട്ടുള്ള അർത്ഥം വരെയാണെങ്കിൽ ആ വാക്ക് തന്നെ എടുത്തു കളയണം. ലെജിസ്ലേച്ചർ എഴുതി വെച്ച ഒരു വാക്ക് എടുത്ത് കളയണമെന്നും ആ കളയേണ്ടി വരും. ഇങ്ങനത്തെ സാഹചര്യങ്ങൾ കളയേണ്ടി വരും. അവരറിയാതെ ഇൻക്ലൂഡ് ചെയ്തതാ, എടുത്ത് കളയേണ്ടി വരും. ഒരു വാക്കിന്റെ അർത്ഥം തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിനെ എക്സെപ്ഷണൽ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കൺസ്ട്രക്ഷനിലോട്ട് പോകേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, ആൻഡും ഓറും. നിങ്ങൾ പറ, ഇതിന്റെ അർത്ഥം എന്താ? ആൻഡ് എന്ന് വെച്ചാൽ എന്താ? രണ്ടും വേണം. ഓർന്ന് വെച്ചാലോ ഏതെങ്കിലും ഒരെണ്ണം, അല്ലേ? ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇത്, അതല്ലേ ആൻഡ് മോറിന്റെ അർത്ഥം. പക്ഷെ ചില സാഹചര്യങ്ങളിലെ ആൻഡിനെ ഓറായിട്ട് വ്യാഖ്യാനിക്കണം, ചില സാഹചര്യങ്ങളിൽ ഓറിനെ ആൻഡ് ആയിട്ട് വ്യാഖ്യാനിക്കണം. അതെപ്പോ വരുമെന്ന് ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഗൈസ്, നമ്മൾ പഠിക്കുന്നത് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് ആൻഡ് ഡീഡ്സ് ആണ്. ഡീഡ്സ്. ചോദ്യം ഇതാണ്, എന്താണ് ഒരു ഡീഡ്? ഒരു ലീഗൽ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഡീഡ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പാർട്ട്ണർഷിപ്പ് ഡീഡ്, പാർട്ട്നേഴ്സിന്റെ റൈറ്റ്സും ഡ്യൂട്ടീസും പറയുന്ന ലീഗൽ ഡോക്യുമെന്റ്. ട്രസ്റ്റ് ഡീഡ്, ഒരു ട്രസ്റ്റിനെ രൂപീകരിക്കുന്ന ലീഗൽ ഡോക്യുമെന്റ്. റെന്റൽ ഡീഡ്, ഒരു പ്രോപ്പർട്ടി നമ്മൾ ലീസിനോ റെന്റിനോ എടുക്കുമ്പോൾ എഴുതുന്ന കരാറിനെയാണ് റെന്റൽ ഡീഡ് എന്ന് പറയുന്നത്. ആണോ? അങ്ങനെയാണെങ്കിലേ രണ്ട് പാർട്ടികൾ, പാർട്ടി എക്സും ഉണ്ട്, പാർട്ടി വൈയും ഉണ്ട്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഒരു റെന്റൽ അഗ്രിമെന്റിൽ കയറി. ഈ റെന്റൽ അഗ്രിമെന്റ് പ്രകാരം ബിൽഡിംഗ് ഓണർ ആരാന്ന് വെച്ചാൽ പാർട്ടി എക്സ്. പാർട്ടി എക്സിന്റെ കയ്യിൽ നിന്ന് റെന്റിന് എടുക്കുകയാണ് പാർട്ടി വൈ എന്തോന്ന്? ബിൽഡിംഗ്. അപ്പൊ അവര് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു കോൺട്രാക്റ്റിൽ കയറി. ആ ലീഗൽ ഡോക്യുമെന്റിനെയാണ് റെന്റൽ ഡീഡ് എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ലീസ് ഡീഡ് എന്നൊക്കെ പറയുന്നത്. അതിനകത്ത് ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, പാർട്ടി വൈ ഷുഡ് ബെയർ എനി ഇൻകം ടാക്സ് ഓർ മുനിസിപ്പൽ ടാക്സ് ഓർ stamp duty or any other tax എന്നാണ് ആ റെന്റൽ ഡീഡിനകത്ത് പറയുന്നത്. എന്താ പറയുന്നത്? പാർട്ടി വൈ ഷുഡ് ബെയർ എനി ഇൻകം ടാക്സ് ഓർ മുനിസിപ്പൽ ടാക്സ് ഓർ സ്റ്റാമ്പ് ഡ്യൂട്ടി. അങ്ങനെയാണെങ്കിലേ ഓർന്ന് വെച്ചാൽ എന്താ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെന്നല്ലേ എന്റെ അർത്ഥം, അല്ലേ? ഇത് മൂന്നും വരണമായിരുന്നെങ്കിൽ നമ്മൾ ആൻഡ് എന്നല്ലേ പറയേണ്ടത്. പക്ഷെ ഇവിടെ എങ്ങനെയാ പറയുന്നത്? പാർട്ടി വൈ ഷുഡ് ബെയർ എനി ഇൻകം ടാക്സ് ഓർ മുനിസിപ്പൽ ടാക്സ് ഓർ സ്റ്റാമ്പ് ഡ്യൂട്ടി ഓർ എനി അതർ ടാക്സ് എന്നാ പറയുന്നത്, അല്ലേ? നമ്മൾ ഈ ഓറിനെ എങ്ങനെ വ്യാഖ്യാനിക്കും എന്നറിയോ? അതായത് ഇൻകം ടാക്സും വന്നു, മുനിസിപ്പൽ ടാക്സും വന്നു. അത് രണ്ടും വന്നാൽ രണ്ടും പാർട്ടി വൈ തന്നെ വഹിക്കണം. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നേ? കാര്യം ഈ ഓറിനെ ആൻഡ് ആയിട്ടാണ് നമ്മൾ വ്യാഖ്യാനിച്ചത്. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ അർത്ഥത്തില, ഓർന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമെന്നാണ് അതിന്റെ അർത്ഥം. പക്ഷേ അങ്ങനെ വിചാരിച്ചാൽ ഇൻകം ടാക്സ് വന്നാൽ മുനിസിപ്പൽ ടാക്സ് വന്നു, പാർട്ടി വൈ മുനിസിപ്പൽ ടാക്സ് അടച്ചു, അപ്പൊ ഇൻകം ടാക്സ് പാർട്ടി എക്സ് അടയ്ക്കണമെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. കാര്യം ഈ ഓറിനെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിച്ചു? ആൻഡ് ആയിട്ട്. അപ്പൊ ഇൻകം ടാക്സ് ആൻഡ് മുനിസിപ്പൽ ടാക്സ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി ആൻഡ് എനി അതർ ടാക്സ് വന്നാലും പാർട്ടി വൈ വഹിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത് വ്യാഖ്യാനിച്ചത്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ചില സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? ഓറിനെ ആൻഡ് ആയിട്ടും ചില സാഹചര്യങ്ങളിൽ ആൻഡിനെ ഓറുമായിട്ടും വ്യാഖ്യാനിക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ മേനെ ഷാലായിട്ടും ഷാലിനെ മേ ആയിട്ടും വ്യാഖ്യാനിക്കേണ്ടി വരും. ചില സാഹചര്യങ്ങളിൽ ചില വാക്കുകളൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? എക്സ്ക്ലൂഡ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ റൂളിനെയാണ് റൂൾ ഓഫ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഞാൻ പറഞ്ഞു കിട്ടിയ? യെസ്. സാധാരണ രീതിയിലെ എപ്പോഴാണെന്നറിയോ ഷാല് മേ ആവുന്നത്? സാധാരണ രീതി ദ ഗവൺമെന്റ് ഷാൽ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാം യൂഷ്വലി കോടതി വായിക്കുന്നത് മേ എന്നുള്ള രീതിയിലാണ്. ഗവൺമെന്റിന് ഒരു ഇളവ് കൊടുക്കുന്നുണ്ട്,
കോടതി. ഗവൺമെന്റ് നിർബന്ധപൂർവം ചെയ്യാനുള്ള ചില കാര്യങ്ങൾ വേണമെങ്കിൽ മേ ആയിട്ട് വ്യാഖ്യാനിച്ചോളാം. കാര്യം ഗവൺമെന്റിന് പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ വിട്ടുപോയി കാണും, അയ്യോ പാവം ഗവൺമെന്റ്. അപ്പൊ ഗവൺമെന്റിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ കോടതി പല സാഹചര്യങ്ങളിലും ഗവൺമെന്റിന്റെ അഗെയിൻസ്റ്റ് ഷാല് കിടക്കുന്നതെല്ലാം മേ ആയിട്ട് കോടതി വ്യാഖ്യാനിക്കാറുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇല്ലെങ്കിൽ ഷാൽ എന്ന് പറഞ്ഞു വായിച്ചാൽ വിചിത്ര അർത്ഥം വരുമെങ്കിൽ അതിനെ മേ എന്ന് പറഞ്ഞു വായിക്കണം. അല്ലെങ്കിൽ മേ എന്ന് പറഞ്ഞു വായിച്ചാൽ വിചിത്ര അർത്ഥം വരുമെങ്കിൽ ഷാൽ എന്ന് പറഞ്ഞു വായിക്കണം. ഗവൺമെന്റിന് ഷാൽ എന്ന് പറഞ്ഞ് കിടക്കുന്നതെല്ലാം കോടതി മേ ആയിട്ട് സാധാരണ വായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇനി മേ ആ കിടക്കുന്നത്, പക്ഷെ പാലിച്ചില്ലെങ്കിൽ ഭയങ്കര നഷ്ടം വരും. അങ്ങനെയാണെങ്കിൽ ഈ മേനെ ഷാലായിട്ട് വായിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു പിടിക്കുക. അപ്പൊ മേ എന്നുള്ള അർത്ഥം കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് വരും. അങ്ങനെയാണെങ്കിൽ അതിനെ ഷാലായിട്ട് വായിച്ചേ പറ്റൂ. അപ്പൊ നിങ്ങൾ എന്താ നോക്കണ്ടേന്ന് വെച്ചാലേ കോൺസിക്വൻസ് ആ നോക്കണ്ടേ. ഈ മേനെ മേ ആയിട്ട് വായിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ അതിനെ ഷാലായിട്ട് വായിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായോ? A motor vehicle operator may get a license before operating a മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ ഒരു ലൈസൻസ് എടുത്തിട്ട് വണ്ടി ഓടിച്ചാൽ മതി. അയ്യോ അങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാൽ പ്രശ്നം വരും. അപ്പൊ മേനെ നമ്മൾ എങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചു? ഷാലായിട്ട്. കാര്യം അതിന്റെ എന്ത് നോക്കിയപ്പോ പ്രശ്നമുണ്ട്? കോൺസിക്വൻസ്. മേനെ മേ ആയിട്ട് വായിച്ചാൽ. എല്ലാവർക്കും ഞാൻ പറഞ്ഞ പിടികിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞ പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞ പിടികിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞ പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞു പിടികിട്ടിയ? യെസ്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ കോൺസിക്വൻസും കൂടെ നോക്കേണ്ടി വരും. ആണോ? ഫോർ എക്സാമ്പിൾ, ആൻഡ് മോർ. ആൻഡ് ഇസ് എ പാർട്ടിസിപ്പിൾ ജോയിനിങ് വേർഡ്സ്. എന്ന് വെച്ചാൽ എന്താ? പാർട്ടിസിൽ എന്ന് പറയുന്നത് പാർട്ടിസിപ്പിൾ എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താ? രണ്ട് വാക്കുകൾ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. ആൻഡ് സെന്റൻസസ് ആൻഡ് എക്സ്പ്രസിംഗ് ദ റിലേഷൻ ഓഫ് കണക്ഷൻ ഓർ അഡീഷൻ. അപ്പൊ ആൻഡ് എപ്പോഴും അഡീഷൻ. The word and is normally conjunctive. In its conjunctive sense, the word is used to conjoin words, clauses, or sentence, signifying that something is to follow in addition to that which precedes. അപ്പൊ മുമ്പ് പറഞ്ഞതും ഇതും കൂടെ ചേർത്ത്, അതാണ് and. The word or is disjunctive participle അല്ലെങ്കിൽ particle that marks an alternative. ഇതല്ലെങ്കിൽ ഇത് എന്നാണ് or, alternative. Generally corresponding to either. Either എന്ന് പറഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും. Either this or that. Can and be read as or and vice versa? എന്നാണ് ചോദ്യം. അപ്പൊ അതിന് ഉത്തരം എന്താ? The word and is normally conjunctive while or is disjunctive, but sometimes and is read as or and vice versa to give effect to the manifest intention of the legislature. Legislature ഉദ്ദേശിച്ച ആ ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ആൻഡിനെ ചിലപ്പോൾ ഓർ ആക്കണം, ഓറിനെ ചിലപ്പോൾ ആൻഡ് ആക്കണം. And may legitimately be construed as or when the intention of the legislature is clear and when any other concession would tend to defeat such intention. Legislation ഉദ്ദേശം നശിപ്പിക്കുന്ന രീതിയിലാണെങ്കിൽ ആൻഡിനെ ഓർ ആക്കണം, ഓറിനെ ആൻഡ് ആക്കണം. Not only in statutes but also in documents, the two words and or are sometimes used synonymously and in the same sense. ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഓറാ, പക്ഷെ പറഞ്ഞപ്പോൾ ആൻഡ് ആയി പോയി. ചിലപ്പോൾ ഉദ്ദേശിച്ചത് ആൻഡ് പറഞ്ഞപ്പോൾ ഓറായി പോയി. അപ്പൊ അവരെ അങ്ങനെ സിനോണിമസിലേക്ക് ഉപയോഗിക്കാമെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല അതിന്റെ അർത്ഥം. എന്നാലും അങ്ങനെ ഉപയോഗിച്ച് പോയെന്നിരിക്കാം. That would depend on the context. അപ്പൊ സാഹചര്യം അനുസരിച്ച് നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കണം. Meaning of other provisions in the same statute or document. Similarly, where statements or stipulations are coupled by and or, they have to be read either disjunctively or conjunctively. എന്ന് വെച്ചാൽ എന്താ? ചില സമയത്ത് and or എന്ന് രണ്ടും കൊടുക്കും. എന്നാൽ സാഹചര്യം അനുസരിച്ച് or എന്ന് വായിക്കണം, അല്ലെങ്കിൽ സാഹചര്യം അനുസരിച്ച് and എന്ന് വായിക്കണം എന്നാണ് അവർ ഉദ്ദേശിച്ചത്. പിന്നെന്തുണ്ട്? മേ, മസ്റ്റ്, ഷാൽ. മേ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ, മസ്റ്റ് എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട്, ഷാൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട്. Let us first appreciate the distinction between mandatory and directory. Mandatory എന്ന് പറഞ്ഞാൽ എന്താ? മസ്റ്റ്. Directory എന്ന് പറഞ്ഞാൽ എന്താ? വേണമെങ്കിൽ. Where the enactment or provision prescribes that the contemplated action be taken without any option. ഒരു ഓപ്ഷൻ ഇല്ലാതെ ചെയ്തേ പറ്റൂ. എന്നാൽ അതെന്താ? ഒരു ഡിസ്ക്രിഷൻ ഇല്ലാതെ ചെയ്തേ പറ്റൂ. എന്നാൽ അതെന്താ? Then such statute or provision or enactment will be called mandatory. Shall ആണ്. Where the acting authority is vested with discretion. വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം, അല്ലെ വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സാധാരണ കോടതിക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. വേണമെങ്കിൽ കമ്പനിനെ അടച്ചുപൂട്ടാം, വേണമെങ്കിൽ കമ്പനിയുടെ മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് ആക്കാം. എപ്പോഴാ? ഇൻകോർപ്പറേഷന്റെ സമയത്ത് എന്തെങ്കിലും ഫ്രോഡ് കാണിച്ചുകൊണ്ട് ഇൻകോർപ്പറേറ്റ് ചെയ്താൽ, ഓർക്കുന്നുണ്ടോ? കോടതിക്ക് വേണമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാം. അപ്പൊ അതെല്ലാം എന്താ? ഓർ ആണ്.
ആണോ? The statute or provision will be called directory. In deciding whether the statute is directory or mandatory, the question is whether there is anything that makes it the duty of the person on whom such power is conferred to exercise the power. Guys, mandatory ആണെങ്കിലേ അതൊരു ഡ്യൂട്ടി ആയിരിക്കും, ചെയ്തേ പറ്റൂ അല്ലേ? യെസ്, ഫോർ എക്സാമ്പിൾ കമ്പനീസ് ആക്ട് എടുക്കുകയാണെ. കമ്പനീസ് ആക്ടിലെ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കുകയാണ്. ഗൈസ് ഇവിടെ all notices of section 146, all notices of and other communications relating to any meeting shall be forwarded to the auditor of the company, and the auditor shall, unless otherwise exempted by the company, attend either by himself. എന്ന് വെച്ചാൽ എന്താ? ഓഡിറ്ററിന് എല്ലാ നോട്ടീസും AGM റിലേറ്റഡ് ആയിട്ടുള്ളതും EGM റിലേറ്റഡ് ആയിട്ടുള്ളതും, അതായത് എല്ലാ ജനറൽ മീറ്റിംഗിന്റെ നോട്ടീസ് ആർക്കും അയച്ചു കൊടുക്കണമെന്ന് ഓഡിറ്ററിന്. എന്നിട്ട് ഓഡിറ്ററിനെ എക്സംപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്പനി നീ വരണ്ട ഓഡിറ്ററെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ വന്നേ പറ്റൂ. ഷാൽ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? ഞാൻ കഴിച്ചിട്ടോ ഗൈസ്, ഈ ഷാലിനെ മേ ആയിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇല്ല. കാര്യം എക്സംഷൻ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ വന്നേ പറ്റൂ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇവിടെ നിങ്ങൾ ഷാലിനെ എന്താക്കരുത്? മേ ആക്കരുത്. കാര്യം ഈ ഷാലിനകത്ത് എന്തുണ്ട്? ഒരു ഡ്യൂട്ടി ഉണ്ട്. ഓഡിറ്ററിന് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്ത് ഡ്യൂട്ടി? ടു അറ്റൻഡ് ജനറൽ മീറ്റിംഗ്സ് അല്ലേ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്തുണ്ടോന്ന് നോക്കണം, ഒരു ഡ്യൂട്ടി ഉണ്ടോ എന്ന് നോക്കണം. എന്തുണ്ടോ എന്ന് നോക്കണം? ഒരു ഡ്യൂട്ടി ഉണ്ടോ എന്ന് നോക്കണം. ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് മിക്കവാറും എന്താ? മാൻഡേറ്ററിയാ. ഡ്യൂട്ടി ഇല്ലെങ്കിൽ അതെന്താ? ഡയറക്ടറിയാ. വേണമെങ്കിൽ ഓപ്ഷൻ അല്ല. മനസ്സിലായോ? If it is so, then the statute is a mandatory one. Otherwise, it is directory. The words may, shall, must should initially be deemed to have been used in their natural or ordinary sense. സാധാരണ രീതിയിൽ മെയും ഷാലും മസ്റ്റും നിങ്ങൾ സാധാരണ എന്തർത്ഥമാണ് കൊടുക്കുന്നത് ആ അർത്ഥത്തിൽ വേണം വായിക്കാൻ. പക്ഷേ മേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പക്ഷെ ഒരു ഡ്യൂട്ടിയാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മേനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്തേ പറ്റൂ? ഷാലായിട്ട്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? മേ signifies permission and implies that the authority has been allowed discretion. Shall in the normal sense imports a command. Must is doubtlessly a word of command. In all cases, however, the intention of the legislature will guide the interpreter in the search of the meaning. The question as to whether a statute is mandatory depends upon the intent of the legislature. Legislature അത് ഉദ്ദേശിച്ചത് നിർബന്ധമായിട്ടാ, പക്ഷെ ഉപയോഗിച്ച വാക്ക് മേ ആയിപ്പോയി. എന്നാൽ മീനെ ഷാലായിട്ട് തന്നെ വ്യാഖ്യാനിക്കണം. And not upon the language in which the intent is clothed. In cases where normal significance of imperative and permissive terms leads to absurd, inconvenient, unreasonable results, they should be discarded. എന്ന് പറഞ്ഞാൽ എന്താ? മേ ആയിട്ട് വ്യാഖ്യാനിച്ചാൽ വിചിത്രമായിട്ടുള്ള അർത്ഥം വരും. This act may be called Indian Contracts Act. ഞാൻ അതിനെ വിളിക്കാൻ പോകുന്നു സെയിൽ ഓഫ് ഗുഡ്സ് എന്നാ, ഞാൻ അതിനെ വിളിക്കാൻ പോകുന്നു ഇന്ത്യൻ പീനൽ കോഡ് എന്നാ. കാര്യം മേ എന്നാ പറയുന്നത്. അപ്പൊ വിചിത്രമായിട്ടുള്ള അർത്ഥം വരും. അപ്പൊ അത് ചെയ്യരുത്. ആ മേനെ ഷാലായിട്ട് വായിക്കേണ്ടി വരും. മേ, though permissive, sometimes has compulsory force and is to be read as shall. എപ്പോഴാണ് മേ ഷാലായിട്ട് വായിക്കേണ്ടി വരുന്നത്? ഒരു ഡ്യൂട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മേനെ ഷാലായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യേണ്ടി വരും. Although it is well settled, കോടതി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്താണ്? That ordinarily the word may is always used in a permissive sense. വേണമെങ്കിൽ ചെയ്താൽ മതി. There may be circumstances where this word will have to be construed as having been used in mandatory or compulsory sense. Where the word may has been used as implying a requisite condition to be fulfilled, the court will and ought to exercise the powers which it should, and in such case the word may will have compulsory force. അതായത് a company may take permission of registrar before doing something എന്ന് പറയുകയാണെങ്കിൽ വേണമെങ്കിൽ ആ കാര്യം ചെയ്യാൻ രജിസ്ട്രാറിന്റെ പെർമിഷൻ എടുക്കണം എന്നല്ല. ആ കാര്യം ചെയ്യണമെങ്കിൽ രജിസ്ട്രാറിന്റെ പെർമിഷൻ എടുത്തേ പറ്റൂ. അവിടെ മേ ഉദ്ദേശിക്കുന്ന ശാലായിട്ടാ. എന്തുണ്ടെങ്കിൽ ഒരു റെക്വിസിറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ എന്താ? മുമ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വേറെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ മുമ്പ് ചെയ്യാനുള്ളത് ഒരു മേ എന്നുള്ള രീതിയിലായിരിക്കും പറഞ്ഞത്, പക്ഷെ അത് ശാല എന്നാ ഇവിടെ ഉദ്ദേശിച്ചത്. മേ ഒബ്സർവ്ഡ് കോട്ടൺ തെറ്റിപ്പോയവരെ കുഴപ്പമില്ല. Can never mean must as long as the English language retains its meaning, but gives a power, then it may be a question in what case. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതൊക്കെ പിടികിട്ടുന്നുണ്ടോ?
അവർ വീണ്ടും വീണ്ടും അവര് എന്ത് ചെയ്യുക, അത് റിപ്പീറ്റ് ചെയ്ത് ചില കാര്യങ്ങൾ പറയുക. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു പിടിയോ, ഇവിടുത്തെ ഈ സെന്റൻസ് വായിക്കാം. The question whether any requirement is mandatory or directory has to be decided not merely on the basis of any specific provision which, for instance, sets out consequences of the omission to observe the requirement, but on the purpose for which the requirement has been enacted, particularly in the context of other provisions of the Act and general scheme. Basically, ഈ കാര്യം ചെയ്തില്ലെങ്കിൽ ആവുമെങ്കിൽ ആ കാര്യം മേ അല്ല ശാല, അത് ചെയ്തേ പറ്റും. It would inter alia depend on whether the requirement is insisted as a protection for the safeguarding of the right of liberty of person or of property that action might involve. Basically, ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്നാൽ ആ കാര്യം നിർബന്ധമായിട്ട് ചെയ്തേ പറ്റും. അപ്പൊ ആ കാര്യം മേ ആയിട്ടായിരിക്കും പറയുന്നത്, എന്നാൽ അത് ഷാലാവും എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഗൈസ്, എല്ലാവർക്കും റൂൾ ഓഫ് റീസണബിൾ കൺസ്ട്രക്ഷൻ മനസ്സിലായോ? എന്ന് വെച്ചാൽ എന്താ, ചില സാഹചര്യങ്ങളിൽ വാക്കുകൾ തന്നെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് അർത്ഥം കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ചില വാക്കുകൾ തന്നെ മാറ്റിക്കളയേണ്ടി വരും. അതാണ് എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ. വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസുകളിലേ അത് ചെയ്യാവൂ. എല്ലാവർക്കും പറഞ്ഞു കിട്ടിയ. ലാസ്റ്റ് ആണ് റൂൾ ഓഫ് അഡ്ജസ്റ്റം ജനറസ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള റൂൾസിൽ ഒന്നാണ് റൂൾ ഓഫ് അഡ്ജസ്റ്റം ജനറസ്. ഒന്ന് എഴുതിക്കേ ഗൈസ്, റൂൾ ഓഫ് അഡ്ജസ്റ്റം ജനറസ്. എന്താണ് ഈ റൂൾ ഓഫ് അഡ്ജസ്റ്റം ജനറസ്? നിങ്ങൾ അതിന്റെ താഴെ ഞാൻ പറയുന്ന സെന്റൻസ് ഒന്ന് എഴുതിക്കേ. വെൻ general words are when specific words ആണ്, when specific words are followed by general words, then the general words will have the same character of specific words that preceded it. എന്ന് പറഞ്ഞൊന്ന് എഴുതിക്കേ. എന്താ നിങ്ങൾ എഴുതിയത്? When specific words are followed by general words, then the general words will have the same character of specific words that preceded it. ഈ എഴുതിയതിന്റെ അർത്ഥം എന്താണ്? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. ഞാനൊരു എക്സാമ്പിൾ നൽകി തരാം. ഗൈസ്, ഞാൻ ഇങ്ങനെ എഴുതിയാൽ നിങ്ങൾ എങ്ങനെ വ്യാഖ്യാനിക്കും എന്ന് പറ. കൗ, goat, sheep and other animals എന്ന് പറഞ്ഞ് ഏതോ ഒരു ആക്ടിനകത്ത് പറയുന്നുണ്ട് എന്ന് വിചാരിച്ചോ. ഏതോ ഒരു ആക്ടിൽ പറയുന്ന ഒരു വാക്യമാണ് ഏതോ സെക്ഷനിൽ. എങ്ങനെയാ പറയുന്നത്? കൗവ്, ഗോട്ട്, ഷീപ്പ് ആൻഡ് അതർ അനിമൽസ് എന്നാ പറയുന്നത്. എനിക്ക് നിങ്ങളോടുള്ള ചോദിക്കാനുള്ള ചോദ്യം, ഈ അതർ അനിമൽസിനകത്ത് ലയൺ വരുവോ? ലയന്റെ സ്പെല്ലിംഗ് ഞാൻ ലിയോൺ എന്നൊക്കെ എഴുതി. ലയൺ വരുവോ? ടൈഗർ വരുവോ? ലയനും ടൈഗറും ഒക്കെ വരുമോ? ഈ അതർ അനിമൽസിന്റെ വ്യാഖ്യാനത്തിൽ നിങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഇല്ല എന്ന് ചിലവർ പറയുന്നു. അതെന്തുകൊണ്ടാ? നിങ്ങൾ എന്ത് ചെയ്തു? ഈ അതർ അനിമൽസിന് ഏത് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തു? കവിനും ഗോട്ടിനും ഷീപ്പിനും ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഡൊമസ്റ്റിക് അനിമൽ എന്നുള്ള ക്യാരക്ടറിസ്റ്റിക് നിങ്ങൾ കൊടുത്തു. അങ്ങനെ നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ ഏത് റൂളാ ഫോളോ ചെയ്തതെന്ന് അറിയോ? അഡ്ജസ്റ്റം ജനറസ്. അഡ്ജസ്റ്റം ജനറൽസിൽ എന്താ പറയുന്നത്? വെൻ സ്പെസിഫിക് വേർഡ്സ്, കൗ ഒരു സ്പെസിഫിക് വേർഡാ, ഗോട്ട് ഒരു സ്പെസിഫിക് വേർഡാ, ഷീപ്പ് ഒരു സ്പെസിഫിക് വേർഡാ, ആർ ഫോളോഡ് ബൈ ജനറൽ വേർഡ്സ്. അതർ അനിമൽസ് എന്ന് പറഞ്ഞ ജനറൽ. എന്നാൽ ഈ ജനറൽ വേർഡ്സിന് എന്തിന്റെ രൂപം കൊടുക്കേണ്ടി വരും? അതിന് തൊട്ടു മുമ്പ് പറഞ്ഞ ഈ സ്പെസിഫിക് വേർഡ്സിന്റെ അതേ രൂപം കൊടുക്കേണ്ടി വരും, അതേ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുക്കേണ്ടി വരും എന്ന് പറയുന്ന റൂളാണ് റൂൾ ഓഫ് അഡ്ജസ്റ്റം ജനറൽസ്. എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ?
എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? യെസ്, യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയ? വളരെ സിമ്പിൾ, അത്രേ ഉള്ളൂ. Okay. The term adjective generis means of the same kind or species. Yes. Simply stated, the rule is as follows. Where specific words pertaining to a class or category, but in the category domestic animals on the category or genus are followed by general words. But a general word of other animals. The general words shall be construed as limited to things of the same kind as those specified. ആ ജനറൽ വേർഡ്സിന് എന്തിന്റെ സ്വഭാവം കാണിക്കുന്നു? സ്പെസിഫിക് വേർഡ്സ്, അതിന് തൊട്ട് മുമ്പുള്ള സ്പെസിഫിക് വേർഡ്സിന്റെ അതേ സ്വഭാവം കാണിക്കുന്നു. എല്ലാവർക്കും പറഞ്ഞ് ഡീറ്റിയ. ദിസ് റൂൾ അപ്ലൈസ് വെൻ. എപ്പോഴാണ് ഈ റൂൾ ആപ്ലിക്കബിൾ ആവുന്നത്? ദ സ്റ്റാറ്റ്യൂട്ട് കണ്ടെയ്ൻസ് ആൻ എന്യൂമറേഷൻ ഓഫ് സ്പെസിഫിക് വേർഡ്സ്. ഒരു ലിസ്റ്റ് പറയുന്നു, കൗ, ഗോട്ട്, ഷീപ്പ്, അങ്ങനെ ഒരു ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ദ സബ്ജക്ട് ഓഫ് എന്യൂമറേഷൻ കോൺസ്റ്റിറ്റ്യൂട്ട്സ് എ ക്ലാസ് ഓർ കാറ്റഗറി. ഡൊമസ്റ്റിക് അനിമൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയാണ് വരുന്നത്. That class or category is not exhausted by the enumeration. Guys, കൗവും ഗോട്ടും ഷീപ്പ് മാത്രമല്ല ഡൊമസ്റ്റിക്. ഡോഗ്സ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, പിന്നെ ഏതുണ്ട്, ഡോഗ് ഉണ്ട്, പിന്നെ ക്യാറ്റ് ഉണ്ട്. ക്യാറ്റ് ഞാൻ പറഞ്ഞു. ഓക്കെ, അങ്ങനെയാണ്. അപ്പൊ ബേസിക്കലി ഈ സ്പെസിഫിക് വേർഡ്സ് എന്തായിട്ടില്ല, എക്സോസ്റ്റ് ആയിട്ടില്ല. ഈ ഒരു കാറ്റഗറിയിൽ ഇനിയും വേറെ പലതിനെയും കൊണ്ടുവരാം. അതാണ് ഈ മൂന്നാമത്തെ പോയിന്റ്. ദ ക്ലാസ് ഓർ കാറ്റഗറി ഈസ് നോട്ട് എക്സോസ്റ്റഡ് ബൈ ദി എന്യൂമറേഷൻ. ആ ലിസ്റ്റ് കംപ്ലീറ്റ് അല്ല. ജനറൽ ടേംസ് ഫോളോ ദി എന്യൂമറേഷൻ എന്ന് വെച്ചാൽ എന്താ, ആ ലിസ്റ്റ് ഇങ്ങനെ പറയുമ്പോഴേ ലാസ്റ്റ് പറഞ്ഞ ഒരു ജനറൽ ടേം ആണ്. എന്നിട്ട് ദർ ഇസ് നോ ഇൻഡിക്കേഷൻ ഓഫ് എ ഡിഫറെന്റ് ലെജിസ്ലേറ്റീവ് ഇന്റന്റ്. കോടതിക്ക് എന്തുദ്ദേശം, ഐ മീൻ ലെജിസ്ലേച്ചേഴ്സ് എന്തുദ്ദേശമില്ല, കൗവും ഷീപ്പും ഗോട്ടും അല്ലാതെ വേറെ കാര്യങ്ങൾ വരരുതെന്നുള്ള ഒരു ഇന്റൻഷൻ ഒന്നുമില്ല. അപ്പൊ ഇതിനകത്ത് എന്ത് വരാം? ഡോഗ് വരാം, ക്യാറ്റ് വരാം, റാബിറ്റ് വരാം, ഡക്ക് വരാം, ഡൊമസ്റ്റിക് അനിമൽസ് വരാം, വേറെയും വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റൂൾ ഓഫ് adjustive generis ഉപയോഗിക്കണം. The rule of adjustive generis is not an absolute rule of law, but only a part of a wider principle of construction. And therefore, this rule has no application where the intention of legislature is clear. See, ഇതിനകത്ത് പട്ടി വരുമോ എന്നുള്ളൊരു ചോദ്യം വരികയാണെങ്കിൽ പട്ടി വരും. അങ്ങനെ ഒരു ചോദ്യമേ ഉദിക്കുന്നില്ലെങ്കിൽ പട്ടി വരത്തില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചത്. യെസ്, ഇവിടെ ഒരു എക്സെപ്ഷൻസ് പറയുന്നു, ഇതും നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. അതിനു മുമ്പ് എല്ലാവർക്കും adjustive generis റൂൾ മനസ്സിലായോ? ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയെങ്കിൽ യെസ് എന്ന് പറ പ്ലീസ് ഗൈസ്. ക്ലിയർ ആയെങ്കിൽ യെസ് എന്ന് പറ എല്ലാവരും. എല്ലാവർക്കും ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? യെസ്, യെസ്, യെസ്. അങ്ങനെയാണെങ്കിൽ എപ്പോഴൊക്കെ adjustive generis എന്ന് പറയുന്ന റൂള് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാണ് ചോദ്യം. അതാണ് ഈ എക്സെപ്ഷൻസ്. അപ്പൊ ഈ എക്സെപ്ഷൻസിന്റെ സൈഡ് വേണമെങ്കിൽ എഴുതിക്കോ. The rule of adjustive generis cannot be used in the following circumstances എന്ന് പറഞ്ഞെഴുത്. The rule of adjustive generis cannot be used in the following circumstances എന്ന് പറഞ്ഞെഴുത്. എഴുതിയോ? എന്നിട്ട് ഈ 4 റൂളുണ്ട്. ഇതിൽ ഞാൻ ഒരു റൂൾ ഞാൻ പറഞ്ഞുതരാം. ഈ രണ്ടാമത്തത്, where the particular words exhaust the whole genus. For example, guys, ഈ primary colors എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ കേട്ടിട്ടുണ്ടോ? പ്രൈമറി കളേഴ്സ്, എൻ്റെ ഒരു അറിവ് പ്രകാരം പ്രൈമറി കളർ എന്ന് പറഞ്ഞാൽ റെഡ്, ബ്ലൂ, യെല്ലോ. റെഡ്, ബ്ലൂവും യെല്ലോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതാണ് പ്രൈമറി കളേഴ്സ്. അപ്പൊ ഏതോ നിയമത്തിൽ പറയുന്നു പ്രൈമറി കളേഴ്സ് റെഡ്, ബ്ലൂ ആൻഡ് യെല്ലോ ആൻഡ് അതർ കളേഴ്സ് എന്ന് പറഞ്ഞാലേ ഇവിടെ അതർ കളേഴ്സ് ആയിട്ട് വേറെ ഒന്നും ഇനി ബാക്കിയില്ല. കാര്യം എല്ലാം കവറായി പോയി. അങ്ങനെയാണെങ്കിൽ ഈ അതർ കളേഴ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? വേറെ കളേഴ്സും കൂടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാര്യം പ്രൈമറി കളേഴ്സ് എല്ലാം കവറായി ഇതിനകത്ത്. അപ്പൊ ഇവിടെ ഏത് റൂൾ ആപ്ലിക്കബിൾ ആക്കരുത്? ഈ അതർ കളേഴ്സിനകത്ത് adjustive generis ആപ്ലിക്കബിൾ ആക്കരുത്. കാര്യം ആ ഫുൾ ജീനസ് അല്ലെങ്കിൽ ആ ക്ലാസ് എന്തായി? എക്സോസ്റ്റ് ആയി. എന്ത് വെച്ചോണ്ട് തന്നെ എക്സോസ്റ്റ് ആയി? അതിന്റെ സ്പെസിഫിക് വേർഡ്സ് വെച്ച് തന്നെ എക്സോസ്റ്റ് ആയി. കാണിച്ചുതരാം.
where the particular words exhaust the whole genus. അതായത് അതിന് തൊട്ട് മുമ്പ് പറഞ്ഞ particular words ഇല്ലേ, അത് ആ full കാറ്റഗറിനെ തന്നെ എക്സോസ്റ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എന്താ, ആ കാറ്റഗറിയിനകത്തുള്ള എല്ലാ കാര്യങ്ങളും അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് ഈ adjust generals ഇനി ഉപയോഗിക്കേണ്ടതെന്ന് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കിട്ടിയ. രണ്ടാമത്തത്, if the preceding term is general as well as which follows this rule, as well as that which follows this rule, basically adjustum generals വരണമെങ്കിൽ എങ്ങനെ വരണം? Specific words followed by general words വരണം. ആണോ? അങ്ങനെയാണെങ്കിലേ കൗ ഗോട്ട് ഷീപ്പിന് പകരം ഫ്ലോറ ആൻഡ് ഫോണ ആൻഡ് അതർ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാലേ, ഇങ്ങനെ പറയുമ്പോഴേ ഫ്ലോറ വേറെ കാറ്റഗറി, ഫോണ വേറെ കാറ്റഗറി, അതർ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ ഈ അതർ ഓർഗാനിസംസ് പറഞ്ഞാൽ അപ്പൊ എല്ലാം വരുമെന്ന അതിന്റെ അർത്ഥം. എല്ലാ ഫ്ലോറയും എല്ലാ ഫോണയും എല്ലാ ഓർഗാനിസംസും വരുന്ന, ബാക്ടീരിയ എല്ലാം വരുന്ന. ഇവിടെ ഏത് റൂൾ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്നില്ല? ഈ സ്പെസിഫിക് വേർഡ്സിന്റെ തന്നെ ക്യാരക്ടർ ആപ്ലിക്കബിൾ ആക്കാൻ പറ്റുന്നില്ല. കാര്യം എന്താ? ഈ സ്പെസിഫിക് വേർഡ്സ് അവർ എങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്? ജനറൽ ആയിട്ട്. ഫ്ലോറ എന്ന് പറഞ്ഞാൽ എല്ലാ പൂക്കളും, ഫോണ അങ്ങനെയല്ലേ, ഫ്ലോറയും ഫോണയുടെ ആ വ്യത്യാസമല്ലേ. ഫോണ എന്ന് പറഞ്ഞാൽ എല്ലാ മൃഗങ്ങളും, അപ്പം എല്ലാ ഓർഗാനിസമും കവർ ആയി പോയി. കാര്യം അത് സ്പെസിഫിക് വേർഡ്സും എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? ജനറൽ ആയിട്ടാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റില്ല? adjustum generals ഉപയോഗിക്കാൻ പറ്റില്ല. അതാണ് ഈ ഫസ്റ്റ് പോയിന്റ്. ഇഫ് ദ പ്രിസീഡിംഗ് ടേം ഇസ് ജനറൽ, അങ്ങനെയാണെങ്കിൽ adjustum generals ഉപയോഗിക്കാൻ പറ്റില്ല. മൂന്നാമത്തത്, where the specific objects enumerated are essentially diverse in character. എന്ന് വെച്ചാലേ ഈ കൗവും ഗോട്ടും ഷീപ്പും അല്ലാതെ വേറെ പല അനിമൽസും പറഞ്ഞിട്ടാണ് അതർ അനിമൽസ് എന്ന് പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, കൗ, ഗോട്ട്, ഷീപ്പ്, ലയണ്, ടൈഗർ ആൻഡ് അതർ അനിമൽസ്. അങ്ങനെ പറയുകയാണെങ്കിൽ ആ അതർ അനിമൽസിനകത്ത് നമ്മൾ ഡൊമസ്റ്റിക്കോ വൈൽഡോ മാത്രം ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, എല്ലാം ഉൾപ്പെടുത്തേണ്ടി വരും. കാര്യം എന്താ? ഇറ്റ് ഇസ് നോട്ട് സ്പെസിഫിക് ടു എ പർട്ടിക്കുലർ ഗ്രൂപ്പ്. എല്ലാം വരുന്നുണ്ട് അതിനകത്ത്. ഡൊമസ്റ്റിക്കും വരുന്നു, പിന്നെ ഏതാ വൈൽഡും വരുന്നു, എല്ലാം വരുന്നു. അപ്പൊ ഈ റൂൾ ആപ്ലിക്കബിൾ അല്ലാതെ ആവും. അപ്പൊ ഇത് എന്തായി മാറും? ഒരു ഇൻക്ലൂസീവ് ഡെഫിനിഷൻ പോലെ ആയി മാറും. അപ്പൊ ഇതിനകത്ത് ഡൊമസ്റ്റിക്കും വരും, എല്ലാം വരും, എല്ലാ കാറ്റഗറിയും. അപ്പൊ ഈ റൂൾ വെച്ചല്ല ചെയ്തത്. നമ്മൾ എന്ത് ചെയ്തത്? ഇന്റർപ്രിട്ടേഷൻ. where the specific words enumerated are essentially diverse in character. പറഞ്ഞ സ്പെസിഫിക് വേർഡ്സ് എന്താ? അത് ആക്ച്വലി ഡൈവേഴ്സ്. ഡൈവേഴ്സ് പറഞ്ഞാൽ എന്താ? ഒരു വൈഡർ മീനിങ് വരുന്നത് ആ സ്പെസിഫിക് വേർഡ്സിന്. അപ്പൊ അതൊരു പർട്ടിക്കുലർ ക്ലാസ് അല്ല പറയുന്നത്. അതുകൊണ്ട് ആ ക്ലാസ്സിലുള്ള ബാക്കി എന്നുള്ള രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല adjustum generals ഉപയോഗിച്ച്. എല്ലാവർക്കും പറഞ്ഞു മനസ്സിലായോ? ഫോർത്ത്, where there is an express intention of legislature that the general term shall not be read adjustum generis the specific terms. എന്ന് വെച്ചാൽ ഇവിടെ ഒരു എക്സാമ്പിൾ അവർ കൊടുത്തിട്ടുണ്ട്. The fifth ground contained in section 271 clause C. ഓക്കെ, ഞാൻ ജസ്റ്റ് 271 clause C കാണിച്ചു തരാം. ഇതേ സെക്ഷൻ 271 clause C പറയുന്ന വേറൊരു സെക്ഷനാണ് അത്. ആ സെക്ഷനിൽ പറയുന്ന ഒരു കാര്യം LLP ആക്ടിലും പറയുന്നു. രണ്ടും ഞാൻ കാണിച്ചു തരാം. അത് ഏതാ അവർ പറയുന്നത്? സെക്ഷൻ 271 വൈൻഡിങ് അപ്പ്. വൈൻഡിങ് അപ്പ് ചാപ്റ്റർ. വൈൻഡിങ് അപ്പ് ചാപ്റ്ററിൽ സെക്ഷൻ 271 ഹെഡിങ് എന്താ ഗൈസ്? സെക്ഷൻ 271ന്റെ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് കമ്പനി മേ ബി വൗണ്ട് അപ്പ് ബൈ ട്രൈബ്യൂണൽ എന്നല്ലേ. അപ്പോ ഒരു കമ്പനീനെ ഏതൊക്കെ സാഹചര്യത്തിൽ ട്രൈബ്യൂണലിന് അടച്ചുപൂട്ടാം എന്നാണ് ചോദ്യം. ഞാൻ LLP ആക്ട് എടുത്തു വെക്കാം. LLP ആക്ടിനകത്തും പറയുന്നു എന്ത്? ഏതൊക്കെ സാഹചര്യത്തിൽ ട്രൈബ്യൂണലിന് വേണമെങ്കിൽ LLPനെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്? അടച്ചുപൂട്ടാൻ പറ്റുമെന്ന് അല്ലേ? നോക്കിക്കേ ഗൈസ്, സെക്ഷൻ 64, സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് LLP മേ ബി വൗണ്ട് അപ്പ് ബൈ ട്രൈബ്യൂണൽ അല്ലേ? ആണോ? ഇവിടെ എത്ര സർക്കംസ്റ്റാൻസസ് പറയുന്നു? A, B, C ഇല്ല, D, E, F പറയുന്നു. ഇത്രയും പറയുന്നില്ലേ? ഇതിൽ ഒരെണ്ണം ഞാൻ വായിച്ചു തരാം. D, if the limited liability partnership has acted against the interest of the sovereignty, integrity of India, the security of state or public order എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നുണ്ടാ. ഇതേ പോയിന്റ് ഇവിടെ ഉണ്ടോ എന്ന് നോക്ക്. സെക്ഷൻ 271 അതിൽ ക്ലോസ് B നോക്കിക്കേ. If the company has acted against the interest of the sovereignty, integrity of India, the security of the state, friendly relation with foreign states, public order, decency or morality. ഒരു രീതി പറഞ്ഞ രണ്ടിടത്തും പറയുന്നത് സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ 270
1 നിങ്ങളെ പഠിപ്പിക്കാത്തതുകൊണ്ട് അത് വിട്ടിട്ട് ഞാൻ ഏതിലോട്ട് പോകാൻ പോയാ LLP ആക്ടിലോട്ട് പോകാൻ പോയാ. ഓക്കെ, കുഴപ്പമില്ലല്ലോ, കാര്യം രണ്ടിലും പറയുന്ന ഒരേ കാര്യമാണ്. അങ്ങനെയാണെങ്കിലേ ചോദ്യം എന്താണ്? സെക്ഷൻ 64 എന്താണ് ഉത്തരം നൽകുന്നത്? ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു LLPനെ ട്രൈബ്യൂണലിന് അടച്ചുപൂട്ടാം അല്ലേ? കുറെ സാഹചര്യങ്ങൾ പറയുന്നു. LLP may be wound up by the tribunal. ഏതൊക്കെ സാഹചര്യങ്ങളിൽ? If the LLP decides that the LLP be wound up by the tribunal. First സാഹചര്യം. If for a period of more than 6 months. ഇത് ഏതാണെന്ന് മനസ്സിലായി? സെക്ഷൻ 6 ഓർക്കുന്നുണ്ടോ? LLP ആക്ടിലെ സെക്ഷൻ 6. The number of partners of the LLP is reduced below 2. Clause DO. If the LLP has acted against, ഇത് നമ്മൾ already വായിച്ചു, against the interest of and the integrity of India. If the LLP has made a default in filing with the registrar, the statement of account and solvency or annual return for any 5 consecutive years. Or if the tribunal is of the opinion that it is just and equitable that the LLP be wound up. അപ്പൊ ചോദ്യം ഇതാണ്, എഫ് ഇല്ലേ, എഫ് ഒരു റെസ്യൂഡറി ക്ലോസ് ആണ്. വേറെ ഏതെങ്കിലും സാഹചര്യം, ഇഫ് ദ ട്രൈബ്യൂണൽ ഇസ് ഓഫ് ദി ഒപ്പീനിയൻ, ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യം അല്ലാതെ വേറെ ഏതെങ്കിലും സാഹചര്യം അവിടെ ആർക്ക് തോന്നുകയാണ്, ട്രൈബ്യൂണലിൽ തോന്നുകയാണ്, അതാണ് ട്രൈബ്യൂണൽ ഇസ് ഓഫ് ദി ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ട്രൈബ്യൂണൽ എന്ത് തോന്നുന്നു? ഇറ്റ് ഇസ് ജസ്റ്റ് ആൻഡ് ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിസ്, ഇക്വിറ്റബിൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരു LLPനെ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല തീരുമാനം എന്ന് കോടതിക്ക് തോന്നുകയാണ് വേറെ ഏതോ സാഹചര്യത്തിൽ. അപ്പൊ നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം, ഈ വേറെ ഏതോ സാഹചര്യം ഇല്ലേ, അത് ഈ മേളിൽ പറഞ്ഞ ക്ലോസ് ഇ പോലുള്ള ഒരു സാഹചര്യമാണോ, ഡി പോലുള്ള ഒരു സാഹചര്യമാണോ, ബി പോലുള്ള ഒരു സാഹചര്യമാണോ, എ പോലുള്ള ഒരു സാഹചര്യമാണോ, അതോ ഈ 4 പോലുള്ള ഒരു സാഹചര്യം ആയിരിക്കണോ, അതോ അല്ലാതെ വേറെ ഏത് സാഹചര്യമാണെങ്കിലും ആവോ? ആൻസർ വേറെ ഏത് സാഹചര്യമാണെങ്കിലും ആവോ. നിങ്ങൾ എന്ത് ചെയ്തില്ല? എഫിനെ എഡ്ജസ്റ്റം ജനറസ് ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്തില്ല. ഏതുമായിട്ട് സാമ്യം വരുന്ന സാഹചര്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്തില്ല. എ ക്ലോസും ബി ക്ലോസും ഡി ക്ലോസും ഇ ക്ലോസും നിങ്ങൾ എഫിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തു? ഇച്ചിരി കൂടെ വൈഡർ സെൻസിൽ ഇന്റർപ്രറ്റ് ചെയ്തു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? അത് ഈ 4ാമത്തെ എക്സെപ്ഷൻ പ്രകാരം. 4ാമത്തെ എക്സ്പ്രഷനിൽ എന്താ പറയുന്നത്? 4ാമത്തെ എക്സെപ്ഷനിൽ എന്താ പറയുന്നത്? വേർ ദർ ഇസ് ആൻ എക്സ്പ്രസ് ഇന്റൻഷൻ ഓഫ് ലെജിസ്ലേച്ചർ എന്ത് മനസ്സ് വിചാരിച്ചുകൊണ്ട് അങ്ങനെ എഴുതിയത്? അൺലിമിറ്റഡ് പവർ ആർക്ക് കൊടുക്കാൻ? ഒരു LLPനെ വൈൻഡ് അപ്പ് ചെയ്യാൻ കോടതിക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ശരിയാണെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ LLPനെ വൈൻഡ് അപ്പ് ചെയ്യാം. ഈ മേളിൽ പറഞ്ഞിരിക്കുന്ന സാഹചര്യം പോലെയുള്ള ഒരു സാഹചര്യം ആവണ്ട, വേറെ ഏത് സാഹചര്യത്തിലും LLPനെ വൈൻഡ് അപ്പ് ചെയ്യാൻ കോടതിക്ക് അധികാരം കൊടുത്തു ലെജിസ്ലേച്ചർ. അപ്പൊ ലെജിസ്ലേച്ചറിന്റെ ഉദ്ദേശം എന്തല്ല? ഇതുപോലത്തുള്ള സാഹചര്യങ്ങൾ മാത്രം ചുരുക്കാൻ വേണ്ടിയിട്ടല്ല ആ പവർ കൊടുത്തത്. ഏത് സാഹചര്യം വേണമെങ്കിലും കോടതിക്ക് അതാണ് ന്യായം, അതാണ് നീതി ആയിട്ട് തോന്നുകയാണെങ്കിൽ വൈൻഡ് അപ്പ് ചെയ്തു. That the general term shall not be read adjusted general specific terms. മനസ്സിലായോ? യെസ്, എല്ലാവർക്കും പറഞ്ഞു പിടികിട്ടിയോ? അതാണ് ഇതാ ഇവിടെ the fifth ground contained in section 271 clause E of the Companies Act 2013 shall not be read adjusted general the earlier 5, although it is a general phrase following specific phrases. This is because the earlier grounds are essentially diverse in character. കാര്യം എന്താ? ഇതിന് നേരത്തെ പറയുന്ന 5 കേസുകളില്ലേ, എ ക്ലോസ്, ബി ക്ലോസ്, ഡി ക്ലോസ്, ഇ ക്ലോസ്, ഇതൊക്കെ വിവിധ കാര്യങ്ങളാണ് പറയുന്നത്. ഒരെണ്ണം ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചു, ഒരെണ്ണം LLPയുടെ നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് 2ൽ നിന്ന് 1 താഴെയായി. ഇത് തന്നെ വിവിധ കാര്യങ്ങളല്ലേ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്? എഫ് ക്ലോസിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യരുത്? എ ക്ലോസും ബി ക്ലോസും ഡി ക്ലോസും ഇ ക്ലോസും ആയിട്ട് സാമ്യമുള്ള സാഹചര്യമായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യരുത്. കാര്യം എയും ബിയും ഡിയും ഇക്കും സാമ്യതയില്ല. അപ്പൊ എഫിന് സാമ്യത വരരുത്. വേറെ ഏതെങ്കിലും സാഹചര്യം എന്നുള്ള രീതിയിൽ തന്നെ അതിനെ വ്യാഖ്യാനിക്കണം. എല്ലാവർക്കും ഞാൻ പറഞ്ഞപ്പോൾ കിട്ടിയ അഡ്ജസ്റ്റഡ് ജനറൽസ് മനസ്സിലായോ? ഇത് അവർ സമ്മപ്പ് ചെയ്തതാ. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ സമ്മപ്പ് ചെയ്തതാ. എല്ലാവർക്കും റൂൾ ഓഫ് അഡ്ജസ്റ്റഡ് ജനറൽസ് മനസ്സിലായോ? ക്ലിയർ അല്ലേ? അല്ല, ഞാൻ കാര്യം ചോദിച്ചിട്ടോ, ഈ പ്രൈമറി റൂൾസ് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായോ? ലിറ്ററൽ കൺസ്ട്രക്ഷൻ, അതിന്റെ ഓപ്പോസിറ്റ് ആണ് റീസണബിൾ കൺസ്ട്രക്ഷൻ, ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ, എയ്ഡൻസ് കേസിന്റെ റൂള്, ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ, എക്സെപ്ഷണൽ കൺസ്ട്രക്ഷൻ, അഡ്ജസ്റ്റഡ് ജനറൽസ്. ഇത്രയും മനസ്സിലായോ? 2 മണിക്കൂർ എടുത്ത് ഇത് ഫുൾ റൂളും പറഞ്ഞുതരാം. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഞാൻ സെക്കൻഡറി റൂൾസിലോട്ടൊന്നും പോട്ടോ. ഇതും കൂടെ തീർന്നാൽ 90% ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ് തീർന്നു. കാര്യം ഏത് തീർന്നു? എക്സ്റ്റേണൽ എയ്ഡ്സ്, ഇന്റേണൽ എയ്ഡ്സ്,
പ്രൈമറി റൂൾസ്, സെക്കൻഡറി റൂൾസ്. ഇതാണ് ബേസിക്കലി ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട്സ്. തീർന്നു. നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അടുത്തത് എഴുതിക്കോ. സെക്കൻഡറി റൂൾസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്തേ. ഒന്ന് നോസിറ്റർ റിസോഴ്സസ് റൂളും പിന്നെ ഡോക്ട്രിൻ ഓഫ് കണ്ടംപററിയ എക്സ്പോസിറ്റ എന്ന് പറഞ്ഞ ഒരു റൂൾ. അപ്പൊ സെക്കൻഡറി റൂൾസ് എന്ന് പറഞ്ഞ എഴുതിക്കേ. സെക്കൻഡറി റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ആദ്യം നോസിറ്റർ റിസോഴ്സസ് റൂൾ. ഇത് എഴുതി വരുമ്പോ സ്പെല്ലിംഗ് ഒക്കെ തെറ്റു. ഞാൻ നോക്കട്ടെ. NOSCITUR. TUR ആണ് കേട്ടോ. OR ഞാൻ നോസിറ്റർ റിസോഴ്സസ് റൂൾ ആണ് കേട്ടോ. നോസിറ്റർ റിസോഴ്സസ് റൂൾ ആണ്. ഓക്കെ, അടുത്തത് എന്താ? കണ്ടംപൊറാനിയ. കണ്ടംപൊറാനിയ എക്സ്പോസിറ്റിയോ. യെസ്, ഈ രണ്ട് റൂളും വളരെ സിമ്പിളാണ്. ആദ്യം ഞാൻ എന്താ നോസിറ്റർ റിസോഴ്സസ് റൂൾ എന്ന് പറഞ്ഞു ഉള്ള റൂള് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ അസോസിയേറ്റ് റൂൾ എന്ന് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ. അസോസിയേറ്റ് റൂൾ എന്താണ്? ഈ അസോസിയേറ്റ് റൂൾ, ഫോർ എക്സാമ്പിൾ, ചിൽഡ്രൻസ് ബുക്സ്, ചിൽഡ്രൻസ് ടോയ്സ്, കോമ, ക്ലോത്ത്സ്, തുണികൾ എന്ന് പറഞ്ഞൊരു സെന്റൻസ് ഉണ്ട്. എങ്ങനെയാണ്? ചിൽഡ്രൻസ് ബുക്സ്, ചിൽഡ്രൻസ് ടോയ്സ്, തുണികൾ. ചോദ്യം, ഈ തുണികളിനകത്ത് അഡൾട്ടുകൾ ഇടുന്ന തുണികൾ വരുവോ ഇല്ലയോ? അതോ കുട്ടികൾ ഇടുന്ന തുണികൾ മാത്രമാണോ ഇവിടെ ഉദ്ദേശിച്ചത്? നിങ്ങൾ പറ. നിങ്ങൾ ഇത് വായിച്ചു പോവുകയായിരുന്നു. ചിൽഡ്രൻസ് ബുക്സ്, ചിൽഡ്രൻസ് ടോയ്സ്, ക്ലോത്ത്സ്. ഈ ക്ലോത്ത്സിനകത്ത് അഡൾട്ടിന്റെ തുണികളും ഉണ്ടോ അതോ കുട്ടികളുടെ തുണികൾ മാത്രമേ ഉള്ളൂ? നിങ്ങൾ പറ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഇതിനകത്ത് കുട്ടികളുടെ മാത്രമാണോ ഉദ്ദേശിച്ചത് അതോ അഡൾട്ട്സിന്റെയും വരുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? യെസ്, പറയൂ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുട്ടികളുടെ മാത്രമാണോ? യെസ്. എന്നാലേ ചിലർ പറയുന്നത് ബോത്ത് വരുമെന്ന്, ചിലർ പറയുന്നത് ചിൽഡ്രൻസിന്റെ വരുമെന്ന്. അങ്ങനെ ഞാൻ പറയുന്നത് ഇവിടെ ചിൽഡ്രൻസിന്റെ മാത്രമേ വരുത്തുള്ളൂ എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കേണ്ടി വരും. അപ്പൊ നിങ്ങൾ ചോദിക്കുക അതെന്തുകൊണ്ടാ? ബിക്കോസ് ഓഫ് നോസിറ്റർ റിസോഴ്സസ് റൂൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുക അതെന്താ എന്ന് വെച്ചാൽ, ഒരു വാക്ക് അതിന്റെ കൂടെ വെച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥം വരാൻ സാധ്യത കൂടുതലാണ്. അതായത് 3 ഫ്രണ്ട്സ് ഉണ്ട്, എക്സ്, വൈ, ഇസഡ്. ഒരു 3 പേര് എപ്പോഴും ഒരുമിച്ചായിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ വൈന്റെ സ്വഭാവം എക്സും സെഡും പോലെ ഇരിക്കാം. എക്സിന്റെ ചില താല്പര്യങ്ങൾ വൈയും ഇസഡിന്റെയും താല്പര്യമായിട്ട് സാമ്യമുള്ളതായിരിക്കാം. അല്ലേ? കാര്യം നിങ്ങൾ തമ്മിൽ ഒരു യോജിപ്പുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിലേ ഒരു വാക്കിന്റെ അർത്ഥം ആ വാക്കിന്റെ കൂടെയുള്ള ബാക്കിയുള്ള വാക്കുകളുടെ അർത്ഥം പോലെ ഇരിക്കും. അപ്പോ ചിൽഡ്രൻസ് ബുക്സ്, ചിൽഡ്രൻസ് ടോയ്സ് എന്ന് പറഞ്ഞിട്ട് വെറും തുണികൾ എന്ന് പറഞ്ഞാലേ ഈ തുണികൾക്ക് എന്തിന്റെ ഒരു അർത്ഥം വരാം? അല്ലെങ്കിൽ അർത്ഥമേ നിങ്ങൾ കഴിയുന്നത് ഉപയോഗിക്കാവൂ. ചിൽഡ്രൻസ് ക്ലോത്ത്സ് എന്നുള്ള അർത്ഥമേ ഉപയോഗിക്കാവൂ. കാര്യം എന്താ? ഒരു വാക്കിന് അതിന്റെ ചേർന്ന് കിടക്കുന്ന വാക്കിന്റെ സ്വഭാവമായിരിക്കും കൂടുതൽ വരുന്നത്. നിങ്ങൾ ഇത് എങ്ങനെ വ്യാഖ്യാനിക്കരുത്? എഡ്ജസ്റ്റന്റ് ജനറൽസ് ആയിട്ട് വ്യാഖ്യാനിക്കല്ലേ. ഇതും എഡ്ജസ്റ്റന്റ് ജനറൽസും തമ്മിൽ എന്താ വ്യത്യാസം? എഡ്ജസ്റ്റന്റ് ജനറൽസ് എന്ന് പറയുന്നത് എന്താ? ഒരു ലിസ്റ്റ് പറയുക, ആ ലിസ്റ്റിനകത്ത് ചിലത് പറഞ്ഞിട്ട് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ അതേഴ്സ് എന്തിന്റെ സ്വഭാവം കാണിക്കും? സ്പെസിഫിക് ആയിട്ട് നേരത്തെ പറഞ്ഞതിന്റെ സ്വഭാവം കാണിക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലിസ്റ്റ് ആയിട്ട് പറയുന്നുണ്ട്, പക്ഷെ വിവിധ കാര്യങ്ങളാണ്. എന്നാൽ ആ ലിസ്റ്റിൽ പറയുന്ന ഒരു വാക്ക് അതിന്റെ ചേർന്ന് കിടക്കുന്ന മറ്റേ വാക്കുകളുമായിട്ട് ബന്ധമുണ്ട്.
എന്നുള്ള രീതിയിൽ വേണം ഇതിനെ വ്യാഖ്യാനിക്കാൻ. അതാണ് നോ സിറ്റ് റേസ് സോഴ്സസ് റൂൾ, അല്ലെങ്കിൽ അസോസിയേറ്റ് റൂൾ. അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ ചേർന്ന് കിടക്കുന്നത്, അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്, നിങ്ങളുടെ ബന്ധു എന്നൊക്കെയുള്ള രീതിയിലാണ്. അങ്ങനെയാണ് ഈ ക്ലോസ് എന്നുള്ള വാക്കിന് എന്ത് ബന്ധു ഉണ്ട്? ചിൽഡ്രൻസ് എന്നുള്ള ഒരു ബന്ധു ആകുന്ന അർത്ഥമുണ്ട്. എല്ലാവർക്കും ഞാൻ പറഞ്ഞിട്ട് കിട്ടിയ? എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായ? യെസ്, എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായ? അതാണ് നോ സിറ്റ് റേസ് സോഴ്സസ് റൂൾ. എല്ലാവർക്കും ഞാൻ പറഞ്ഞു മനസ്സിലായ? അതിന്റെ എക്സാമ്പിൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ബുക്കിലുള്ള എക്സാമ്പിൾ. ഇത് ഞാൻ പറഞ്ഞ എക്സാമ്പിളാ, നിങ്ങളുടെ ബുക്കിലുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇച്ചിരി കൂടെ നല്ല എക്സാമ്പിൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. ഞാൻ പറഞ്ഞ ചെറുക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് നോക്കാം. Doctrine of no sitter sources. No sitter sources means when two or more words that are susceptible of analogous meaning, analogous പറഞ്ഞാൽ similar, are coupled together. Usually അതിനെ ഒരുമിച്ച് വയ്ക്കുന്നത്, ഒരേ അർത്ഥമുള്ള കാര്യങ്ങൾ ഒരുമിച്ച് വയ്ക്കുന്നത്. They are understood to be used in their cognate sense. Cognate എന്ന് പറഞ്ഞാൽ similar. They take as it were their color from each other. അപ്പൊ എക്സിന്റെ സ്വഭാവം വൈയും ഇസഡും പോലെ ഇരിക്കും, വൈന്റെ സ്വഭാവം എക്സും വൈയും പോലെ ഇരിക്കും. അവർ മൂന്നൊരു ഫ്രണ്ട്സ് ആയതുകൊണ്ട്. That is the meaning of the more. That is the meaning of the more general word being restricted to a sense similar to that of the less general. Examples of the principle of no sitter sources rule are as follows. Fresh orange juice is not fruit juice. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഒരു കമ്പനിയെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് മാനുഫാക്ചർ ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ സിറപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്നു. അതുപോലെ തന്നെ ബോട്ടിൽഡ് വാട്ടറും മാനുഫാക്ചർ ചെയ്യുന്നു. ഈ ബോട്ടിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഗൈസ്? കുപ്പിവെള്ളം. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസും മാനുഫാക്ചർ ചെയ്യുന്നു. നിങ്ങളുടെ മുന്നിലുള്ള ചോദ്യം, ഈ ഓറഞ്ച് ജ്യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്രഷ് ജ്യൂസ് ആണോ അതോ പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ച്, ആർട്ടിഫിഷ്യൽ കളറിംഗ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ജ്യൂസ് ആണ്? ഒരു കമ്പനി ഉണ്ട്, അത് പലതും മാനുഫാക്ചർ ചെയ്യുന്നു. ഏതൊക്കെ? കാർബണേറ്റഡ് ഡ്രിങ്ക്സ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ പെപ്സി, കൊക്കക്കോള പോലത്തത്. സിറപ്പ്, മറ്റേ ചോക്ലേറ്റ് സിറപ്പ്, വാനില സിറപ്പ്, അതുപോലത്തുള്ള സിറപ്പുകൾ മാനുഫാക്ചർ ചെയ്യുന്നു. ബോട്ടിൽഡ് വാട്ടർ. ബോട്ടിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? വെള്ളം ഭൂമിയിൽ നിന്ന് എടുത്ത് മിനറൽസ് ആഡ് ചെയ്യും. മിനറൽ വാട്ടർ, മിനറൽസ് ആഡ് ചെയ്യും. അപ്പൊ വെറും ഗ്രൗണ്ട് വാട്ടർ അല്ല, അതിനകത്ത് എന്തും കൂടെ ആഡ് ചെയ്യും? മിനറൽസ് ആഡ് ചെയ്യും. എന്നിട്ട് അതിനെ ഡിസ്റ്റിലേഷൻ അല്ല, അതിനെ പ്യൂരിഫൈ ചെയ്യും. എന്നിട്ട് മിനറൽസ് ആഡ് ചെയ്യും ആ വാട്ടർ. അതുകൂടാതെ ഓറഞ്ച് ജ്യൂസും മാനുഫാക്ചർ ചെയ്യുന്നു. നിങ്ങൾ പറ, ആ ഓറഞ്ച് ജ്യൂസ് ഫ്രഷ് ജ്യൂസ് ആണോ അതോ എന്തെങ്കിലും കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് ആയിരിക്കും? നിങ്ങൾ പറ, നിങ്ങൾ പറ, എന്ത് ജ്യൂസ് ആയിരിക്കും? എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് ആയിരിക്കും അതോ ഫ്രഷ് ആയിരിക്കും? നിങ്ങൾ പറ. യെസ്, യെസ്, എന്ത് ജ്യൂസ് ആയിരിക്കും? യെസ്, അത് എന്ത് ജ്യൂസ് അല്ല, എന്ത് ജ്യൂസ് മാത്രമല്ല, അത് ഫ്രഷ് ജ്യൂസ് അല്ല. അതെന്താ? അത് ബാക്കി കാര്യങ്ങളും കൂടെ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് ആയിരിക്കും. കാര്യം ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും. കാര്യം എന്താ? ബാക്കിയുള്ളത് അങ്ങനെയാ. കാർബണേറ്റഡ് ഡ്രിങ്കും സിറപ്പും ബോട്ടിൽ വാട്ടറും ഒക്കെ ബാക്കിയുള്ളതും അതാ. അപ്പൊ ഓറഞ്ച് ജ്യൂസും അങ്ങനെ ആയിരിക്കണം. കാര്യം എന്താ? ഓറഞ്ച് ജ്യൂസ് എന്തിന്റെ സ്വഭാവം കാണിക്കും? അതിന്റെ കൂടെ ഉള്ള വാക്കുകളുടെ സ്വഭാവം കാണിക്കും. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ കൂട്ട് പോലെ ഇരിക്കും നിങ്ങളുടെ സ്വഭാവം എന്നാണ് അതിന്റെ അർത്ഥം. While dealing with a purchase tax act which use the expression manufactured beverages including fruit juices and bottled waters and syrups. അപ്പൊ ഇവിടെ ഫ്രൂട്ട് ജ്യൂസ് ഉദ്ദേശിക്കുന്നത് എന്തല്ല? ഫ്രഷ് അല്ല. It was held that the description fruit juices as occurring therein should be construed in the context of the preceding words, that the orange juice unsweetened and freshly pressed was not within the description. എന്നുവെച്ചാൽ എന്താ? ഫ്രഷ്ലി പ്രസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയ ജ്യൂസ്, അൺസ്വീറ്റൻഡ്, എക്സ്ട്രാ ഒന്നും അടയാത്ത പ്യുവർ ജ്യൂസ്, അത് ഇതിനകത്ത് വരില്ല.
അതെന്തുകൊണ്ടാ? അതിന്റെ കൂടെ ഉള്ള വാക്കുകളും അതുപോലെയാ. ബിവറേജസ്, ബോട്ടിൽഡ് വാട്ടർ, സിറപ്പ്, ഇതിനകത്തൊക്കെ എന്തുണ്ട്? മിനറൽസും കെമിക്കൽസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഫ്രൂട്ട് ജ്യൂസിനകത്ത് എന്ത് ആഡ് ചെയ്യും? വേറെ പ്രിസർവേറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്യുന്ന അതിന്റെ അർത്ഥം. എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഡീറ്റിയാ. അടുത്തത് പ്രൈവറ്റ് ഡിസ്പെൻസറി ഓഫ് എ ഡോക്ടർ, നോട്ട് എ കമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് എന്നാണ് വേറൊരു എക്സാമ്പിളിൽ പറയുന്നത്. ഇതൊരു രണ്ടാമത്തെ എക്സാമ്പിളാണ്. ഈ ഡിസ്പെൻസറി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്നാണ്? മരുന്ന് കൊടുക്കുന്ന സ്ഥലം, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു ഡോക്ടർ ഉണ്ട്, അയാൾ തന്നെ മരുന്ന് കുറെ ഉണ്ടാക്കുന്നു, അല്ല അയാളുടെ കയ്യിൽ കുറെ മരുന്നുണ്ട്. അയാൾ പേഷ്യൻസ് കാണാൻ വരുമ്പോൾ അയാൾ മരുന്ന് കൊടുക്കുന്നു. ചോദ്യം ഇതാണ്, ഈ മരുന്ന് കൊടുക്കുന്ന അയാളുടെ ആ സ്ഥലമില്ലേ, അതിനെ ഒരു ഫാർമസി ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ആൻസർ പറ്റത്തില്ല എന്നാ പറയുന്നത്. കാര്യം ഇവിടെ in dealing with the definition of commercial establishment in section 2 clause 4 of the Bombay Shops and Establishments Act 1948, which reads, commercial establishment means an establishment which carries on any business, trade, profession. അപ്പൊ എന്ത് ഉദ്ദേശം? പ്രോഫിറ്റാ. മനസ്സിലായോ? യെസ്, പ്രോഫിറ്റ് ഉദ്ദേശം. അപ്പൊ പ്രൊഫഷനും ചെയ്യുമ്പോൾ എന്ത് ഉദ്ദേശത്തോടെ? പ്രോഫിറ്റ് ഉദ്ദേശം. എന്നാൽ ഇയാൾ മരുന്ന് കൊടുക്കുന്നത് പ്രോഫിറ്റിനൊന്നുമല്ല, ഇയാൾ പൈസയൊക്കെ കുറച്ചാ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതെന്തല്ല? ബിസിനസ് അല്ല എന്നാ പറയുന്നത്. എന്ത്? അയാൾ നടത്തുന്ന പ്രൈവറ്റ് ഡിസ്പെൻസറി. അയാളുടെ വീട്ടിൽ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ അതെന്തല്ല? പ്രോഫിറ്റ് ഉദ്ദേശത്തോടെ ചെയ്യുന്നതല്ല അയാൾ. മനസ്സിലായോ എന്ന് കോടതി ഒരു വ്യാഖ്യാനിച്ചു. യെസ്. അപ്പം the word profession was construed with associated words, business and trade, and it was held that private dispensary of a doctor was not within the definition. കാര്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശമില്ല. പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിലല്ലേ ആ പ്രൊഫഷനെ ബിസിനസ്സും ട്രേഡുമായിട്ട് പോലുള്ള ഒരു അർത്ഥം വരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് അത് അങ്ങനെ അർത്ഥം വരില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അടുത്തത് ഡോക്ട്രിൻ ഓഫ് കണ്ടംപറോറിയ എക്സ്പോസിറ്റ. ഇതാണ് രണ്ടാമത്തെ സെക്കൻഡറി റൂൾ. വളരെ സിമ്പിൾ ആണ്. ആ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തില്ലേ, ആ രണ്ടാമത്തിന് താഴെ എഴുതിക്കോ, കസ്റ്റം ഇസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേറ്റർ. എന്നുവെച്ചാൽ എന്താ? ഒരു നിയമം വായിക്കുമ്പോഴേ നമ്മൾ എപ്പോഴും അത് എങ്ങനെ മനസ്സിലാക്കി വായിക്കണം? ഈ നിയമം ഉണ്ടാക്കിയ വർഷം ഏതാണോ അതിലോട്ട് പുറകെ പോയി വായിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 വായിക്കുമ്പോഴേ അതിനകത്ത് സെക്ഷൻ 4ഉം 5ഉം 6ഉം ഒക്കെ വായിക്കുമ്പോഴേ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ആക്സെപ്റ്റൻസ് ആണ്. അത് കൂടുതലും ലെറ്റർ എന്നുള്ള, അതായത് കത്തയച്ചിട്ടാണ് ഓഫർ കൊടുക്കുന്നത്, കത്തയച്ചിട്ടാണ് ആക്സെപ്റ്റൻസ് കൊടുക്കുന്നത്, ആ ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. നമ്മളിപ്പോ കത്തൊന്നും അല്ല ഉപയോഗിക്കുന്നത്. കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്ന വാട്സാപ്പ്, നമ്മൾ ഉപയോഗിക്കുന്ന ഫോണാണ്, നമ്മൾ ഉപയോഗിക്കുന്ന ഇമെയിൽ. അപ്പൊ നിങ്ങൾ ഈ സെക്ഷൻസ് വായിക്കുമ്പോഴേ നിങ്ങൾ എങ്ങനെ വായിക്കണം? അന്നത്തെ സാഹചര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കണം. അന്നത്തെ കസ്റ്റം മനസ്സിൽ വെച്ചുകൊണ്ട് വായിക്കണം. ഫോർ എക്സാമ്പിൾ, വേറൊരു നിയമം, ഹിന്ദു മാരേജസ് ആക്ട്, അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നു, ഒരു ഹിന്ദു ആകുന്ന പുരുഷന് അല്ലെ ഒരു ഹിന്ദു ആകുന്ന സ്ത്രീക്ക് ഒരേ സമയത്ത് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരോ ഭാര്യമാരോ ആകാൻ പറ്റത്തില്ല എന്ന്. അതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യമേ ഇല്ലല്ലോ, എല്ലാവർക്കും ഒരു ഭാര്യ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു ഭർത്താവ്, അങ്ങനെയല്ലേ. പിന്നെ എന്തിനാണ് നിയമത്തിൽ അങ്ങനെ പറഞ്ഞത്? പണ്ട് കാലത്തെ ഒന്നിൽ കൂടുതൽ ഭാര്യമാരും ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാരും ഉണ്ടാകുന്നത് നോർമൽ ആയിരുന്നു. പക്ഷെ ആ സമയത്തെ ഒരു ഭാര്യ മറ്റേ ഭാര്യക്കെതിരെ കേസ് കൊടുക്കുന്നു, ഒരു ഭർത്താവ് മറ്റു ഭർത്താവിനെതിരെ കേസ് കൊടുക്കുന്നത് എന്താ? ഈ സ്ത്രീയോ ഈ പുരുഷനോ മരിച്ചാൽ, അതായത് ഭർത്താവോ ഭാര്യയോ മരിച്ചാൽ അവകാശത്തിനെ ചൊല്ലിയിട്ട് ഭയങ്കര തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഭർത്താവിന് ഒരു ഭാര്യ, ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ നിയമത്തിൽ തന്നെ എഴുതി വെച്ചത്. ഇപ്പൊ നമ്മൾ ആ നിയമം വായിക്കുമ്പോ ഇല്ലേലും അങ്ങനെ തന്നെ അല്ലേ, അത് ഇപ്പത്തെ സാഹചര്യം വെച്ച്. അന്ന് അങ്ങനെ അല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങനെ ഒരു നിയമം കൊണ്ടുവരേണ്ടി വന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ വ്യാഖ്യാനിക്കാൻ എന്തുപയോഗിച്ചു? അന്നത്തെ സമയത്തെ കസ്റ്റമും ഹിസ്റ്ററിയും സാഹചര്യവും ഉപയോഗിച്ചു. കാര്യം ആ സാഹചര്യം വെച്ചോണ്ടായിരിക്കും ആ നിയമം ഉണ്ടാക്കിയത്. അപ്പൊ ആ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ നിയമം മനസ്സിലാക്കാൻ എളുപ്പമാവും. ഞാൻ പറഞ്ഞത് പിടികിട്ടിയ അന്നത്തെ ആ സാഹചര്യം മനസ്സിലാക്കുകയാണെങ്കിൽ ആ നിയമം വായിക്കാൻ നമുക്ക് എളുപ്പമാവും. അതാണ് കസ്റ്റം ഇസ് ദ ബെസ്റ്റ് എക്സ്പ്ലനേറ്റർ എന്ന് പറയുന്നത്. This doctrine is based on the concept that a statute or a document is to be interpreted by referring to the exposition it has received from contemporary authority. Exposition എന്ന് പറഞ്ഞാൽ explanation. The maxim contemporary exposita est optima et forsinia in lega means contemporaneous exposition is the best and strongest in the law. This means a law should be understood in the sense in which it was
understood at the time when it was passed. ആ നിയമം പാസ്സാക്കുന്ന സമയത്ത് എന്തായിരുന്നു സാഹചര്യം? അതിലോട്ട് തിരിച്ചു പോകണമെന്ന്. The maxim optima legum inter pres es constitute simply means custom is the best interpreter of law. Thus, the court was influenced in its construction of a statute of Anne by the fact that it was which it had generally considered as to basically ഇത്രയേ ഉള്ളൂ. അന്നത്തെ സാഹചര്യത്തിലോട്ട് തിരിച്ചു പോകാം. ലേറ്റസ്റ്റ് ലോ ആണെങ്കിൽ നിങ്ങൾ കുറെ പുറകിലോട്ടൊന്നും ചിന്തിക്കണ്ട, ഇവിടെ തന്നെ ഇരുന്നാൽ മതി എന്ന് ലാസ്റ്റിൽ പറയുന്നു. But remember that this maxim is to be applied for construing ancient statutes, പഴയ നിയമങ്ങൾ, but not acts that are contemporarily modern. Companies Act 2013 വായിക്കുമ്പോൾ അയ്യോ വർഷങ്ങൾക്ക് മുമ്പ് എന്തായിരുന്നു സാഹചര്യം, വായിക്കണ്ട, ആലോചിക്കണ്ട. കാര്യം 2013 10 വർഷം മുമ്പുള്ള ആക്ട്, അത്രയ്ക്ക് പുറകിലോട്ടൊന്നും ചിന്തിക്കണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലായോ? എല്ലാവർക്കും പറഞ്ഞത് പിടികിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ റൂൾ കഴിഞ്ഞു ഗൈസ്? സെക്കൻഡറി റൂൾസും കഴിഞ്ഞു,